കുടുംബത്തോട് കുറ്റാലത്ത് കുളിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബം തെങ്കാശിയിലേക്ക് ഒരു RDO ട്രാൻസ്ഫർ വാങ്ങി വന്ന ഉടനെ ക്വാർട്ടേഴ്സ് കിട്ടാത്തത് കൊണ്ട് വാടകയ്ക്ക് വീട് കിട്ടുമോ എന്ന് അന്വേഷിച്ചു. ഒരുപാടുണ്ട് സാർ. നമ്മുടെ രാമസ്വാമി സ്ട്രീറ്റിൽ എപ്പോഴും വീട് ഒഴിവുണ്ടാവും. നീ പിന്നെ ആ വൃത്തിയുടെ സ്ഥലത്തെ കുറിച്ചാണോ പറഞ്ഞു കൊടുക്കുന്നത്? കഷ്ടം. എന്താണോ അവിടെ എന്തെങ്കിലും വ്യഭിചാരം നടക്കുന്നുണ്ടോ? അവ രാമസ്വാമി സ്ട്രീറ്റ് എന്ന് പറയുന്നു, ജെമിനി ഗണേശൻ സ്ട്രീറ്റ് എന്ന് പറയുന്നു. ഇല്ല സാർ, നിങ്ങൾ കല്യാണം കഴിച്ചതല്ലേ? എനിക്ക് കല്യാണ പ്രായത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. എങ്കിലും ഉറപ്പായി നിങ്ങൾക്ക് ആ വീട് കിട്ടും സാർ. എന്താണോ ഈ പറയുന്നത്? അവിടെ തിരുവങ്കടം എന്ന് പറഞ്ഞൊരു കുടുംബമുണ്ട് സാർ. പ്രായപൂർത്തിയായ മകളെ കൊണ്ട് ആരവിടെ വാടകയ്ക്ക് പോയാലും അവിടുത്തെ പയ്യനെ കൊണ്ട് ആ പെണ്ണിനെ പ്രേമിപ്പിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കും. സാറിന് ആ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമുണ്ടോ? അത് വേണ്ടോ, ഇടിഞ്ഞു വീണാലും ക്വാർട്ടേഴ്സ് തന്നെ എനിക്ക് മതി. ആ RD ഓഫീസറെ ഭയപ്പെടുത്തിയ ജെമിനി ഗണേശന്റെ വീട് ഇതാണ്. ഈ പ്രായത്തിലും പേഴ്സണാലിറ്റി വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹമാണ് ഈ നാട് ഭയപ്പെടുന്ന പ്രേമരാജാവ് തിരുവെങ്കിടം. ഇദ്ദേഹത്തിന്റെ യൗവനം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നത് ഭാര്യയാണ്, അതായത് പ്രണയരാജ്ഞി ലക്ഷ്മി. ഈ കുടുംബത്തിലെ എല്ലാവർക്കും കന്നിരാശിയാണ്. എന്താ വിശ്വാസം വരുന്നില്ലേ? വിശ്വസിച്ചേ പറ്റൂ. പ്രേമത്തിന് വിത്തിട്ടാൽ പ്രേമം മുളച്ചു വരും, ദേശീയ ഗാനമിട്ടാൽ ദേശഭക്തി മുളച്ചു വരും. ഇതെല്ലാം വിശ്വസിക്കുന്ന നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? അപ്പൊ ഇതും വിശ്വസിച്ചേ പറ്റൂ. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാണ് ഈ കുടുംബത്തിന്റെ കൾച്ചർ, ടോർച്ചർ, ഫ്യൂച്ചർ. ഈ പ്രണയ ജോഡിക്ക് ഒരു രാജകുമാരനും ഒരു രാജകുമാരിയും. അവരെങ്ങനെ കല്യാണം കഴിച്ചു എന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ തെരുവിന്റെ മഹത്വം അറിയാതെ ഒരു വയസ്സനായ ബായിയും മകളും അവിടെ താമസത്തിന് വന്ന ഉടനെ റംസാൻ ബിരിയാണി കൊടുക്കാൻ ബായി തന്റെ മകളായ ഫാത്തിമയെ തിരുവെങ്കടത്തിന്റെ വീട്ടിലേക്ക് അയച്ചു. ആ പെൺകുട്ടി പർദ്ദയൊക്കെ ഇട്ടാണ് വീട്ടിന്റെ വാതിൽ തട്ടിയത്. ഇപ്പൊ വന്ന് കതക് തുറക്കുന്നില്ലേ, അവന്റെ നോട്ടം കണ്ടാലറിയാം എന്ത് മൂടി വെച്ചാലും അവനത് തുറന്നു നോക്കുമെന്ന്. ഈ വീട്ടിലാരും മുതിർന്നവരില്ലേ? എന്നെ കണ്ട ചെറിയ കുട്ടിയായിട്ടാണോ തോന്നുന്നത്? അതെ. ആരും ഇല്ലേ? അപ്പൂപ്പ മേളിലോട്ട് പോയി, അച്ഛൻ പുറത്തു പോയിരിക്കുക. എന്തായാലും എന്നോട് പറഞ്ഞു. അല്ല, മുൻവശത്തെ വീട്ടിൽ നമ്മള് പുതിയതായി താമസിക്കാൻ വന്നതാ. ഇന്ന് റംസാനാ. ഹാപ്പി റംസാൻ. ഉമ്മ ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞു. ഉമ്മയാണോ? തന്നോ. ഷോ അതല്ല, അമ്മ ബിരിയാണി തന്നയിച്ചിട്ടുണ്ട്. ഓ, അമ്മയാണോ? തൊട്ട ഉടനെ തന്നെ പ്രേമം പൊട്ടിമുളച്ചു. കൈ വളരെ സോഫ്റ്റ് ആണല്ലോ. ഈ സംസാരിക്കുന്ന വട്ടനില്ലേ, അവനാണ് തിരുവെങ്കടത്തിന്റെ മൂത്ത മകൻ സദാശിവൻ. ഒരു നിമിഷം. താങ്ക്സ്. വെൽക്കം. ബിരിയാണി മകളുടെ കയ്യിൽ കൊടുത്തുവിട്ടോ. പാത്രം വാങ്ങാൻ വേറൊരാൾ വരുമെന്നാണ് കരുതിയത്. ഫാത്തിമ പാത്രം വാങ്ങിച്ചിട്ട് വീട്ടിൽ ഭദ്രമായി തിരിച്ചെത്തുമെന്ന് കരുതി. പക്ഷെ അവിടെ നടന്ന കഥ മറ്റൊന്ന്. ബിരിയാണി നന്നായിരിക്കണമെങ്കിൽ സവാള ഒരുപാട് ചേർക്കണം. ഓക്കേ അല്ലേ? ഓക്കേ. അയ്യോ, ഓ നെഗറ്റീവ് ആണോ? ഞാൻ ഓ പോസിറ്റീവ്. അപ്പോൾ എല്ലാം നെഗറ്റീവ് ആയിരുന്നെങ്കിലും പിന്നീട് എല്ലാം പോസിറ്റീവായിട്ടാണ് അവരുടെ ജീവിതത്തിൽ നടന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ പോയ അവരുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് കാണുക. 2 പിള്ളേരായി, എന്നിട്ടും ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല. ഇങ്ങോട്ട് താ. നീ ആവശ്യമില്ലാത്ത ഒന്നും പറയല്ലേ. മതി, ഒരു പ്രാവശ്യം നീ എന്നെ പറ്റിച്ചു. സംസാരത്തിനൊരു കുറവുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി. ഈ ഡിസ്ട്രിക്റ്റിലെ MLA തന്റെ പദവി രാജിവെച്ചിട്ട് 2021 എങ്ങനെ ഭരണം കൈയടക്കാമെന്ന ഗവേഷണം നടത്തുന്നതിന് വേണ്ടി അമേരിക്കയിൽ പോയി. അങ്ങനെ ആ താലൂക്കിൽ ഉപതിരഞ്ഞെടുപ്പുണ്ടായി. ജനങ്ങളെല്ലാം കാശ് വാങ്ങി വോട്ടിട്ട് സന്തോഷത്തോടെ പോയി. ഇതാണ് തിരുവെങ്കടത്തിന്റെ 2ാമത്തെ മകൻ ഷൺമുഖൻ. ഇതാണ് മഷിയിടാൻ വന്ന റോസി. അവൾ മഷിയെടുത്ത് ഇവന്റെ കൈവിരലിൽ വെച്ചപ്പോൾ അവൻ അവന്റെ കൈയെടുത്ത് അവളുടെ കയ്യിൽ വെക്കുകയും അവിടെ നിന്ന് പ്രേമം പൊട്ടിമുളയ്ക്കുകയും ചെയ്തു. ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നറിയാമോ? അന്ന് കയ്യിൽ മഷി വെച്ചവൾ ഇന്ന് കവിളിൽ മഷി വയ്ക്കുന്നു. 3ാമത്തെ മകൻ ശരവണന് പ്രേമം ഒന്ന് സെറ്റാവാത്തത് കൊണ്ട് പൂജാരിയെ വിളിച്ച് പൂജ നടത്തി. പൂജ കഴിഞ്ഞ് പൂജാരി പോകുമ്പോൾ മണിയെടുക്കാൻ മറന്നു. മണിയും എടുത്തുകൊണ്ട് ശരവണൻ നേരെ വിട്ടു പൂജാരിയുടെ വീട്ടിലേക്ക്. കോളിംഗ് ബെല്ലടിച്ചാൽ കറണ്ട് ചെലവാകുമെന്നോർത്ത് കയ്യിലുള്ള മണി എടുത്ത് കിലുക്കി. വീട്ടിൽ പൂജാരിയും ഇല്ല, പൂജാരിയുടെ ഭാര്യയും ഇല്ല, മകള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണി കൊടുക്കാൻ പോയവൻ മണിയോടൊപ്പം അവളുടെ കയ്യും ചേർത്ത് പിടിച്ചു. ഇപ്പൊ അതേ മണിയാണ് 2 പേരും അടിച്ചു കളിക്കുന്നത്. തിരുവെങ്കടത്തിന്റെ ആൺമക്കൾ മാത്രമല്ല, മകളും ഒരുത്തനെ ലവ് ചെയ്താണ് കല്യാണം കഴിച്ചത്. അത് വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെ, മന്മഥൻ. ഇറ്റ്സ് മീ. ആദ്യത്തെ ടിക്കറ്റ് വാങ്ങുന്നത് രാശിയുള്ള കൈയായിരിക്കണമെന്ന് കരുതി മകളെയാണ് അയച്ചത്. ഞാൻ ടിക്കറ്റ് എടുത്ത് കൈ കൊടുത്തപ്പോ ടിക്കറ്റ് വാങ്ങാൻ വന്നവൾ എന്നെയും ചേർത്ത് ബുക്ക് ചെയ്തു. ടിക്കറ്റും കയ്യുമായിരുന്ന എന്നെ ബക്കറ്റിലേക്ക് മാറ്റിയവൾ. എന്താണ്, അവസാനത്തെ പുത്രനെ വിട്ടു എന്നാണ് വിചാരിക്കുന്നത്? അവനെയാണ് നിങ്ങളും കാണാൻ പോകുന്നത്, ഞങ്ങളും കാണാൻ പോകുന്നത്. ചേട്ടാ കോഫി, എഴുന്നേക്കുന്നേ, കോഫി. എന്തിനാടി എന്നെ ഉണർത്തിയത്? സ്വപ്നത്തിലെങ്കിലും എന്റെ മോൻ പ്രേമിച്ച് കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചതാ. അത് നശിപ്പിച്ചല്ലോടി. ചേട്ടാ ഒന്ന് ചുമ്മാ ഇരുന്നേ. അവന്റെ പോക്ക് കണ്ടിട്ട് സന്യാസി ആവുന്നാ തോന്നുന്നേ. അവന്റെ റൂട്ടേ വേറെയാണടി. ആറിപ്പോയടി, വേറെ കൊണ്ടുപോവാ.
ജമിനി, ഇതിലൊന്നും ഒരു കുറവുമില്ല. ഒരു പെണ്ണിനെ കറക്കെടുക്കാൻ പറ്റിയില്ലല്ലോ. നീയൊക്കെ എന്റെ വയറ്റിൽ വന്ന് ജനിച്ചല്ലോ. അതെ, ഞാൻ അച്ഛന്റെ വയറ്റിലല്ല ജനിച്ചേ. എന്തിനെല്ലാം ഷോക്കാവുന്നേ? അമ്മയുടെ വയറ്റിലാ ജനിച്ചേ. അതിന് കാരണം ഞാനാടാ. എന്നോട് സംസാരിക്കണത് പോലെ നീ ഒരു പെണ്ണിനോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും നടന്നേനെ. ജെമിനി, നീ എന്നെ കണ്ടു പഠിക്ക്. ബിരിയാണി ഉണ്ടാക്കാനും കുട്ടികളെ ഉണ്ടാക്കാനും ഒക്കെ പഠിക്കണ്ടേ നിനക്ക്? അതെ, ചേട്ടൻ ഇത് തന്നെ ജോലി. ഞാനും ചേട്ടനെ പോലെ ആവണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്ത തെറ്റേതായാലും ഞാൻ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. തെറ്റോ? തെറ്റോ? അതെ അച്ഛാ, എല്ലാവർക്കും ലവ് മാരേജ് ചെയ്യിച്ചിട്ട് നാട് മൊത്തം നമ്മുടെ കുടുംബത്തെ കാണുമ്പോൾ പേടിക്കുക. കല്യാണം എന്നുണ്ടെങ്കിൽ ക്ഷണക്കത്തടിച്ച് നാട്ടുകാരെയും കുട്ടി അറേഞ്ച് മാരേജ് ചെയ്യുള്ളൂ. നന്നായിട്ട് കഴിച്ചോ. ലവ് മാരേജ് അത്ര ലവ് മാരേജ് ഇവൻ നന്നാവില്ല. നമസ്കാരം സാർ. ഹൗസ് ഫുൾ എന്ന് ബോർഡ് വെച്ച ശേഷമേ അവൻ വരും. കുറച്ച് പെട്ടെന്ന് വന്നാ എവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമസ്കാരം ചേട്ടാ. തിയേറ്റർ ഫുൾ ആയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, ഫുൾ ഷോ എങ്ങനെ പോകുന്നു? നന്നായി പോയിരുന്നു. അങ്ങോട്ട് പാളിയാ, ഇതെന്താ പടി തന്നെ ഇരുന്ന് നീ അകത്തേക്ക് ഞാൻ പൊക്കോളാം. ഹൗസ്ഫുൾ ആയിട്ട് നിന്നോടാ കയറ്റി വിട്ടെ. എന്താ മോളെ? ചേട്ടാ 2 ടിക്കറ്റ് കിട്ടുമോ? പ്ലീസ്. നിങ്ങൾ കൊന്നേ എന്താ സർ 2 ടിക്കറ്റ് വേണം സർ. ഹൗസ് ഫുൾ എന്ന് ബോർഡ് വെച്ചിരിക്കുന്നുണ്ടല്ലേ? സർ പ്ലീസ് സർ. വിജയുടെ പടത്തിന് പെൺകുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ലെന്നോ? ടിക്കറ്റ് കിട്ടാൻ ഒരു വഴിയുള്ളൂ. അകത്തെന്റെ അളിയനുണ്ട്. അവനെ പോയി കറക്കി എടുത്താ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. മനസ്സിലായോ? ചെല ഏയ് വെറുതെ പോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് പോ. എന്താ സർ 2 ടിക്കറ്റ് കിട്ടിയ കൊള്ളായിരുന്നു. മാനേജർ വിളിക്കുന്നുണ്ട്. അതെ മണിയേട്ടാ, ഇവർക്ക് 2 ടിക്കറ്റ് കൊടുക്കാവോ? ഹൗസ്ഫുൾ ആണെന്ന് പറഞ്ഞതാ മോനെ. നിന്റെ ആളിയനാ ഇവരെ അകത്തേക്ക് വിട്ടത്. മാമനുള്ള ജോലി മാത്രം നോക്കിയാ പോരാ. ഞാൻ എന്റെ ജോലിയിൽ ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഇപ്പൊ പോയിട്ട് അടുത്ത ഷോയ്ക്ക് വന്ന് വാങ്ങിച്ചോ. മോൻ പറഞ്ഞ കേട്ടില്ലേ? ചെല്ല് അടുത്ത ഷോയ്ക്ക് വാ. എന്റെ പൊന്നു മാമ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്റെ അവസ്ഥ അളിയനൊന്ന് മനസ്സിലാക്കണം. എന്തോന്ന് അവസ്ഥയാണ് അത്ര അവസ്ഥ. ഈ പെൺപിള്ളേരെല്ലാം പുറത്തേക്ക് എന്താ പോകുന്നത്? ഇനി ഞാൻ അറിയാതെ ഇയാൾ പെണ്ണ് കണ്ടു കാണോ? അളിയന് വേണ്ടിയില്ല ഞാൻ ഈ കഷ്ടപ്പെട്ടു. തേങ്ങാക്കൊലെ പെണ്ണ് കാണാൻ തുടങ്ങിയ പെൺപിള്ളേരെല്ലാം പുറത്തേക്ക് പോകുന്നു. അതൊന്നുമില്ല ഏട്ടാ. നമ്മുടെ മാറ്റർ എന്തായി? ഒന്ന് പോവാനിയാ. ആരോടെങ്കിലും നിങ്ങളെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞാലേ അത് പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന കുടുംബം, അതും ജമിനി ഗണേശന്റെ പേരും വെച്ച് പയ്യനെ ലവ് ചെയ്യുന്ന ഇഷ്ടമില്ലെന്ന് പറഞ്ഞാ ചെറുക്കന്റെ പേരിൽ ഡൗട്ട് വരും മോനെ. ആരാ പറഞ്ഞേ? മോനെ ഇതിനെ ടെൻഷൻ ആകുന്നേ. മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടാവില്ല. രാജപാളയത്തിൽ നല്ലൊരു സൂപ്പർ പെണ്ണുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ചെറുക്കനെ കാണാൻ അവര് വീട്ടിലേക്ക് വരുന്നുണ്ട്. സൂപ്പർ. രാംദാസേ, സിംഹത്തിന്റെ കൂട്ടി വന്ന് അതിനെ ഷേവ് ചെയ്തിട്ട് സെൽഫി എടുക്കാൻ നോക്കുവാണോ നീ? നോക്കനിയാ, ഒരു പെണ്ണിനെ കെട്ടിച്ചേരുക എന്നുള്ളതാണ് എന്റെ ജോലി. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വരാൻ പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്താ കാലിച്ചന്തയാണോ? മാമ ആദ്യം മാമനെ കൊല്ലണ്ടേ ആലോചനകളൊക്കെ നശിപ്പിക്കാനായിട്ട്. ഡോ നാളെ വരാൻ പറഞ്ഞേ, ഞാൻ നോക്കിക്കോളാം. അവൻ തല ചൊറിയാൻ തുടങ്ങി. കയ്യില് അതെ, ഇന്ന് നിങ്ങൾ എന്റെ അളിയന്റെ വാങ്ങി, നാളെ നിങ്ങൾ എന്റെ മാമന്റെ കയ്യിൽ നിന്ന് വാങ്ങും. അത് കാണാനാണ് വെയിറ്റ്. ചുമ്മാ ഇരിക്കും മാമ. നിങ്ങൾ പോയി കാശ് വാങ്ങിച്ചില്ലെങ്കിൽ ബ്രോക്കർ ജോലി ചെയ്യാൻ പറ്റുമോ? പോയി ബാത്റൂം ഒക്കെ കഴുകിയിട്ടൊന്ന് നോക്ക്. ഐ നിങ്ങളോട് തന്നെ ഗെറ്റ് ഔട്ട്. എന്നാ പിന്നെ ഗോ ടു യുവർ ക്ലാസസ്. ജാതി നോക്കാതെ ആ പയ്യന്റെ കൂടെ ഓടിപ്പോയവൾ ഒരു കുഞ്ഞുമായിട്ട് വന്ന് നിന്നാ പോലും ആ കുഞ്ഞിനെ ഓർത്ത് ഞാൻ വെറുതെ വിടുമായിരുന്നു. എന്നാൽ അപ്പാവിയായ അവള് എന്നെ പേടിച്ച DSPയോട് അഭയം ചോദിച്ചു ചെന്നപ്പോ അവരെ പിരിച്ച് എന്റെ മകളെ കൊന്നു. അച്ഛ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനെ കണ്ടം തുണ്ടം വെട്ടിയിട്ട് ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാ. അവനെ ഉടനെ കൊല്ലാൻ പാടില്ല. അവനും ഒരു മകളുണ്ട്. അവളും ആരെങ്കിലും പ്രേമിക്കും. അവനെ തേടിപ്പിടിച്ച് കൊല്ലണം. ആ ദുഃഖത്തില് അവന്റെ പെണ്ണും എന്റെ മോളെ പോലെ മരിക്കണം. അപ്പോഴേ ആ ദുഃഖാവൻ മനസ്സിലാക്കൂ. ചെയ്യുമോ മക്കളെ? ചെയ്യൂ അച്ഛാ. ചേച്ചിമാരെ, നിങ്ങളാരും കാപ്പി കൊണ്ട് കൊടുക്കില്ലെന്നല്ലേ പറഞ്ഞേ? എന്റെ ഭാവി മാവനെ ഞാൻ തന്നെ കൊണ്ട് കാപ്പി കൊടുക്കുന്ന കണ്ടോ? അതെന്തിനാ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത്? അവിടെ എവിടെയും വെച്ചിട്ട് പോ. എല്ലാവർക്കും കൊടുക്ക്. എല്ലാരും കുടിക്കണം കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ചേച്ചി ഒരു കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇനി ഡാൻസ് ചെയ്യാറിയോ നിങ്ങൾ ചോദിക്കോ? വളർന്ന് സംസാരിക്കാതെ സമയം കളയാതെ തട്ടം മാറ്റ്. ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നേ? ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇപ്പൊ വടിവാള് വരുന്നത് കണ്ടോ? മാമ മിണ്ടായിരിക്കും. നിങ്ങളത് ഇങ്ങ് തന്നോ? അമ്മവാ, സൂപ്പർ അമ്മവാ. ഇവനാണ് തട്ടം മാറ്റിയത്. അവരിട്ട് ആദ്യം പൊട്ടിക്കോ. എല്ലാത്തിനും വെടിവെച്ച് കൊല്ലമ്മാവാ.
സഭാഷമാവ ആ വരുന്ന വരവ് കണ്ട ലില്ലിപ്പൊട്ടി രാജാവ് വരുന്നത് പോലെ അമ്മ വരുന്നുണ്ട്. തട്ട അങ്ങോട്ട് കൊടുക്കാം. അമ്മാവനോട് പേടിക്കണ്ട, എന്റെ അച്ഛനൊരു ടൈപ്പാ. അവൻ വിളിച്ച നിങ്ങളിങ്ങ് ചാടിങ്ങി വരുമല്ലേ? പെണ്ണ് തരാൻ വന്നത് നിങ്ങൾ. പയ്യന്റെ വീട് എങ്ങനെയാണെന്നുള്ളത് നോക്കണ്ടേ? ബ്രോക്കർ രാമദാസാ വിളിച്ചത്. അവൻ പൈസക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനാ. അവൻ സറണ്ടർ ആയിരിക്കണം മാമനെ കൊണ്ട് എല്ലാരും പൊയ്ക്കോ. എന്റെ മോന് കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രേമിച്ചിട്ടായിരിക്കും. സാറേ എല്ലാരും പ്രേമിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? നിന്റെ ജോലിക്ക് വേണ്ടി എന്റെ പയ്യന്റെ ജീവിതം കളയണോ? നിനക്ക് എത്ര കാശ് വേണമെന്ന് പറ, ഞാൻ തരാം. അച്ഛാ എന്തിനാണ് വഴക്ക് പറയുന്നേ? പെണ്ണ് കാണണമെന്ന് പറഞ്ഞാൽ ഞാനാ. എന്തുണ്ടെങ്കിലും എന്നോട് സംസാരിക്കും. നമ്മുടെ കുടുംബത്തിൽ വന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ നിനക്ക് ഇത്ര പിടിവാശി? എന്നെ ധിക്കരിച്ച് നീ കല്യാണം കഴിച്ചാ നടക്കുന്നതേ വേറെ ആയിരിക്കും. നോക്കച്ചാ, ക്ഷണക്കത്തടിച്ച് നാട്ടുകാരും കുട്ടി ആഡംബരമായിട്ട് കല്യാണം കഴിച്ച് കാണിച്ചു തരാം ഞാൻ. തിരുവെങ്കടം ആൻഡ് ഫാമിലിയാണോ ജയിക്കുന്നത്? വൺ മാൻ ആർമി ജെമിനിയാണോന്ന് വരട്ടെ. ജെമിനി താൻ തിയേറ്ററിൽ വരുമ്പോ ഞാൻ കണ്ടോളാം. ആ ബാഗ് ഇത് കൂടെ കൊണ്ടുപോടോ. ഒന്നിങ്ങി വന്നേ. നിക്കടോ, വരാം. സാർ വരുന്ന DSP എങ്ങനെയാ സാർ? അതെന്നാ ചോദിക്കുന്നേ? എന്താ സാർ ചോദിച്ചൂടെ? അതൊന്നുമല്ല, പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാ. മധുരയിലെന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ പുള്ളി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സ്ട്രിക്റ്റോ? അപ്പൊ ചില്ലറൊന്നും കിട്ടൂലേ? തന്റെ അവസ്ഥ എങ്ങനെയാണ് എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനെ കല്ല് തൂക്കി ഇടൂലോ? ആടോ നോക്കാം നമുക്ക്. മിണ്ടാതെ അവിടെ ഇരുന്നോണം, അല്ലെങ്കിൽ പിടിച്ചകത്തിടും. എന്താണോ കറക്റ്റായിട്ട് പ്രതിപക്ഷത്തിന്റെ ആളെയാണല്ലോ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. എടോ അതെ, നിങ്ങൾ അറിയാത്ത ഒന്നുമല്ല, മുകളിൽ നിന്നുള്ള പ്രഷറാ. ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, നിങ്ങളെ കക്ഷിയിൽ ഇത് ചെയ്യാറില്ല. അപ്പൊ മാസാമാസം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതോ? എന്തായാലും പിന്നീട് സംസാരിക്കാം. പുതിയ DSP വരുന്നുണ്ട്, നിങ്ങൾ ആദ്യം ചെല്ല്. പുതിയ DSP എന്ന് പറയാൻ എനിക്ക് ഇപ്പൊ തന്നെ മറുപടി കിട്ടണം. പഴയ ആളുടെ കൂട്ടല്ല, സ്ട്രിക്റ്റ് ആണ്. ഞാൻ കാണാതെ പോലീസോ? ഒരു അക്ഷരം മിണ്ടരുത്. ഇതുവരെ നീ കണ്ട പടവലങ്ങ പോലീസ് അല്ലിത്. ഉഗ്രപാണ്ഡ്യൻ. കാക്കി വേഷം ധരിച്ചവരല്ലാത്തവരെ പിടിച്ച് അകത്തിടോ. നിങ്ങൾ വീട് നോക്കിയോ ഇല്ലയോ? എടി, ഇപ്പോഴാണ് ഞാൻ ഈ ഓഫീസിലേക്ക് വന്നത്. അതിനുള്ളിൽ നിനക്ക് ഇത്ര ധൃതിയോ? ഒന്ന് സമാധാനപ്പെട്, ഞാൻ ചോദിച്ചിട്ട് പറയാം. എടോ ഇവിടെ സാർ, വാടകയ്ക്ക് നല്ലൊരു വീട് കിട്ടൂടോ? സാർ രാമസ്വാമി സ്ട്രീറ്റിൽ വീട് കിട്ടും, പക്ഷെ അവിടെ ഒരു പ്രശ്നം. എന്താ പ്രശ്നം? തെങ്കാശി DSP ആണ് ഞാൻ. എന്റെ വീട്ടിലും പ്രായപൂർത്തിയായ ഒരു പെണ്ണുണ്ട്. വാടോ പോയി നോക്കാം എന്താന്ന്. സാർ, തുണിക്കട മുതലാളിയുടെ കൊച്ചു പോലും തുണിയില്ലാതെ ജനിക്കുന്നത്. എന്താടോ പറയുന്നേ? നിങ്ങളുടെ മോളൊരു പെണ്ണല്ലേ? ആ വീട് കൺഫേം ചെയ്യേ. വാ സാർ, വീട് നോക്കാൻ പോയപ്പോഴേ വണ്ടി പഞ്ചറായി. ശകുനമേ ശരിയല്ല. വീട് നോക്കാൻ പോകുന്നത് EVR രാമസ്വാമി സ്ട്രീറ്റിൽ. ഇതിന് വേറെ ശകുനം നോക്കേണ്ട ആവശ്യമുണ്ടോ? സാർ വണ്ടി റെഡിയാണ് സാർ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ പേരാണ് പ്രശ്നം. വാടാ. സാർ, ഈ ഏരിയ ബ്രോക്കർ നീയല്ലേ? അതൊക്കെ മുമ്പായിരുന്നു സാർ. എന്താണ് ഒരു ബന്ധമല്ല സംസാരിക്കുന്നത്? പോലീസിനെ കാണുമ്പോൾ ഒരു പേടിയുണ്ട് സാർ. തിരുവെങ്കടത്തിന്റെ വീട് എവിടെയാ? ഈ വീടാണ് സാർ. ഈ വീട് ഒഴിഞ്ഞിടക്കല്ലേ? അതെ സാർ. അത് തുറക്കാം സാർ. പോലീസുകാരോടാ കളി. തുറന്നു സാർ. വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ രാവിലെ സാധനങ്ങൾ മാറ്റും. സാറേ, ആ നിൽക്കുന്നതാ തിരുവെങ്കടം. ആരാടോ അത്? ഇവിടെ പുതുതായിട്ട് വന്ന DSPയാ. വീട് കണ്ട് ഇഷ്ടപ്പെട്ടു, അഡ്വാൻസ് തന്ന് പോയിരിക്കുക. അവന് പെൺകുട്ടിയുണ്ടോ? സാറേ, പോലീസിനെ കണ്ടപ്പോ തന്നെ കൈയും കാലും വിറയ്ക്കുക. പിന്നെ എങ്ങനെ പെൺകുട്ടി ഉണ്ടെന്ന് ചോദിക്കുന്നത്? റൂളാണ്. അവന് പെൺകുട്ടി ഇല്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്യും ഞാൻ. പെണ്ണിന് ഞാൻ ഇനി എവിടെ പോവാനാ? എനിക്കേ കല്യാണം ആയിട്ടില്ല. പെണ്ണില്ലെങ്കിൽ ഇയാള് വെടിവെക്കുമെന്ന് പറയുക. വീട് കൊടുത്തില്ലെങ്കിൽ അയാള് വെടിവെക്കും. ഛേ, കുറയാനല്ലേ ഓടുന്നേ? ഇതുപോലെ അടി കിട്ടിയ കൊഴുപ്പ് കുറയും. കറക്റ്റാ സിസ്റ്റർ. എന്നെ കണ്ട സിസ്റ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? മാറിക്കട. കണ്ടില്ലേ, ആണി അടിച്ചിട്ട് കേറുന്നില്ല.
വീട് നോക്കിയോ ഇല്ലയോ? നീ ഇഷ്ടപ്പെടുന്ന മാതിരി ഒരു നല്ല വീട് നോക്കിയിട്ടുണ്ട്. എന്നെ ഇപ്പൊ തന്നെ എല്ലാം പാക്ക് ചെയ്താലോ? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ആ വീട് നമുക്ക് വേണ്ട. നമുക്ക് ഇവിടെ തന്നെ നിക്കാം. എന്താ അമ്മേ, എന്നെ വിശ്വാസമില്ലേ? അങ്ങനെയല്ലടി. അമ്മ പറയുന്നിട്ട് അങ്ങനെ തോന്നും. ഡാഡി, നമ്മൾ ആ സ്ട്രീറ്റിൽ പോകുന്നു. ഇതുവരെ അവര് കണ്ട പെണ്ണിനെ പോലെ അല്ല ഞാനെന്ന് തെളിയിക്കും. എന്താ ഡാഡി ഒന്നും മിണ്ടായിരിക്കുന്നേ? എന്നെ വിശ്വാസമില്ലേ ഡാഡിക്ക്? ഉണ്ട് മോളെ, അതുകൊണ്ടല്ലേ ഡാഡി ആ വീട് തന്നെ വാടകയ്ക്ക് എടുത്തത്. സൂപ്പർ ഡാഡി. വേണ്ട കേട്ടോ, അവള് പറയുന്നൊന്നും കേക്കല്ലേ. നീ ചുമ്മാ ഇരിക്കടി. എന്റെ മോളെ എനിക്ക് നല്ല വിശ്വാസാ. ഞാനും എന്റെ മോളും കൂടി ആ കുടുംബത്തിന് ഒരു നല്ല പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതിരിക്കട്ടെ ഡാഡി, ഞാൻ ടീച്ചറിനെ കുറിച്ച് ഡാഡിയോട് പറഞ്ഞിരുന്നല്ലോ, അതെന്തായി? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ നിനക്ക് ജോയിൻ ചെയ്യാം. പെണ്ണെന്തായാലും ഉണ്ടല്ലോ. വെടിവെക്കും ഞാൻ. അയ്യോ, പെണ്ണില്ലെങ്കിൽ അയാൾ വെടിവെക്കും. ഇന്ന് എന്റെ കാര്യം പോക്കാം. അയ്യോ എന്റെ അമ്മേ, പെണ്ണുണ്ട്. ഇയാള് നിങ്ങൾക്ക് ചേട്ടനെ പോലെയാ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഇയാൾ ചെയ്തു തരും. ശരി, സാറകത്ത് വേണം. അമ്മേ, എന്ത് സഹായം വേണ്ടേ? അമ്മയ്ക്കോ എനിക്കോ? എന്താടി? അല്ല, അയാളോട് ചോദിക്കാൻ പറഞ്ഞോണ്ടാ. ഇപ്പൊ അതാണ് പ്രധാനം. ആർക്കായാലും നമുക്കെന്താ, അകത്തേക്ക് വാ. എടോ, എന്തോ ഇങ്ങോട്ട് വാടോ. സർ, പെൺകുട്ടിയുണ്ടോ? നമ്മൾ വിചാരിച്ചേക്കാളും ഒരു അല്പം കൂടി അടിപൊളി പെണ്ണ. പെണ്ണൊരുമാതിരി ബണ്ണ് പോലെ ഉണ്ട്. അവളുടെ അമ്മ. സാറേ, എടാ ഞാനല്ലേ ചോദിച്ചോ, നീ എന്തിനാ പേടിക്കുന്നത്? വച്ചോ, പോയി പുട്ടടി. ഇനി കളി തുടങ്ങാം. അയ്യോ, ഈ കളം കടന്ന് തുള്ളുന്ന തുള്ളു കണ്ടില്ലേ? ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കോ ദൈവമേ. എടി അഞ്ജലി, നീ എവിടെ പോവാ? ടെറസിൽ തുണി വിരിക്കാൻ പോവാമ്മ. നീ ഒന്നും ചെയ്യണ്ട, അവിടെ വെച്ചേക്ക്, ഞാൻ പോയി ഇട്ടോളാം. സൂക്ഷിച്ചമ്മേ, ചിലപ്പോ അമ്മ അവര് ലൈൻ അടിക്കും. പാവം എന്റെ അച്ഛൻ. നീ പോ മോളെ. എന്തിനാ അവള് ടെറസിലേക്കൊക്കെ പറഞ്ഞയക്കുന്നത്? എന്താടി? ഓപ്പോസിറ്റ് വീടിനെ കുറിച്ച് അറിയില്ലേ? ഡേ, വീണ്ടും ഞാൻ പറയാ, എന്റെ മോളെ എനിക്ക് നല്ല വിശ്വാസാ. പോയി ഭക്ഷണം എടുത്തു വെക്കടി. എന്റെ വായടപ്പിക്കാൻ നോക്കോ? എന്താ മാഡം? ഇത് അഞ്ജലി. ഹലോ, പുതുതായി വന്ന ഇംഗ്ലീഷ് മിസ്സാ. ഓക്കെ മാം. എല്ലാരും ഒന്ന് കാണിച്ചു. ഓക്കെ മാം. വീട് എവിടെയാ? രാമസ്വാമി സ്ട്രീറ്റില്. എന്താ ടീച്ചർ പറയുന്നത്? എന്തായാലും ആ സ്ട്രീറ്റിനെ കുറിച്ച് പറയുമ്പോ പേടിക്കുന്നേ? അവിടെ താമസിക്കാൻ പാടില്ലേ? താമസിക്കാം. ആ സ്ട്രീറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ പറയുന്നത്, അതോ അറിയാത്തോണ്ടാണോ? അല്ല, അറിഞ്ഞു തന്നെ പോയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുടുംബത്തെ പേടിക്കാം, പക്ഷേ ഞങ്ങൾ ആ കുടുംബത്തെ എന്താ ചെയ്യാൻ പോണെന്ന് പോകെ പോകെ മനസ്സിലാവും. നമസ്കാരം സാർ. വളരെ ക്രിട്ടിക്കലാണ് സാർ. രക്ഷപ്പെടാൻ പാടാ. എന്താ നടന്നെന്ന് പറ. സാറേ, എല്ലാം കുടിയന്മാര്. ബിവറേജ് പോയി കുടിച്ചിരിക്കുക. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അതാ പ്രശ്നം. ഡ്യൂപ്ലിക്കേറ്റോ? എന്നിട്ട് സെയിൽസ്മാനെ അറസ്റ്റ് ചെയ്തോ? ചെയ്തു സാർ. ഇതിനെല്ലാം കാരണം ചെങ്കോട്ട പെരുമാളാണ്. ആരാവൻ? ഇവിടെ നടക്കുന്ന കൊട്ടേഷൻ, ഗുണ്ടായിസം, കള്ളവാറ്റ്, കള്ളപ്പണം, ഇതിനെല്ലാം കാരണം അവനാ സാർ. പക്ഷെ അവനെതിരെ എന്ത് കേസെടുത്താലും മിനിസ്ട്രിയിൽ നിന്ന് കോള് വരും സാർ. ഇനി ഒരാഴ്ചക്കുള്ളിൽ എല്ലാം നിർത്താൻ പറ. ചേട്ടാ, ഇൻസ്പെക്ടർ വരുന്നു. എന്താ സാറേ പെട്ടെന്നൊരു വരവ്? പുതിയ DSP ചാർജ് എടുത്തിട്ടുണ്ട്. എന്താ കൈക്കൂലി ചോദിച്ചോ? ഇല്ല, ഉടനെ എല്ലാം തന്നെ നിങ്ങളോട് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താ മൂത്രം ഒഴിക്കുന്ന കാര്യമാണോ പെട്ടെന്ന് നിർത്താൻ? ചേട്ടാ, അതും അത്ര പെട്ടെന്നൊന്നും നിർത്താൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. നാളെ വന്ന് കാണാന്ന് പറ. പോ. അപ്പോ ഞാനൊന്ന് ഇറങ്ങട്ടെ. ചേട്ടാ, പോലീസുകാരെയൊക്കെ നിങ്ങൾ കയ്യിലെടുത്തോ? കാക്കി ഷർട്ടിനെയൊക്കെ പേടിച്ചാ ഈ വെള്ള ഷർട്ട് ഇടാൻ പറ്റൂല, മനസ്സിലായോ? എന്താ അളിയാ, എപ്പോ നോക്കിയാലും ഈ പെണ്ണിന്റെ ഫോട്ടോയും നോക്കി ഇരിക്കുകയാണല്ലോ. ലൈൻ അടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി. പെണ്ണിനൊന്നും നോക്കടാ. ആളിയാൻ വന്നല്ലോ. എന്താ മോനെ, തെരുവിലൊരു പുതിയ പെണ്ണൊന്നു കേട്ടല്ലോ. ആര് വന്നാലും നമുക്കെന്താ പ്രയോജനം? ഇവന്റെ വീട്ടുകാരെ നോക്കാതെ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കറക്റ്റാണ് നീ പറഞ്ഞേ. എന്റെ അച്ഛൻ കറക്കിയ പെണ്ണിനെ നിന്റെ അച്ഛൻ കറക്കിയെടുത്തു. പിന്നെ
ഇവന്റെ അച്ഛൻ കറക്കെടുത്ത പെണ്ണിനെ വേറെ ആരാണ്ട് അടിച്ചോണ്ട് പോയി. അതേപോലെ ഈ പെണ്ണിനെ കറക്കേണ്ടത് അളിയന്റെ പണിയാ. എന്താ ശരിയല്ലേ? എനിക്ക് കുട്ടിക്കാലം മുതൽ പ്രേമിക്കുന്ന ഇഷ്ടമല്ല നിങ്ങൾക്ക് അറിയില്ലേ? പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നോക്കിക്കോ. ടീ ക്യാൻസൽ. എടാ ആ പെണ്ണിനെ ഞാൻ വീഴ്ത്തി കാണിച്ചു തരാ. അവളെ അച്ഛനാരാണെന്ന് നിനക്ക് അറിയാലോ അല്ലേ? സൂക്ഷിച്ചോ. ഈ സ്ഥലത്താണ് ആ DSP ട്രാൻസ്ഫർ ആയി വന്നിരിക്കുന്നത്. അയാളുടെ മോൾ ആരെയാണ് പ്രേമിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അവനെ തട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അതേട്ടാ. എടാ മാരി ആ കത്തിങ് എടുക്കടാ. അവനെ നമുക്ക് കൊല്ലണം. ഇതല്ലേ ഞാനും നേരത്തെ പറഞ്ഞ. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഞാനാണ് ചെങ്കോട്ട പെരുമാൾ. എന്താ കാര്യം? എല്ലാം നിർത്താൻ പറഞ്ഞു കേട്ടു. അതാ വന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കണ്ടല്ലോ അല്ലേ? പൊയ്ക്കോ. എടുത്തോളൂ സാറേ. മര്യാദയ്ക്ക് പൊയ്ക്കോ. പുതുതായിട്ട് വരുന്ന സാറന്മാരെല്ലാം നേതാജിയെ പോലെ സത്യവന്മാരായിരിക്കും. ഗാന്ധിജിയെ കണ്ട അഹിംസാവാദിയായിട്ട് മാറും. ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട്. മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത്. കൊന്നുകളയും ഞാൻ. അകത്ത് വയ്ക്കും സാറേ. ഇതുപോലെ എത്ര വിരട്ടുകളാ ഞാൻ കണ്ടിട്ടുള്ളത്. ഓലപ്പടക്കം കാണിച്ച് പേടിപ്പിക്കല്ലേ സാറേ. എന്താടോ ഷർട്ട് തേച്ച് കഴിഞ്ഞോ? നിങ്ങളുടെ ഷർട്ട് തേച്ചോണ്ടിരിക്കുന്നത്. എന്താടോ ഇത്? ഒരു ഷർട്ട് 1.5 മണിക്കൂർ കൊണ്ടാണോ തേക്കുന്നത്? ഒന്ന് പെട്ടെന്ന് ആവട്ടെ. 10 കൈയുണ്ടോ? ആകെ 2 കൈയല്ലേ ഉള്ളൂ. അത് വെച്ച് തേച്ചെടുക്കണ്ടേ? ഒന്ന് പെട്ടെന്ന് തേച്ചിട്ട് താ. തിയേറ്ററിൽ പോകാൻ സമയമായി. നിക്ക നീ ധൃതി വെക്കാതെ തേച്ച് തരാം. സ്കൂളിൽ പോകാൻ സമയമായി. പെട്ടെന്ന് നിന്ന് തേച്ചു തന്നെ. അവിടെ വെച്ചിട്ട് പോ. ഞാൻ തേച്ച് വെച്ചേക്കാം. ബനിയനിട്ടോണ്ട് വന്നോണ്ടാണോ പെട്ടെന്ന് തേക്കുന്നത്? അങ്ങനെയൊന്നുമില്ല മോളെ. അപ്പൊ ഞാൻ ബനിയനിട്ടോണ്ട് വരട്ടെ? അയ്യോ അതൊന്നും വേണ്ട. എന്നെ വിട്ടേക്ക്. എന്തോന്ന് കുടുംബാണോ? ഒരു പെണ്ണ് സംസാരിക്കുന്ന എങ്ങനെ? കുടുംബം സാറേ. സാറ് വെക്കോ. താനല്ലേ വീട് വാടക എടുത്ത് കൊടുത്തേ. തനിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങതാ മോളെ തേച്ച് തരാം. ധൃതിയൊന്നുമില്ല. നാളെ തേച്ചോളാം. അപ്പൊ അയൺ ചെയ്യാൻ വന്നതല്ല, അവനെ ലൈൻ അടിക്കാൻ വേണ്ടി വന്നതാ. ഷർട്ട് പോലും ശരിക്കിടാതെ എങ്ങോട്ട് പോവുക? എടാ മുട്ടത്തലയാ, ഇവിടെ എന്താ നടക്കുന്നത്? അതിനു വേണ്ടി ഒന്നും നടന്നില്ലല്ലോ. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വര വരച്ചാലേ അവിടെ റോഡ് കൊണ്ടിടും. ഈ പെണ്ണെന്തെന്ന് വെച്ചാലേ വര ഇടാതെ തന്നെ റോഡ് ഇടും. നിങ്ങളുടെ ചെറുക്കനുണ്ടല്ലോ, അവളെ കണ്ടപ്പോ തന്നെ ഓടി രക്ഷപ്പെട്ടു. അവ ഓടാതെ പിന്നെ എന്ത് ചെയ്യും? നിങ്ങളല്ലേ സ്റ്റാർട്ട് ചെയ്ത് വിടേണ്ടത്. ചില വണ്ടി താനേ സ്റ്റാർട്ട് ചെയ്യും, ചില തള്ളി സ്റ്റാർട്ട് ആകും. ഇതെങ്ങനെ സ്റ്റാർട്ട് ആവും അറിയില്ലല്ലോ. ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ താൻ ഒന്നും പറയണ്ട. താൻ തേക്കുന്ന ജോലി നോക്ക്, ഞാൻ തുടക്കുന്ന ജോലി നോക്കാം. ഒന്ന് മിണ്ടാതിരിക്കണം. അടച്ചിട്ട് എങ്ങനെ തേക്കും? വായ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേക്കണം. തേക്ക് തേക്ക്. മര്യാദക്ക് ജോലി ചെയ്യാൻ പോലും അറിയത്തില്ല. എന്താ ടീച്ചർ, ആ സ്ട്രീറ്റിലെ താമസമൊക്കെ എങ്ങനെയുണ്ട്? ടീച്ചർ പറഞ്ഞ എല്ലാ കാര്യവും സത്യം. എന്താ പറയുന്നേ? അതെ, ഇന്ന് ആ വീട്ടിൽ ഒരുത്തൻ എന്നെ ഷർട്ടില്ലാതെ ഇംപ്രസ് ചെയ്യാൻ നോക്കി. എന്താ ടീച്ചറെ, 6 പാക്ക് ആണോ? ഫ്രീ ആയിരിക്കുമ്പോ സ്ട്രീറ്റിലോട്ട് വാ, കാണിച്ചു തരാം. അയ്യോ സാർ, പെരുമാളിന്റെ കേസിൽ ഹോസ്പിറ്റലായ 7 പേരിൽ ഒരാൾ മരിച്ചുപോയി സാർ. FIR എഴുതോ? യെസ് സാർ. ഡിവറേസി പോയി നമ്മുടെ ആൾക്കാർക്ക് പണം കൊടുത്തേ. ശരി മുതലാളി. പെട്ടെന്ന് കൊണ്ടേ കൊടുക്കും. ഒറ്റ ഒരുത്തനെയും വിടരുത്, എല്ലാവനെയും പിടിച്ചു കയറ്റും. ചേട്ടാ, പോലീസ് ചേട്ടാ. ഫോറിൻ സാധനം ഒറിജിനൽ വാങ്ങി അടിച്ചാൽ അതിലും ഡ്യൂപ്ലിക്കേറ്റാ. പിടിച്ചു കയറിടാവനെ. നിന്റെ മദ്യം കഴിച്ച് 2 പേര് മരിച്ചു. മിനിസ്റ്റർക്ക് ഞാൻ ഫോൺ ചെയ്യട്ടെ? നിനക്ക് തന്ന സമയം കഴിഞ്ഞു. DSP, പിന്നീട് താൻ ദുഃഖിക്കേണ്ടി വരും. നീ പുറത്തിറങ്ങിയാലല്ലേ. എന്താടാ ഇതാദ്യമേ തന്നൂടായിരുന്നു. പിടിച്ചു കയറിടാവനെ. സാറേ, ഇതാ കേറ്റിക്കൊണ്ടിരിക്കുക. നടക്കടാ. പാടി വേഗം വാ. ചേട്ടാ, പോലീസുകാരന്റെ കുടുംബം എന്ന് പറയുമ്പോ അഹങ്കാരം പിടിച്ചവരല്ലേ. നമ്മളൊക്കെ വിളിച്ച അവര് വരുവോ?
പോലീസുകാർ എപ്പോ വിളിച്ചാലും നമ്മൾ സ്റ്റേഷനിലേക്ക് പോയില്ലേ, അതുപോലെ നമ്മളെ വിളിക്കുമ്പോ അവർ നമ്മുടെ വീട്ടിലേക്കും വരണം. അതുപോലെ അഹങ്കാരമുള്ള ആൾക്കാർ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിന്നെ പോലെ വീട്ടിലും അടുപ്പിക്കില്ല, വെളിയിലും അടുപ്പിക്കില്ല. എന്റെ ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധമായത്. സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. ഇന്ന് വീട്ടിലാണെങ്കിൽ വൈകുന്നേരം പൂജയുണ്ട്. അതിനുവേണ്ടി നിങ്ങളെയും അഞ്ജലിയെയും ക്ഷണിക്കാൻ വന്നതാ. പെണ്ണിന്റെ അമ്മ മുഖം വീർപ്പിച്ചിരിക്കുക. ഒന്നുമില്ല, നിങ്ങൾ വന്നാൽ വളരെ സന്തോഷാവും. വിളിച്ചതില് വളരെ സന്തോഷമുണ്ട്. സോറി, ഞങ്ങൾ അമ്പലത്തില് പോവാ, അതുകൊണ്ട് വരാൻ പറ്റില്ല. ഞങ്ങളുടെ വീട് ഒരു അമ്പലം പോലെയാ. വന്ന് കണ്ടേ, ശിവന്റെ അമ്പലം പോലെ ഇരിക്കും. ശരിയാ. എന്താ വന്നത്? എന്താ കാര്യം? വാടി നീ ഇങ്ങോട്ടേക്ക്. അത് പിന്നെ അങ്കിൾ വീട്ടിൽ പൂജ നടക്കുക, അതിനുവേണ്ടി ക്ഷണിക്കാൻ വന്നതാ. നീ അഞ്ജലിയെ വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോക്കോ. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് നിങ്ങൾ നല്ല സുന്ദരിയാണ് കേട്ടോ. വരണം. എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ വാ പോവാ. എന്താ ബ്രോ ബൊമ്മയെപ്പോലെ നിൽക്കുന്ന പോന്നില്ലേ? അതല്ല സിസ്, അമ്മയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ വരുവാണെങ്കിലേ നിങ്ങളെ വിശ്വസിച്ച് കുറെ പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ബ്രോ? അല്ലല്ല, നിങ്ങൾക്ക് വേണ്ടി ചുണ്ടൻ പൊരി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊരി വെച്ച് പിടിക്കാൻ ഞാൻ എന്താ എലിയാണോ? അഞ്ജലിയാ. വരാം വരാം. ഇത് പഴമാണെന്ന് തോന്നുന്നു. പഴം ഞങ്ങളുടെതാ. ഞാൻ ഇഡ്ഡലിയാണെന്ന് വിചാരിച്ചു. ഒന്ന് പെട്ടെന്ന് പോയി അനിയ, രാഹുലം കഴിയാറായി. എന്തേട്ടാ, പെണ്ണിന് നല്ല നിറമൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞ അനിയ, പെണ്ണുണ്ടല്ലോ പൂവൻ പഴം പോലെ ഞാൻ സത്യം പറഞ്ഞതാ. പെണ്ണുണ്ടല്ലോ തമനെ പോലെ ഇരിക്കും. പെണ്ണ് തമനെ പോലെ അല്ലെങ്കിൽ ഞാൻ കവണ കൊണ്ട് തന്നെ തൂക്കി അടിക്കും. അത് ആദ്യം മനസ്സിലാക്കി. എന്റെ മാമ അവൻ കള്ളം പറയാ. വെറുതെ വളവളന്ന് സംസാരിക്കാതെ വണ്ടി എടുക്കുക. അവിടെ പെണ്ണ് വെയിറ്റിംഗില്ല. കറക്റ്റ് സമയത്ത് വന്ന് നമസ്കാരം. ഇതാ പെണ്ണിന്റെ അച്ഛൻ. ഭാഗത്തേക്ക് പോവാ. നമസ്കാരം. ഇതാണ് പെണ്ണിന്റെ അമ്മ. അതെങ്ങനെയാ, വളരെ അന്തസ്സുള്ള കുടുംബമാണ് ഇവരുടേത്. ആരാ മാമ ഈ പച്ചക്കാട്ട് കൊടുക്കുന്നുണ്ട്? അത് അങ്ങേരോട് ചോദിക്കും. മോളെ വരാൻ പറയട്ടെ. പച്ച താമസിപ്പിക്കുന്നതിനാ, പെട്ടെന്ന് വിളിക്കേ. പോട്ടെ. പൂവമ്പഴം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നല്ലോണം നോക്കി വനിയാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പൂവൻ പഴം പോലെ ഉണ്ടത്. അവിടെ പിന്നെ കൊടുക്ക, ഇങ്ങോട്ട് വാ. ഇത് പൂവമ്പഴമല്ലടാ, കരിഞ്ഞ പൂവമ്പഴയാ. ഇതെടുത്തോന്നേ, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട്. ചേട്ടാ പ്ലീസ് ടേക്ക് ഇറ്റ്. നിങ്ങൾക്കും. അളിയാ, ശരിക്കും നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? എണിച്ചു വന്ന അളിയാ, നമുക്ക് ഇതിനെക്കാട്ട് നല്ല സെറ്റപ്പ് ആക്കാം. അവിടെ എന്താ രണ്ടുപേരും സംസാരിക്കുന്നത്? ചക്കക്കുരു കഴിച്ചായിരുന്നു, അതാ കൊച്ചു കൊച്ചു സംസാരിക്കുന്ന. നിങ്ങളൊന്നും മിണ്ടായിരിക്കേ. പയ്യന് പെണ്ണിനെ വളരെ ഇഷ്ടപ്പെട്ടതാ പറഞ്ഞ. പയ്യനെന്റെ മോളെ പിടിക്കുമെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്റെ മോക്ക് പയ്യനെ പിടിക്കണം, അതാണ് പ്രധാനം. മോളെ ഐശ്വര്യ. എന്താ പേര് വിളിച്ച? ഐശ്വര്യ. നാട്ടുകാർ കേക്ക് അങ്ങനെ വിളിക്കരുത്. ഈ പയ്യനെ നിനക്ക് ഇഷ്ടമായ മോളെ? പെണ്ണിന് എന്തോ രോഗമുള്ളത് പോലെ തോന്നുന്നു. നാണം കൊണ്ടാ? അത് കണ്ടപ്പോഴേ തോന്നി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡാഡി. പയ്യൻ ഭാഗ്യം ചെയ്തോനാ. മോൾ എത്രയോ പേരെ കണ്ടതാ, ഇഷ്ടപ്പെട്ടില്ല ഒന്നും. ആദ്യമായിട്ടാ ഇങ്ങനെ. അപ്പോഴേ മോനെ, നാളെ തന്നെ കല്യാണം വെക്കാമെന്ന് പറഞ്ഞാലും എനിക്കൊരു വിഷയവും ഇല്ല. അത് പിന്നെ പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാം, അകത്തുള്ള കാര്യങ്ങളെല്ലാം ദേവൻ നോക്കും. അളിയാ, ഇപ്പോഴാണ് മനസ്സിലായി ഈ കളർ കോമ്പിനേഷന്റെ കാര്യം എന്താന്ന്. പെണ്ണിനെ കണ്ടപ്പോഴേ മനസ്സിലായി വീട്ടുവേല മൊത്തം ഇവനാ ചെയ്യുന്നതെന്ന്. അളിയനെ എന്ത് കണ്ടിട്ടാ ഓക്കെ പറഞ്ഞേ? ഈ പയ്യനെ കല്യാണം കഴിച്ചാ പുതിയ പുതിയ സിനിമകൾ കാണാലോ, അതാണ് ഞാൻ ഓക്കെ പറഞ്ഞേ. ചെറുക്കന് സ്വന്തമായിട്ട് തിയേറ്റർ ഉണ്ടല്ലോ. ഈ ചെറുക്കനെ കല്യാണം കഴിച്ചാ ആഴ്ചക്ക് എനിക്ക് പുതിയ സിനിമ കാണാലോ, അതാണ് ഓക്കെ പറഞ്ഞത്. എന്ത് പ്രാന്തായി പറയുന്നത്? തീയിൽ കൈ വെച്ച ആസനത്തിൽ ബോംബ് ഓട്ടാൻ പോവാ. ഇവനെ കല്യാണം കഴിച്ചാൽ നീ നടു റോഡിൽ നിൽക്കേണ്ടി വരും. എന്താ ചേട്ടാ പറയുന്നേ? എന്റെ അമ്മാവന്റെ കണ്ടീഷൻ എന്താ? പ്രേമിച്ച് കല്യാണം കഴിച്ചാല് സ്വത്തിന്റെ പങ്ക് കിട്ടും, അല്ലെങ്കിൽ രണ്ടും തെണ്ടിത്തിരിയും. നീ തീരുമാനിച്ചോ? അയ്യോ, ചെറുക്കൻ തിയേറ്റർ ഓണർ ആയതുകൊണ്ടല്ലേ കാണാൻ കൊള്ളില്ലെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞത്. കൊള്ളില്ലെന്നോ? പടം കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഈ ചെറുക്കനെ വേണ്ട. അയ്യോ, എന്തായാലും രക്ഷപ്പെട്ടു. മോനെ, നീ എന്നോട് ക്ഷമിച്ചേ പറ്റൂ. എന്റെ മോള് ഭയങ്കര ദുർവാശിയാ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മോനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലായല്ലോ. എല്ലാ ജോലി അവനല്ലേ ചെയ്യുന്നേ. നീ എണിച്ചു വന്നാളിയാ, അവസാനം വരെ ഇത് വായി തന്നെ ഇരിക്കട്ടെ. വച്ചോ, വന്നേളിയാ. ചേട്ടാ 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 ഒന്ന് നിന്നേ. ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചേട്ടാ ഒന്ന് നിന്നേ ചേട്ടാ. ചേട്ടാ 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 പോലെ ചേട്ടാ. ഞാൻ എന്തായാലും പെൺകുട്ടിയോട് പറഞ്ഞ് എല്ലാം ശരിയാക്കി തരാം ചേട്ടാ. നീ ചെയ്യുന്ന ജോലിക്ക് അവര് തടസ്സമാണല്ലേ? നീ ചെയ്യുന്ന ജോലി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കല്ലേ. ചേട്ടാ 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 പോലെ ഞാൻ ശരിയാക്കി തരാം ചേട്ടാ. ചേട്ടാ 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 പോലെ ചേട്ടാ ചേട്ടാ പോലെ ചേട്ടാ.
ഒരു ക്വാർട്ടർ അടിക്കുന്നതിനെക്കാട്ടി എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ ഈ ബിയർ അടിക്കാൻ. ഇത് കണ്ട എന്താളിയാ ഒരു ടെൻഷൻ? നിങ്ങൾ എന്റെ കൂടെയുള്ളപ്പോ എനിക്ക് മനസ്സമാധാനം കിട്ടും മാമ. എന്താണളിയാ ഇങ്ങനെ പറയുന്നത്? അവിടെ പെണ്ണ് കാണാൻ പോയ സ്ഥലത്ത് കട്ടപ്പയെ പോലെ മുതുകി കുത്തിയിട്ട് ഇവിടെ സെറ്റപ്പായിട്ട് ഇരിക്കുകയാണല്ലേ. കട്ടപ്പ മുതുകി കുത്തിയെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കുമല്ലോ. അതുപോലെ ഞാനിവിടെ സെറ്റപ്പായിട്ടിരിക്കുന്നതിനൊരു കാരണമുണ്ട്. അതറിയാവോ? ഫ്ലാഷ് ബാക്ക് ആണോ? ബദാം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പൂവ്. ഞാൻ ആ മൂഡിലേക്കൊന്ന് വന്നോട്ടെ. അവള് വന്നവിടുന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് കടിച്ച് തിന്നു. വന്നല്ലോ. ഇന്ന് ഞാൻ വളരെ വളരെ ഹാപ്പിയാ. ഇതാ ചേട്ടാ പാല്. പാല് ചെമ്പ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇങ്ങോട്ടിരിക്ക. ഇതെന്താ രാവിലെ ചെയ്യാനുള്ളതൊക്കെ രാത്രി തന്നെ ചെയ്യുവാണോ? ലൈറ്റ് ഞാൻ അണച്ചേക്കട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കും അതാണ് ഇഷ്ടം. ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കാലിന്ന് തുടങ്ങാം. എന്താ ചെയ്യുന്നേ? ഫസ്റ്റ് നൈറ്റിൽ എല്ലാരും ചെയ്യുന്നത് എന്താണോ അതല്ലേ ഞാൻ ചെയ്യുന്നത്. ആദ്യം അറേഞ്ച് മാരേജ് കഴിക്കുന്ന പിടിവാശി കാണിക്കുന്ന ജെമിനിയെ മാറ്റി ലവ് മാരേജ് ചെയ്യിക്ക്. അപ്പോ ഫസ്റ്റ് നൈറ്റ് എന്തിനാ? ഫസ്റ്റ് പകലേ ആഘോഷിക്കാം. എന്താ ഈ പറയുന്നേ? നാളെ മുതൽ ഞാൻ തന്നെ ആ ജോലി ചെയ്തോളാം. ഇന്നത്തേക്കൊരു പ്രിവ്യൂ ഷോ ഞാൻ കാണട്ടെ. വേണ്ട. അല്ലടാ, നമുക്ക് വേണ്ടിയിട്ട് ബെഡ്, പൂവ്, ഫ്രൂട്ട്സ്, പാല്, ബദാം എല്ലാം ഒരുക്കിയിരിക്കുകയല്ലേ. നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇന്ന് ഒരേ ഒരു ദിവസത്തേക്ക് മാത്രം. നിങ്ങൾ ഇനി ഒന്നും മിണ്ടണ്ട. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇതാണ് എന്റെ തീരുമാനം. ഇത് തന്നെയായിരിക്കും എന്റെ തീരുമാനം. സിമന്റ് വെച്ചടയ്ക്കണം. എനിക്കൊരു വാഴപ്പഴവും ഗ്രീൻ ടീയും തന്നാ മതി. വാഴപ്പഴം കഴിക്കേണ്ട സമയത്ത് ഗ്രീൻ ടീ അല്ലേ കുടിപ്പിക്കുന്നത്. അംബാസിഡറിന്റെ ഡിക്കി പോലുള്ള ഈ മുഖം വെച്ചിട്ട് എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ. ഇതാണ് അളിയ നടന്നത്. ഇത് പാല് കലക്കി കൊടുക്ക്. നടക്കണ്ടൊക്കെ നടന്നോളൂ. ഇനി എന്റെ ജീവിതത്തിൽ കൈയെടുത്താൻ പാടില്ല. എന്താ സാധനം? പെട്ടെന്ന് കൊണ്ടുപോയി നോക്കാം. എന്താ തന്നിട്ട് പോയത് അളിയൻ? ഒന്ന് മതി, നിന്ന് കത്തും. ഒന്നല്ല 9 കഴിപ്പിക്കും. നേരം വെളുക്കുന്നത് വരെ കത്തിക്കും. തലയ്ക്ക് തളം വയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനും തളം വയ്ക്കോ? അടുക്കളയിൽ ആരുമില്ല. ഇത് നിനക്ക് മറക്കാൻ പറ്റാത്ത ദിവസം. ഈ സാധാരണ മതൻ മന്മഥനാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഐറ്റം എവിടെ? ചൂടാക്. ഒഴിക്കട. സൂപ്പർ. ഗുളിക ഇട്ട് കഴിഞ്ഞു. ഇനി ചക. എടാ മോനെ, എടാ എവിടെടാ ഇത്? 10 മണിക്ക് മദ്യഷാപ്പ് പൂട്ടുവോ ഇല്ലയോ? പക്ഷെ എന്റെ പിള്ളേര് കഥ അടയ്ക്കും. എടാ, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ജനിച്ചില്ലേ, പിന്നെ എന്തിനാടാ മുറി കയറി നേരത്തെ കഥ അടയ്ക്കുന്നേ? നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മരുമോനെ, കയ്യിൽ എന്തുവാടാ വെച്ചേക്കുന്നേ? പാല്. ആർക്ക്? നിങ്ങളുടെ മോക്ക്. ഇങ്ങോട്ട് വാടാ. ഇവിടെ ഞാൻ വരൂല. ഇവിടെ വാടാ. ഇവിടെ പെട്ടെന്ന് അമ്മാവൻ വന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നോ? 3 ദിവസമായിട്ട് തുണിക്കടയിലെ കണക്ക് നോക്കാൻ പറ്റിയില്ല. പോയി എടുത്തോണ്ടോ. ഇപ്പൊ തന്നെ നോക്കണം. പോയി എടുത്തോടാ. അതെന്തിനാ കൊണ്ടുപോകുന്നേ? ഇവിടെ വച്ചിട്ട് പോടാ. വയ്ക്കടാ. പോ. മാമനാണെങ്കിലും കാരന്റെ സ്വഭാവ സമത്തേനെ വന്ന് കയറി. ഒന്നും ശരിക്ക് ചെയ്യത്തില്ല. എന്തെങ്കിലും ചോദിച്ചാ എന്ത്, എന്തിന്, എങ്ങനെയെന്ന്. ഇവനെയൊക്കെ കെട്ടിച്ച് വിട്ടതാ എന്റെ കുഴപ്പം. രാത്രി എല്ലാം പറഞ്ഞിട്ടൊരു കാര്യമില്ല. 3 ദിവസം നോക്കിയില്ല. ഇപ്പൊ കണ്ടു. ഇനി കൊണ്ടു. എടാ, കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ നാളെ വെച്ചാ പോരെ? ഇപ്പൊ കൊണ്ടുവയ്ക്കണം. ഇല്ലിപ്പുട്ടെ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ആദ്യം അവന്റെ ചെവി പരിശോധിക്കണം. എന്തോ കുഴപ്പമുണ്ട്. ഒരു നെഞ്ചരിച്ചില് തോന്നി. ഞാൻ തന്നെ എടുത്ത് കുടിച്ചു. അതങ്ങനത്തെ പാലല്ല അമ്മാവാ. ഈശ്വര, ഇനി എന്തൊക്കെ നടക്കുമെന്തോ. അതിലേറെ കുറ്റിയിട്ടു. അമ്മായി ചത്തത് തന്നെ. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. സൈലന്റ് മോഡിട്ടിരിക്കുകയാണോ? വാളിയം തന്ന മരുന്നും പോയി. ഉള്ളതെല്ലാം മാമനും കൊണ്ടുപോയി. ഇപ്പൊ എന്ത് ചെയ്യുമ്പോ? അമ്മായി എന്താ മരുമോനെ? പറഞ്ഞു അമ്മായി. അമ്മാവൻ എന്ത് പാലാ കൊടുത്തേ? പശുവും പാലോ?
അവനാ പാൽ അല്ല മുഴുവൻ പാലും കുടിച്ച അമ്മായി. വയസ്സായ കാലത്തില് എന്റെ ശരീരം താങ്ങുമോ? എന്താ മരുമോനെ ഇതൊക്കെ? എന്തൊക്കെ പറഞ്ഞാലും ആളൊരു വീരനാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇന്നലെ വരെ എന്റെ ജീവിതം പ്രകാശമായിരുന്നു, ഇപ്പൊ കുറ്റാക്കൂരിട്ടായി. എവിടെ അമ്മാവനോടെ കാണാനില്ലല്ലോ. എന്റെ മരുമോനെ പറയാൻ മറന്നുപോയി, പാലുണ്ടല്ലോ സൂപ്പർ, ഡെയിലി ഇതുപോലെ എനിക്ക് കൊണ്ടുപോവാ. ഓക്കെ, 4 ദിവസം ഇതുപോലെ കുടിച്ചാ പിന്നെ വായിക്കാൻ റെഡിയേണ്ടി വരും. തിയേറ്ററുകാരനല്ലേ അടുത്ത ഷോ റെഡിയാവാൻ പോകുന്നു. എന്റെ പടം എപ്പോഴും റിലീസ് ആവുമെന്ന് അറിയാൻ വയ്യ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എനിക്കൊന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല. ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന ആരാണാവോ? ഹലോ ബ്രോ. അല്ല, വീട്ടിലെ വരലക്ഷ്മി ആരാണെന്ന് ആലോചിച്ചപ്പോ ഒറിജിനൽ വരലക്ഷ്മി തന്നെ വന്നല്ലോ. പറയൂ സീസ്. ഞങ്ങൾ വീട്ടിൽ വന്ന അന്ന് മുതൽ നോക്കുക, ഇങ്ങനെ മാറി മാറി തുടച്ചോണ്ടിരിക്കുക. ഇതെന്താ ആരും ഓടിക്കുന്നില്ലേ? ഇതെന്താ കുടുംബത്തിന്റെ ഐശ്വര്യമാണോ? എന്റെ വീട്ടിൽ ഈ ബുള്ളറ്റ് ഓടിക്കാനായിട്ട് അമ്മാവന് വീട്ടിലിരിക്കുന്ന തുണിക്കട മുമ്മൂർത്തികൾ, അവർക്ക് എന്തിന് എനിക്ക് ഈ ബുള്ളറ്റ് ഓടിക്കാൻ പറ്റില്ല. അതെന്താ ആർക്കും ഓടിക്കാൻ അറിയില്ലേ? അങ്ങനെയല്ല സീസ്, ജെമിനി മനസ്സ് വെച്ചാലേ ഈ ബുള്ളറ്റ് ഓടിക്കാൻ പറ്റൂ. അവന് ഒരു ദിവസം മനസ്സ് മാറും, ലവ് ചെയ്യും. ഒരു ദിവസം ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് കാലുപൊക്കി മുകളിൽ വെച്ച് രാജാവിനെ പോലെ ഗംഭീരമായിട്ട് വരുമ്പോ ഈ സ്ട്രീറ്റ്, ഈ തെരുവ്, എന്തിന് ഈ നാടെ അവന് വേണ്ടി കാത്തിരിക്കാം. അങ്ങനെന്താ ഈ ജെമിനി ബൈക്കും തമ്മിൽ? നമ്മുടെ വീട്ടിലെ ലവ് ചെയ്യുന്ന ബാച്ചിലർക്ക് ഈ ബുള്ളറ്റ് ഓടിക്കാൻ കഴിയും. ജെമിനി ഇതുവരെ എല്ലാത്തിലും ഫെയിലുവർ ആയി, അതും ലവ് മാരേജില്. അത് നമ്മുടെ കുടുംബ പാരമ്പര്യമാണ്. അവൻ ഈ ലവിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്തെങ്കിലും ഒരു ദിവസം അവൻ ലവ് ചെയ്യും, അപ്പൊ ഈ ബുള്ളറ്റ് ഓടുമല്ലോ. അതിനു വേണ്ടിയാണ് ഈ ക്ലീനിങ് വർക്ക്. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കും ബ്രോ. ആരാ പറഞ്ഞ ജെമിനി ലവ് ചെയ്യില്ലെന്ന്? പതിവിൽ അവനെ നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞ സീസ്? ടെറസിൽ പോയാ അവിടെയുണ്ട്, അയൺ കടയിൽ പോയാ ഷർട്ട് ഇല്ലാതെ ശരീരം കാണിച്ചോണ്ട് നിൽക്കുന്നു. ശരീരം കാണിക്കാൻ വേണ്ടി മാത്രം എന്താ ഉള്ളവന്? ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ആര്? ജെമിനി നിന്നെ നോക്കുന്നു? ഇത് ഞാൻ വിശ്വസിക്കണം? പോസിസ് വെറുതെ നുണ പറയാതെ. അവൻ ചിലപ്പോ നിന്നെ വെറുതെ നോക്കിയിരിക്കാം, പക്ഷേ ആസ്വദിച്ച് നോക്കിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക. അതെ ബ്രോ, നിങ്ങൾ പറഞ്ഞ ശരിയാ. ഇനിയിപ്പോ ഞാൻ തെറ്റായി വിചാരിച്ചാണോ? അവൻ ചിലപ്പോ നിന്നെ ലവ് ചെയ്ത് കല്യാണം കഴിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആണുങ്ങൾക്ക് റൂൾസ് ഇല്ല, പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ മരുമനായിട്ട് വന്നത്. അമ്മാവന്റെ നോട്ടത്തിൽ ചിലപ്പോൾ കല്യാണം ഉണ്ടാവാം, പക്ഷെ മനസ്സ് ശുദ്ധമാണ്. ജാതി, മത, അന്തസ് ഒന്നും നോക്കാറില്ല. ലവ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. കണ്ടില്ലേ എത്ര സന്തോഷമുള്ള കുടുംബം. മഴ വരുമ്പോലെ ഉണ്ട്. ഞാൻ എന്നാ പോട്ടെ. ഓക്കെ, ഒരു മിനിറ്റ് സിസ്. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാ. ജെമിനി തന്നെ മനസ്സ് വെക്കണമെന്നില്ല, നിങ്ങളുടെ മനസ്സ് വെച്ചാലും ഈ ബുള്ളറ്റ് ഓടും. അത് ശരി. ഓക്കെ അല്ലേ? മനസ്സിലായി കാണുമായിരിക്കും. പാട്ടുപാടി സിനിമയിൽ കമലഹാസൻ വരില്ലേ, അതുപോലെ നീയും ജെമിനിയും ഒരു ദിവസം ഈ ബുള്ളറ്റിൽ വരും. അവൻ കാലുപൊക്കി ഈ ബുള്ളറ്റിൽ വെച്ചാ എന്റെ ഭാര്യയും അതുപോലെ കാലുപൊക്കി വരും. നമസ്കാരം മുതലാളി. എന്താടോ നടക്കുന്നത്? തന്നെ കൊണ്ട് പറ്റൂലെങ്കിൽ പറ, ഞാൻ വേറെ ആളെ വെച്ചോളാം. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾക്കും അയാൾക്കും തമ്മിൽ മുജ്ജന്മ വൈരാഗ്യമുണ്ട്. ഒരു ഒത്തുതീർപ്പിനും വരുന്നില്ല. ഇപ്പൊ കന്ദസ്വാമിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേസ് എങ്ങനെയെങ്കിലും തീർക്കാം. ഇല്ലെങ്കിൽ തന്നെ ഞാൻ തീർത്തുകളയും, മനസ്സിലായോ? പോ. ശരി മുതലാളി. നന്നായിട്ട് പഠിക്കണേ, ചെറിയച്ഛനെ പോലെ. ഇപ്പോഴാണ് സ്കൂളിൽ വരുന്നേ. ഇറങ്ങുമോളെ. ഇന്ന് ശരിക്കും പണിഷ്മെന്റ് ഉണ്ട്. ടീച്ചറല്ലേ കൊച്ചച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്, അതാ ലേറ്റ് ആയത്. പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ കൊച്ചച്ഛന് കൊടുക്ക്. അത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ അകത്തേക്ക് പോ. സൂക്ഷിച്ചു പോയെ. ബൈ കൊച്ചച്ചാ. എന്താ നോക്കുന്നേ? നാളെ തൊട്ട് കറക്റ്റ് ടൈമിന് കൊണ്ടുവരണം, മനസ്സിലായോ? എന്നോട് എന്തിനാ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നത്? നിങ്ങളെ എന്നും കാണണമെന്നുണ്ട്, അതുകൊണ്ട്. ആദ്യം നീ പോയി നല്ലൊരു ഡോക്ടറെ കാണും. ടീച്ചർ, എന്താ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ അയക്കാൻ പറയട്ടെ, കാണണോ? അയ്യോ ടീച്ചറെ, എന്നെ വിട്ടേക്ക്. ഏയ്, എന്തൂരി കാണിക്കാനാ പറയുന്നത്? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെല്ല്. എവിടെയാണ് പോകുന്നത്? വിട് ചേട്ടാ, എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കുന്നു. എന്ത് ശരിയാവില്ലെന്ന്? അതല്ലേ ശരിയാവില്ലെന്ന് പറഞ്ഞത്. തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് പോവാം. നീ ധൃതി കാണിക്കാതെ അവളുടെ ലവർ അവൻ തന്നെയാണെന്ന് ആദ്യം നോക്കട്ടെ. ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവന്റെ ജീവൻ എടുക്കണം. ചെല്ലുന്നേ. ആദ്യം കുട്ടികളുടെ സ്കൂളൊന്ന് മാറ്റും. വണ്ടി എടുക്കടാ. ഒന്നും പേടിക്കണ്ട, ഇവിടെ വന്നല്ലോ. ഇനി നിങ്ങൾ ആരെയും പിരിക്കില്ല. ഡോ, നല്ല നേരം കഴിയുന്നതിന് മുമ്പ് താലെടുത്ത് കൊടുക്ക്. ഡോ സുബ്രഹ്മണി, നീ തന്നെ താലിടുന്നു തോന്നുമല്ലോ. സാർ, ആരാ ഇവരൊക്കെ? സാർ, ലവേഴ്സാണ്. രണ്ടുപേരും മേജറാ. ഈ പെണ്ണിന്റെ മാമൻ ഇവിടുത്തെ കൗൺസിലറാ. അയാൾ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ താനാരാ? പൂജാരിയോ പള്ളിയിലച്ഛനോ ഉസ്താദോ അതോ രജിസ്ട്രാറോ? പഠിക്കുന്ന പ്രായത്തിൽ നിനക്കൊക്കെ പ്രേമം. മര്യാദയ്ക്ക് അച്ഛനമ്മമാര് പറയുന്ന പോലെ കേൾക്കാൻ നോക്ക്. ഇനി ഒരു പ്രാവശ്യം ഈ ഏരിയയിലെങ്ങാനും കണ്ടാൽ കൊന്നുകളയും ഞാൻ. പോയിക്കോ. സാർ, എന്താടോ? എന്തിനാണ് സാർ വിരട്ടിയത്? അവൻ എന്ത് പാവം ചെയ്തിട്ടാ? വാ, നമുക്ക് അയാളെ പോയി കാണാം.
എന്ത് ധൈര്യത്തിലാ നിങ്ങൾ രണ്ടുപേരും എന്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നത്? നിങ്ങളെ ഉണ്ടല്ലോ. സാറേ വെറുതെ വെക്കല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സാർ അദ്ദേഹം നടത്തി കൊടുക്കുന്നു. ആരാടോ അത്? ഞാനാ. സാറിന് എന്താണ് പ്രശ്നം? ഇവർ രണ്ടുപേരും മേജറാണ്, അവർക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് സാറിന്റെ ഉത്തരവാദിത്വമാണ്. ആഹാ, രണ്ടുപേര് സ്നേഹിച്ച് കല്യാണം കഴിക്കും, അതിന് ഞങ്ങൾ സെക്യൂരിറ്റി തരണോ? സ്നേഹിക്കുന്നത് തെറ്റായി കാണല്ലേ സാർ, എന്റെ തലമുറയ്ക്ക് ദേഷ്യം വരും. എന്റെ കുടുംബത്തില് അറേഞ്ച്ഡ് മാരേജേ നടന്നിട്ടില്ല. എന്റെ കുടുംബത്തിൽ ലവ് മാരേജ് എന്നൊന്നില്ല. അത് നിങ്ങളുടെ തലയിലെഴുത്ത്. ഇപ്പോഴാണ് നിങ്ങൾ നമ്മുടെ സ്ട്രീറ്റിൽ താമസത്തിന് വന്നത്. നിങ്ങൾക്കൊരു മോളുണ്ട്, എനിക്കൊരു മോനും ഉണ്ട്. രണ്ടുപേരും ലവ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? വായടക്കടോ, നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും നടക്കില്ല. എന്റെ മോളെ എനിക്ക് നന്നായി അറിയാം. അത് നിങ്ങളെ മോള് പറയണം സാറേ. സാർ, അതിന് വിപരീതമായി നിങ്ങളുടെ മോള് എന്റെ മോനെ ലവ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകളെയും ഞാൻ. അപ്പൊ ജയിലിൽ പോകും അല്ലേ? ലവ് ചെയ്യുന്നവരെ കൊന്നാലുണ്ടല്ലോ അടുത്ത തലമുറ കാണൂല. കാലം എല്ലാത്തിനും ഉത്തരം പറയും. ഒരു ചെറിയ തിരുത്ത്, എല്ലാത്തിനും കാലം ഉത്തരം പറയും. മക്കളെ വരീനടാ. ഇവളോ? ഇവളെന്താ റോഡിൽ നടക്കുന്ന ഡാൻസ് കളിക്കാണെന്നാ തോന്നുന്നത്. ഏയ്, എന്താ പ്രശ്നം? വീട്ടിൽ താമസിക്കാൻ വന്നിട്ട് ഒരു മാസമായി. അത് ശരി, വാടക തരാൻ പോവാണോ? ഇങ്ങനെ തന്നേക്ക്, ഞാൻ പൊയ്ക്കോളാം. ഇല്ല, ജീവിതമേ തരാൻ പോകുന്നു. ഞാനെന്താ വീണടക്ക? നീ എനിക്ക് ജീവിതം തരാനായിട്ട്? നീ വീണില്ല, പക്ഷെ ഞാൻ വീണു. ആശുപത്രി കൊണ്ടുപോണോ? കോമഡിയാണോ? ആയിരിക്കും. നിങ്ങളുടെ സ്ട്രീറ്റിൽ താമസിക്കാൻ വന്നപ്പോഴേ എല്ലാരും പറഞ്ഞു ഏത് പെണ്ണ് വന്നാലും നിങ്ങൾ കറക്കി എടുക്കുന്നു. ഞാൻ അന്വേഷിച്ചു നോക്കി, നിങ്ങൾ മാത്രമാണ് ബാലൻസ്. പക്ഷെ ഒരു മാസമായിട്ടും നീ എന്നെ വളയ്ക്കാൻ ശ്രമിച്ചില്ലല്ലോ. അതിന് ഞാൻ തീരുമാനിച്ചു ഇന്ന് മുതൽ നിന്നെ സ്നേഹിക്കാന്ന്. എന്റെ തുറച്ചു നോക്കുന്ന 5 മണിക്ക് ശിവന്റെ അമ്പലത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യും, വന്നേക്കണം. ഏയ് ഹലോ, 5 മണി 5 o'clock കറക്റ്റ് വന്നേക്കണം. ഞാൻ മാനേജറോട് പറഞ്ഞിട്ട് പൊക്കോളാം. ഓക്കെ ഓക്കെ. ഹലോ, ആരാ? ജെമിനിയാ? അതെ, ഞാൻ ഹെഡ് കോൺസ്റ്റബിളാ. സ്റ്റേഷനിലേക്ക് ഒന്ന് വരോ? ഞാൻ എന്തിനാ വരുന്നത്? നീ ജെമിനിയാണോ ജെമിനി ഗണേശനാണെന്ന് അറിയാനാ. നീ പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ തന്നെ വരാം. അത് എന്തായിരിക്കും പ്രശ്നം? നീ മാമൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്തിനായിരിക്കും വരാൻ പറഞ്ഞത്? അങ്ങോട്ട് നടക്കടാ. വാടാ ജെമിനി ഗണേശ, നിന്റെ കുടുംബത്തിൽ ഒരുത്തനെങ്കിലും നല്ലതെന്ന് വിചാരിച്ചപ്പോ. നിർത്ത് സാറേ, എന്റെ കുടുംബത്തിൽ ഞാൻ ഒഴിച്ച് എല്ലാവരും നല്ലവരാ. സാർ കാര്യം പറ. ഒരു പെണ്ണിനെ ലവ് ചെയ്ത് ടോർച്ചർ ചെയ്യുന്നു പറഞ്ഞിട്ട് കംപ്ലൈന്റ് വന്നിരിക്കുക. ആരാ സാറേ എന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്തേ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ലെന്ന് സാറിന് അറിയോ? കംപ്ലൈന്റ് ചെയ്താൽ വന്നാൽ സമ്മതിക്കോ? വരാൻ പറയണം സാറേ. മാഡം, ഇവളായിരുന്നോ പരാതിക്കാരി? സാർ, ഇവളൊരു ഫ്രോഡ് കേസാ സാറേ. ഇവളാണ് എന്നെ ലവ് ചെയ്യാൻ പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നത്. നീ ആരെ നോക്കി എന്താ ഈ പറയുന്നത്? ഇതാരെന്നറിയോ? ഇവളാര്? അമ്പലയുടെ മോളോ അല്ലെങ്കിൽ ടാറ്റയുടെ മോളോ? DSPയുടെ മോളല്ലേ സാറേ? ഏയ്, നീ എന്താ തമാശ കളിക്കുകയാണോ? സാർ, ആ പെണ്ണിന് വേറെ ജോലിയിലെന്ന് വെച്ച് സാറോ അതിന് കൂട്ടുകയാണോ? മാഡം, നിങ്ങൾ ഒരു വാക്ക് പറ, ഇവനെ തൂക്കി അകത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. സാരല്ലെങ്കിൽ ആദ്യമായിട്ടല്ലേ, വാർണിംഗ് കൊടുത്ത് വിട്ടേക്കാം. ശരി മാഡം, മാഡം വെക്കോളൂ, ഞാൻ നോക്കിക്കോളാം. നോട്ടം കണ്ടില്ലേ, ഒറ്റ ഇടി. അനിയ, നിന്റെ നല്ല സമയം. ആ മാഡം ക്ഷമിച്ചു വിട്ടിരിക്കുക. അടുത്ത പ്രാവശ്യം ഞാൻ വെറുതെ ഇരിക്കില്ല, നോക്കി നടന്നോ. പേടിച്ചു സാറേ, വരട്ടെ. വരണോ മാസ് വരണോ ടഫ് തരണോ അതുക്ക് അവൻ താൻ പിറന്ന് വരണോ. നീ എന്നെ ലവ് ചെയ്യുന്നു പറഞ്ഞേ, ഇപ്പൊ എന്തിനാ എന്നെ കൊടുക്കാൻ നോക്കിയേ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? 5 മണിക്ക് വരണോന്നല്ലേ? ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തു, അതുകൊണ്ടാ കംപ്ലൈന്റ് കൊടുത്തേ. നാളെ അതേ അമ്പലത്തിൽ 5 മണിക്ക് ഞാൻ വെയിറ്റ് ചെയ്യും. നീ വന്നില്ലെങ്കിൽ ഇന്നത്തെ പോലെ ഞാൻ വെറുതെ വിടില്ല. സൂക്ഷിച്ചോ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി ഇവിടെ വിളിച്ചിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ എനിക്കിട്ട് പണി കിട്ടും. മുഖം തിരിച്ചല്ലോ, ഇവിടെ ഇങ്ങോട്ട് വരുന്നത് എന്താ നോക്കുന്ന? ചെല്ല് ചെല്ല്. വാഞ്ജലി, അങ്കിൾ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പറയും മോളെ. ഞങ്ങളിവിടെ താമസിക്കാൻ വന്നത് തന്നെ നിങ്ങളുടെ കുടുംബത്തിനെ ഒരു പാഠം പഠിപ്പിക്കാനാ. പക്ഷെ ഞാനാ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്. എന്താ മോളെ പറയുന്നത്? അതെ അങ്കിൾ, ഞാനും എന്റെ അച്ഛനും നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും എന്നെ ലവ് ചെയ്താ അത് വെച്ച് പ്രതികാരം ചെയ്യാന്നാ വിചാരിച്ചേ. പക്ഷേ നിങ്ങളെയൊക്കെ കണ്ടപ്പോ ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അച്ഛൻ 6 മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്തും ഇരിക്കാറില്ല. അതുകൊണ്ട് എനിക്കും വലുതായിട്ട് ഫ്രണ്ട്സ് ഒന്നുമില്ല. അച്ഛന്റെ കൂടെ കൂടി എനിക്കും ഇപ്പൊ കുറച്ച് പോലീസ് ബുദ്ധിയായി. പക്ഷെ നിങ്ങളെയൊക്കെ കാണുമ്പോ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാവണമെന്ന് എനിക്കുണ്ട്. എന്താ മോളെ നീ പറയുന്നത്? നീയും ഈ വീട്ടിലൊരു പെൺകുട്ടിയാ. നിനക്ക് എപ്പോഴും വേണമെങ്കിലും വരാം, എപ്പോഴും വേണമെങ്കിലും പോവാം. അതല്ല അങ്കിൾ, ഇവരെ പോലെ ഞാനും ഈ വീട്ടിലെ ഒരാളാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിചാരിച്ച കാര്യം നടന്നു. എന്റെ മോൻ ട്യൂബ്ലൈറ്റ് ആണെന്ന് വിചാരിച്ചപ്പോ നീ LED ആണല്ലോ. ലക്ഷ്മി, എന്താ? നീ കുങ്കുമം എടുത്തോണ്ട് വാ.
കുങ്കുമം ഇതുവരെ വന്നില്ല. ഇതാ കുമുദം. എപ്പ നോക്കിയാലും നിനക്ക് ബുക്കിന്റെ കാര്യമുള്ളോ? നെറ്റിയിലിടുന്ന കുങ്കുമം എടുത്തോണ്ട് വാ. വാ മോളെ. നന്നായിരിക്കട്ടെ. ഇന്ന് മുതൽ നീയും ഈ വീട്ടിലെ ഒരു അംഗമാണ്. പോയിട്ട് രംഗൾ. പറയാനിയാ എന്താ കാര്യം? സാർ, ഞാൻ നിങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന തിരുവങ്കടത്തിന്റെ മോനാ. അത് മനസ്സിലായി, കാര്യം പറ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ലവ് മാരേജ് ചെയ്തവരാ. എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. അങ്ങനെയാണോ? അതെ, എന്നൊരു പെണ്ണെ ലവ് ചെയ്യുന്നു പറഞ്ഞ് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ പെണ്ണാരാണെന്ന് പറയേ, ഞാൻ വിളിച്ച് വാൺ ചെയ്ത് വിട്ടേക്കാം. വേറെ ആരുള്ള സാറേ, സാറിന്റെ മോളാ. നീ എവിടെ വന്ന് ആരോടാ ഇങ്ങനെ പറയുന്നത്? താഴെ വെക്കണം സാറേ. സാറിന്റെ മോളെ പറ്റി പറഞ്ഞപ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലേ? സാറ് വിശ്വസിക്കില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം സാറേ. ഇന്ന് ഈവനിങ് 5 മണിക്ക് സാറിന്റെ മോൾ അമ്പലത്തിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് വാ, അപ്പൊ എല്ലാം സത്യം അറിയാം. ശരി, 5 മണിക്ക് അവൾ അവിടെ വന്നില്ലെങ്കിൽ 5:10 നീ അകത്ത് കിടക്കും. വരണം സാറേ, അത് അവിടെ പോയി നമുക്ക് തീരുമാനിക്കാം. വന്നേ സാറേ, വന്നേ കാണിച്ചു തരാം. മുൻകോപത്തിൽ സാറ് എടുത്തിയാടി ഒന്നും ചെയ്തേക്കല്ലേ. വാ വാ. ഇതാ നോക്കിയേ, ഞാൻ പറഞ്ഞ സത്യമല്ലെന്ന്. അഞ്ജലി, ഇതെന്താ ഇവളുടെ അമ്മ ഇവിടെ? എന്താ പെട്ടെന്ന് അമ്പലത്തിലേക്ക് വന്നത്? അല്ല, ഞാൻ റൗണ്ട്സിന് വന്നതാ. അപ്പോ ഒന്ന് തൊഴുതിട്ട് പോന്നിരുന്നു. ദൈവത്തെ തൊഴാനോ? ഇയാളെന്തിനാ ഇങ്ങനെ നുണ പറയുന്നത്? ശരി, വാ പോവാം. ഇതോടെ നോക്കി പേടിപ്പിക്കുന്ന. നിന്നെ അമ്പലത്തിൽ വരാൻ പറഞ്ഞത് എന്റെ മോളാണോ എന്റെ ഭാര്യയാണോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? പിന്നെ എന്തിനാടാ എന്റെ ഭാര്യ ഇവിടെ വന്നത്? അത് പോയി നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കേ. ഇനി എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, തീർത്തുകളയും നിന്നെ. ഇയാൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ? മെന്റൽ ആശുപത്രി കൊണ്ടിടണം. ദൈവമേ, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണേ. ഇത് ചേട്ടാ വെച്ചോ. എന്താ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ നോക്കുന്നത്? പിടിക്ക്. എന്താ 500 രൂപയായിട്ട് വന്നേക്കുന്ന? എന്നെ കൊണ്ടെന്തെങ്കിലും കാര്യമുണ്ടാ? ഈ ജെമിനി പയ്യനെ വെളിയിലോട്ട് വരുന്നില്ല. ചേട്ടൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഓ, ഐഡിയക്ക് 500 രൂപയോ? അതിന് 500 കൊണ്ട് തികയത്തില്ലല്ലോ. ഒരു 5000 തന്നാലേ ഈസി ആയിട്ട് കാര്യങ്ങൾ പരിഹരിച്ചു തരാം. പൈസയുടെ കാര്യം കുഴപ്പമില്ല, പക്ഷെ ഐഡിയ കറക്റ്റ് വർക്കൗട്ട് ആവണം. ഉറപ്പായിട്ടും അത് വർക്കൗട്ട് ആവും. ഓട്ടോ, ആട്ടോ. ആട്ടോയ്ക്ക് വന്നതിന് ശേഷം പൈസ കൊടുക്കാം. വാ മോളെ വാ. ഇവിടെ തന്നെ നിൽക്കണേ. ഇയാള് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓം ക്രീം ക്ലീം നമഃശിവായ. നമസ്കാരം. ഓം പാപ്പായ്ക്ക് എന്താണ് പ്രശ്നം? നിങ്ങളെ തന്നെ പാപ്പാന്ന് വിളിച്ചേ. സ്വാമി, പാപ്പ ഒരു പയ്യനെ പ്രേമിക്കുന്നുണ്ട്. ആ പയ്യൻ പാപ്പയെ തിരിച്ചു പ്രേമിക്കുന്നില്ല. തന്നെ സ്വാമി തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. 5000 തന്നാൽ ഞാൻ അത് ശരിയാക്കി തരും. ഇവിടെ കാർഡ് എടുക്കോ? കാർഡ് അറിയാം, പക്ഷേ കാർഡ് ഇവിടെ എടുക്കില്ല. സ്വാമി തേക്കുന്നത് അത് തന്നെ. ശരി, പൈസ തന്നെ കൊടു. ഇതാ സ്വാമി. ചെറുക്കന്റെ പേരെന്തരേ? ജെമിനി. ജെമിനി. വരുന്ന അമാവാസി രാത്രിയിൽ ബെഡ്റൂമിന്റെ വാതിൽ തുറന്നിട്ട് പാപ്പ ഉറങ്ങണം. കൃത്യം 12 മണിക്ക് ആ ചെറുക്കൻ റൂമിലേക്ക് വന്നോളും. സത്യമായിട്ടും പറയാണോ? മുടിപ്പുര അമ്മച്ചിയാണ് സത്യമായിട്ടും പറയുകയാണ്. പാപ്പ സന്തോഷമായിട്ട് പോയി വരൂ. ഞാൻ പോയിട്ട് വരുന്നിരിക്കട്ടെ. ഇത് നടന്നില്ലെങ്കിൽ പോലീസ് ഇവിടെ വരും. എന്റെ അമ്മച്ചി മനസ്സിലായോ? എന്താ വരുന്നില്ല? ഞാൻ ഇപ്പൊ വരാം. സ്വാമി, എന്റെ കമ്മീഷൻ. പോയിട്ട് വാടോ, അടുത്ത പ്രാവശ്യം വരുമ്പോ എല്ലാം കൂടെ ഒന്നിച്ചു തരാം. ശരി, ഞാൻ എല്ലാം കൂടെ ചേർത്ത് വാങ്ങിച്ചോളാം. ഹൈ, കാശ് പണം തൊട്ട് മണി മണി. ഓം ക്രീം ഓം ക്രീം ഓം ശിവം ഓം ശരവണ ഭവ. നമസ്കാരം സ്വാമി. വരൂ. അനിയന് എന്താണ് പ്രശ്നം? അനിയനെ ഒരു പെണ്ണ് ലവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. ആ ടോർച്ചറിൽ നിന്ന് സാവി തന്നെ ഇയാളെ രക്ഷിക്കണം. അനിയ, ഒരു 5000 രൂപ എനിക്ക് തന്നാ അനിയന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. അതൊന്നും എന്റെ കയ്യിലില്ല. 100 രൂപ ഉണ്ട്, അതും പെട്രോൾ അടിക്കാൻ വെച്ചിരിക്കുക. എന്താ അനിയ, ആ 100 രൂപയുടെ മോളിൽ 1 രൂപ കൂടി വെച്ച് എനിക്കത് തന്നൂടെ? തന്റെ കയ്യിൽ നിന്ന് 1 രൂപ കൂടി ഇട്ടു കൊടുത്തേക്ക്.
അത് ഞാൻ തന്നെ കൊടുക്കണമല്ലോ. അനിയ, ആ പെണ്ണിന്റെ പേരെന്താ? അഞ്ജലി. അഞ്ജലി എന്നാണോ? അടുത്തല്ല നിൽക്കുന്നത്, എന്തിനാ നിലവിളിക്കുന്നത്? സ്വാഹാ. നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. വരുന്ന അമാവാസി രാത്രിയിൽ അർദ്ധരാത്രി 12 മണിക്ക് അവളുടെ ബെഡ്റൂമിനകത്ത് പോയി അവളുടെ ഉച്ചിയിലുള്ള മുടിയെടുത്തു കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തരണം. അത് ഞാൻ ഏലസിനകത്തിട്ട് മന്ത്രവാദം ചെയ്ത് തന്നേക്കാം. അതിനുശേഷം ആ പെണ്ണ് നിന്റെ അടുത്ത് ഒരു പ്രശ്നത്തിനും വരില്ല. അയാളെന്താ മലയാണോ കൊണ്ടുവരാൻ പറഞ്ഞേ? ഒരു മുടിയല്ലേ കൊണ്ടുവരാൻ പറഞ്ഞേ? ഒരു മുടിയാണ് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമെങ്കിൽ അതങ്ങ് എടുത്തു കൊടുത്താ പോരെ? മുടിയെ പറ്റി ആരും ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അതിപ്പോ താൻ പറഞ്ഞില്ല. ഇനി ഞാൻ തീരുമാനിച്ചു, മുടിയോട് കൂടിയേ വരുന്നുള്ളൂ. ഹലോ ഹലോ, ഞാൻ അഞ്ജലിയെ സംസാരിക്കുന്നത്. നീ അഞ്ജലിയല്ല, എന്റെ തലവേദനയാ. നോക്കിക്കേ, കോമഡി ഒക്കെ പറയുന്നുണ്ടല്ലോ. കോമഡിയൊക്കെ അവിടെ കിടക്കട്ടെ. ഇപ്പൊ നീ എന്തിനാ ഫോൺ ചെയ്തേ? നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? ഞാൻ തൂത്തുക്കുടിയില്ല. നീ തൂത്തുക്കുടിയിലിരിക്കുന്നോ സിനിമ കണ്ടോണ്ടിരിക്കുന്നോ? ഷാർപ്പ് 10 മണിക്ക് മാർക്കറ്റിലെത്തണം, കേട്ടല്ലോ. ഒരു മാർക്കറ്റും തേടി ഞാൻ പോവില്ല. എനിക്കെന്നൊരു മാർക്കറ്റ് ഉണ്ട്. പോയിട്ടേ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്ക്. ചെല്. നീ ഫോൺ ചെയ്യുമെന്ന് എനിക്ക് അറിയാടാ. ഫോട്ടോയിൽ ഫോക്കസ് ഒക്കെ കറക്റ്റ് അല്ലേ? എന്തിനാ ഫോട്ടോ എടുത്തേ? അല്ല, ഞാൻ നിന്റെ പുറകെ കുറെ നാളായിട്ട് നടക്കുന്നു. നീ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൊണ്ടാ ഉള്ളതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഫോട്ടോ എടുത്തത്. എല്ലാം കറക്റ്റ് ആണല്ലോ, പിന്നെ എന്താ മൈൻഡ് ചെയ്യാത്തെ? വരുന്ന ദേഷ്യത്തിന് എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിയില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്നെ വിളിച്ചത്. കിടന്ന് ബേളം വെക്കാതെ വേഗം ഇങ്ങോട്ട് വാ. വരാൻ പറ്റില്ല. നീ എന്ത് ചെയ്യും? വലുതായിട്ടൊന്നുമില്ല, നിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ടല്ലോ. ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ട് സൂപ്പർമാൻ ചട്ടികളുടെ പരസ്യമായിട്ട് നിന്റെ തിയേറ്ററിൽ തന്നെ സ്ലൈഡ് ഇടും. എവിടെയാ വരണ്ടേ? പറഞ്ഞു തുലക്കേ. അതാണ്. പെട്ടെന്ന് മാർക്കറ്റിലോട്ട് എത്ത്. ഷാർപ്പ് 10 മണിക്ക്. ഇവിടെ ഉണ്ടല്ലോ, ഇവളുടെ അച്ഛനെ മുമ്പിൽ കൊടുക്കണം, എന്നാലും ശരിയാവും. ഹലോ, DSP ഉഗ്രപാണ്ഡ്യൻ. സാർ, ഞാൻ ജെമിനിയാ സംസാരിക്കുന്നത്. ആ പറ. സാർ, സാറിന്റെ മോളെ എന്നോട് മാർക്കറ്റിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തിനാ? മലക്കറി വാങ്ങിക്കാനോടാ? വയ്ക്കടാ ഫോൺ. സർ, എന്ത് സാർ പ്രശ്നം? ഡോ, ഈ ജെമിനി വലിയ പ്രശ്നമായിരിക്കുവാണല്ലോ. എപ്പോ നോക്കിയാലും എന്റെ മോൾ അവിടെ വരാൻ പറയുന്നു, ഇവിടെ വരാൻ പറയുന്നു എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സാർ, ഞാനൊരു കാര്യം പറയാൻ തെറ്റെടുക്കില്ലല്ലോ. എന്താടോ? സാർ, സാറിന്റെ മോൾ അവനെ ശരിക്കും പ്രേമിക്കുന്നുണ്ട്. എടോ, എന്റെ മോളെ പറ്റി എനിക്കറിയില്ലേ? സാറേ, സാറിന് വിശ്വാസം ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ സാറിന് മോളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് വിശ്വസിക്കുമല്ലോ. ഡോ ഡ്രൈവർ, വണ്ടി മാർക്കറ്റിലേക്ക് വിടും. ഹായ് സിസ്റ്റർ, ഹൗ ആർ യു? എടാ അനിയ, ഞാൻ സുഖായിരിക്കുന്നു. നീ ഇപ്പൊ എവിടെയാ? എയർപോർട്ടിൽ നിന്ന് കാർ പിടിച്ച് നേരെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. എന്റെ ഡാർലിംഗ് അഞ്ജലിയുടെ കയ്യിൽ ഫോൺ ഒന്ന് കൊടുക്ക്. എനിക്ക് സംസാരിക്കണം, ഒരുപാട് നാളായി. അവൾ ഇപ്പോഴാ മാർക്കറ്റിലേക്ക് പോയത്. മാർക്കറ്റിൽ പോയെന്നോ? പ്രായപൂർത്തിയായ പെണ്ണിനെ എന്താ മാർക്കറ്റിലേക്ക് വിട്ടത്? ഞാൻ അവിടെ പോയി അവളെ പിക്കപ്പ് ചെയ്തോണ്ടിരാം. ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചോ, കേട്ടോ? ശരി, റെഡിയാക്കാം. ഓക്കെ. സാറേ, സാറേ, ഭിക്ഷ എന്തെങ്കിലും തരണം സാറേ. കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യ. സാറേ, 100 രൂപ പോരെ സാറേ? GST കൊടുക്കാനുള്ള സാറേ. GST കൊടുക്കാനോ? അതെ സാറേ. അല്ല, പിച്ചക്കാർക്കെല്ലാം GST ഉണ്ടോ? ഈ 5 വർഷത്തിനുള്ളിൽ ഈ നാട്ടിൽ എന്തൊക്കെയാ നടന്നത്? കറക്റ്റായിട്ട് GST ഒക്കെ അടച്ചണം. വളരെ നന്ദി സാറേ. നന്നായിരിക്കണം പോലും. കാശ് കൊടുത്തില്ല തള്ളക്കി വിളിച്ചാനെ. കൊള്ളാലോ. ഇന്ത്യയിലെ പിച്ചക്കാരനെയും പാവപ്പെട്ടവനെ ഒരുപോലെ ആക്കിയ പുണ്യവളുണ്ടല്ലോ. ആരായിരിക്കും അയാള്? എനിക്കയാളെ കാണാൻ കൊതിയാവുക. വെയിറ്റിംഗ് ചാർജ് കൂടുന്നു. നിക്കടേ, 200 രൂപയല്ലേ? അയ്യാൻ തരില്ലേ? ഇപ്പൊ എവിടെ ഉണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ചേട്ടാ, 200 രൂപയ്ക്ക് അവൻ എന്റെ ജട്ടിയും പാസ്പോർട്ടും എല്ലാം കൊണ്ടുപോയല്ലോ.
കള്ള പാസ്പോർട്ടല്ലേ പുല്ല് പോട്ടെ, പുതിയൊരു പാസ്പോർട്ട് ഒപ്പിച്ചെടുക്കണം. അഞ്ജലി ഇതോടെ പോയി. എടാ ബോസ്, വെൽക്കം ടു ഇന്ത്യ ബോസ്. ബോസ് വെൽക്കം. സുഖം തന്നെയല്ലേ? ആന്റിമേള ഒന്നും ഇല്ലോടെ? അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത സ്ട്രീറ്റിൽ ഒരു മരണം, അങ്ങോട്ട് പോയിരിക്കുക. ഇത് അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതിയായിരുന്നു. അതൊക്കെ പോട്ടെ ബോസ്. നിങ്ങൾ എന്താ സ്ട്രൈറ്റ് ആയിട്ട് മാർക്കറ്റ് വരാൻ പറഞ്ഞു? ചീഞ്ഞ തക്കാളി പറക്കിക്കൊണ്ട് പോവാനാ? എടാ എന്റെ ചേച്ചിയുടെ മോൾ അഞ്ജലി ഈ മാർക്കറ്റിൽ എവിടെയോ കിടന്ന് കാണുന്നുണ്ട്. അവളെ എനിക്കൊന്ന് കാണണം. അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടാ, നിങ്ങൾ അവളെ നോക്കുന്നുണ്ട്, പക്ഷെ അവള് നിങ്ങളെ നോക്കുന്നുണ്ടോ? ഇന്നത്തോടെ നീ കട്ട് വാടാ പോവാം. എടാ ഇതെന്താ നിന്റെ പഴയ കേസ് മറ്റുള്ള വേറെ ആളോടെ പോന്നെ? അതൊക്കെ വലിയ കഥയാ ചേട്ടാ. ഒരു ദിവസം എന്റെ ഫോൺ കാണാതായി. ഫോൺ കിട്ടിയത് അവനാ. അവന്റെ ഒരു കോളില് കൈമാറിപ്പോയി ചേട്ടാ. കൈമാറിപ്പോയെന്നോ? ബസ് മാറിപ്പോയെന്നോ കേട്ടിട്ടുണ്ട്. എടാ ലവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം അറിയോ? എന്റെ അഞ്ജലിയെ പോലെ ഇരിക്കണം. 5 വർഷത്തിന് ശേഷമാണ് ഞാൻ വരുന്നത്. കെട്ടാൻ പോകുന്ന ചെറുക്കനെ കണ്ട സന്തോഷത്തിലെ പ്രേമ പരവശയായി അവളെന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കൊള്ളാലോ ചേട്ടാ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പ്രൊഫൈൽ കാണിക്കുന്നതാടാ ലവ്. നിന്റെയൊക്കെ ഒരു പ്രേമമാണോ? പ്രേമിക്കാൻ അറിയാമേടാ പോ. ആ ബോസേ, ആഫ്രിക്കയിൽ എന്തായിരുന്നു ബോസിന് പണി? ആഫ്രിക്കയിലോ? അണ്ടി ആപ്പീസിലായിരുന്നു എനിക്ക് അവിടെ പണി. കളർ കോമ്പിനേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ എന്റെ സഹോദരങ്ങളാ. അതുകൊണ്ട് എന്നെ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ വാ മോനെ, എന്താ ഒറ്റയ്ക്ക് വന്നേ? എന്റെ അച്ഛനും കൊണ്ടുവന്നില്ലേ? നിന്റെ അച്ഛനും നിന്നെ പോലെ തന്നെയാ. ഇതൊന്നും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. നിന്റെ അമ്മായിപ്പനല്ലേ, അങ്ങനെ തന്നെ ആയിരിക്കും. ശരി അത് വിട്. എന്താ എത്ര ലേറ്റ്? അല്ലെങ്കിലും ലവറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒരു സുഖാണല്ലോ. ചേട്ടാ, ആ പെണ്ണ് സത്യത്തിൽ അവനെ തന്നെയാ പ്രേമിക്കുന്നേ. അഞ്ജലി ഒരുത്തനെ പ്രേമിക്കുന്നു. ആ ഫോട്ടോ കൊണ്ട് വലിയ പ്രയോജനമുണ്ട്. ഒരു നല്ല ബിൽഡപ്പിന്റെ ആവശ്യമുണ്ട്. ആരുവാൾ ഇങ്ങോട്ട് തടാ. അവനെ എനിക്ക് തന്നെ കൊല്ലണം. എന്തായാലും മാർക്കറ്റ് വന്നല്ലേ, പൂ വാങ്ങിച്ചതാ. നീ ഒന്നും നന്നാവില്ലല്ലേ. മാറി മാറി, ഞാൻ പോട്ടെ. കൈ എടുക്കടി. എവിടെ പോവാ? എനിക്ക് നിന്റെ കുട്ടികൾക്ക് നിൽക്കാൻ പറ്റില്ല. ശരിയല്ലേ? ഈ മരം കൊണ്ടാ ഇങ്ങോട്ട് വരുന്നേ? പോലീസ് സ്റ്റേഷൻ കാണാൻ കുത്തിയിരുന്നാ പോരായിരുന്നോ? അഞ്ജലി തോക്കെടുത്ത് വെടിവെക്കുന്ന ഉഗ്രപാണ്ഡ്യൻ. ചേച്ചി ഇങ്ങനെ മിണ്ടായിരുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, കേട്ടില്ലല്ലോ. പോയി, എല്ലാം നശിച്ചു. ഇവള് വിശ്വസിച്ച് എന്റെ അനിയൻ ആഫ്രിക്കയിലെ ജോലിയും കളഞ്ഞ് ഇവിടെ വന്നിരിക്കുക. ഇവൻ ആഫ്രിക്കയിൽ ജോലി ചെയ്തെന്നോ? എന്ത് ജോലി അവൻ ചെയ്തത്? ചേച്ചി ആഫ്രിക്കയിൽ നിന്ന് വന്നെന്ന് പറ. ജോലിയെ കുറിച്ചൊക്കെ എന്തിനാ ചോദിക്കുന്നത്? അഞ്ജലി എന്താ മോളെ ഇതൊക്കെ? എനിക്കൊരാളുടെ മുഖം കണ്ടാൽ അറിയാം അവൻ നല്ലവനാണോ ചീത്തയാണോ, അവന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് പോലും. പക്ഷെ ഇപ്പോ എന്റെ മോളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. എന്തറിയാൻ കഴിയുന്നില്ലെന്ന്? പട്ടാപ്പകല് മാർക്കറ്റിൽ ഒരുത്തന്റെ കൈയും പിടിച്ചോണ്ട് നിൽക്കുന്നു. ഇത് കണ്ട നിങ്ങൾ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് ചാവണം. അതിന് പോലെ ഇവിടെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. എന്താ ഫ്ലൈങ് കിസ് ഒക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഡാഡി, തിരുവെങ്കട ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലുള്ളവരെ പേടിക്കും. അതിന് കാരണം ഇതുവരെ കല്യാണം കഴിക്കാത്ത ആ ജെമിനിയാ. എപ്പൊ ഏത് വീട്ടിലെ പെണ്ണിനെ ലൈൻ അടിക്കുമെന്ന് കരുതി എല്ലാരും ഒതുങ്ങിയിരിക്കുക. ഞാൻ ഡാഡിയുടെ മോളാ, അങ്ങനെ പോകാൻ പറ്റുമോ? പോയി കഴിയുമ്പോ അറിയാം. അതുകൊണ്ട് സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചു. അഞ്ജലി ഇത് ആക്ടിംഗ് ആയിരുന്നോ? യെസ് ഓഫ് കോഴ്സ്. ഓഹോ, ഡാഡി എപ്പോ വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞേനെ. ഞാൻ എന്താ ഡാഡിയോട് പറഞ്ഞേനെ. ഡാഡി അവനെ അടിച്ച് ജയിലിലിട്ടേനെ. എന്തൊരു പ്ലാൻ ആണെന്ന് കണ്ടില്ലേ? ഇതുവരെ സ്വന്തം മക്കളെ പ്രേമിച്ചാൽ അഭിമാനം കൊണ്ട് തിരുവെങ്കടം ആദ്യമായിട്ട് നാണം കെട്ടേനെ. തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ അഭിമാനം പോയേനെ. എല്ലാം നശിപ്പിച്ചു ഡാഡി. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? പിന്നെ സ്വന്തം മോളെ അവിശ്വസിക്കരുത് ഇങ്ങനെ. ഡാഡി അമ്മയെക്കാളും സ്നേഹിക്കുന്ന ആ കാക്കി ഉടുപ്പിനെ തൊട്ട് സത്യം ചെയ്യാം. എന്നെ വിശ്വസിക്കില്ല കാക്കി. പിന്നെ ഇപ്പോഴും ഞാൻ പറയാ, ഇവളെ വിശ്വസിക്കരുത്. നീ അകത്ത് പോ മോളെ. അവൾ ആരുടെ മോളാന്നറിയോ? അക്കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ചേച്ചിയെ സംശയിക്കരുത്. ചേച്ചി അകത്ത് പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. കൂടുതൽ സംസാരിച്ച അയ്യൊക്കെ സംശയം കൂടും. ഓ ചേച്ചി ഒന്ന് സ്വന്തം ഭാര്യയെ സംശയിക്കുന്നു. അവനെ എങ്ങാനും എന്റെ കൈ കിട്ടിയോണ്ടല്ലോ ചവിട്ടി തേച്ച് കളയും ഞാൻ. ചേട്ടാ അവൻ വരുന്നൊന്ന് പോയി നോക്കി. ആഫ്രിക്കയെ പഠിച്ച മൊത്തം വിദ്യയും ഇവന് മനസ്സിലാക്കി വരുന്നില്ല. ഒന്നുകൂടെ പോയി നോക്കടാ. എന്റെ തല്ലുകൊണ്ടവന്മാർ ആ രീതിയിൽ ജീവിച്ചിരിക്കും. എന്റെ ഭർത്താവ് തിരിച്ചു വരികയാണെങ്കിൽ 108 തേങ്ങ അടിച്ചിക്കാവേ. അതിന് നീ തന്നെ അനുഗ്രഹിക്കണം. പെങ്ങളെ ഇവിടെ വച്ച ചോറ് അങ്ങേർക്ക് കൊടുത്തായിരുന്നെ അങ്ങേര് ഓടി പോവില്ലായിരുന്നു. ഒന്ന് പോടാ. എന്താന്ന് പോടാന്ന്? ഗണപതി എന്താ ഇവിടുത്തെ ഇൻസ്പെക്ടറാണോ വന്ന് പരാതി കൊടുക്കാൻ? ഭർത്താവിനെ കാണുന്നില്ല, ഭർത്താവിന്റെ അച്ഛനെ കാണുന്നില്ല. എന്തൊക്കെ പരാതിയാ. മാറ്റി ആ പൊരിയൊന്നും എടുക്കാന്ന് വിചാരിച്ച അയാൾ നന്ദിയെ പോലെ അങ്ങ് ഇരിക്കുവാണല്ലോ. ഒരു മുട്ടയും കൂടെ പൊരിച്ചു വെക്കണ്ടായിരുന്നു. ചേട്ടാ അവൻ വരുന്നൊന്ന് പോയി നോക്കടാ. ക്ഷമിക്കണം. എന്താടാ വന്നില്ല ചേട്ടാ? ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് പോയി നോക്കടാ. ചേട്ടാ എന്താടാ? അങ്ങ് പോയി നോക്കി കണ്ടില്ല ചേട്ടാ. ഇതിലല്ലേ നീ കണ്ണു വെച്ചിരിക്കുന്നേ? എടുത്ത് കയറ്റ്. ഗണപതിക്ക് പോയിട്ട് കാക്കയ്ക്ക് പോലും കൊടുക്കൂല. നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ചേട്ടാ ഇപ്പഴാ മനസ്സിലായത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ട് അയാൾ ഓടിപ്പോയത്. ഇത്ര മോശമായിട്ട് ഉണ്ടാക്കിയ ആര് കൂടെ കിടക്കും? എടാ അങ്ങനെയൊക്കെ നോക്കിയാ ഈ നാട്ടിലെ ഒരുപാട് ഭർത്താക്കന്മാർ ഓടേണ്ടി വരും. വേണമെങ്കിൽ കഴിക്കടാ, അല്ലെങ്കിൽ അവിടെ വെക്ക്. ഞാൻ പാവല്ലേ ചേട്ടാ, കഴിച്ചോട്ടെ. ഭാരത്തലയാ അവൻ വരുന്നു പോയി നോക്കടാ.
ചോറ് എടുത്തോണ്ട് കുത്തിയിരിക്കുന്നു. അവനിങ്ങി വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കില്ല. പോയി നോക്കടാ. വന്നില്ല. ഇവൻ നോക്കിട്ട് തന്നെയാണോ ഈ പറയുന്നേ? ചേട്ടാ 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 അവൻ വന്നു. ഇന്ന് അവനെ ഞാൻ ആരാ നീ? ഇയാളെ മുഖം കണ്ടാ നിങ്ങൾക്ക് അറിയില്ലേ? ഈ ചേട്ടനാണ് അഞ്ജലിയെ കെട്ടാൻ പോകുന്ന മുറച്ചെറുക്കൻ. ആഫ്രിക്ക റിട്ടേൺ. നീയാണോ ജെമിനി? അമേരിക്കൻ റിട്ടേൺ കേട്ടിട്ടുണ്ട്. ഇതെന്താ ആഫ്രിക്കൻ റിട്ടേൺ? അത് കളർ കോമ്പിനേഷൻ. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട. അഞ്ജലി ജനിച്ചപ്പോ തന്നെ എനിക്ക് വേണ്ടി ഫിക്സ് ചെയ്തതാണ്. അതെയോ? നീ പ്രേമിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുന്നത് കേട്ടല്ലോ. അവളെ എന്റെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നേ. അത് അവളുടെ അച്ഛനോട് പറഞ്ഞിട്ട് പോലും മനസ്സിലാവുന്നില്ല. അതിനിടയ്ക്ക് തന്റെ ഒരു മര്യാദക്ക് പോയി തന്റെ മാമന്റെ മോളെ കെട്ടി ആഫ്രിക്കയിൽ പോയി സെറ്റിൽ ആവാൻ നോക്കണോ? അതല്ലാതെ ചുമ്മാ എന്റെ വഴി കയറി തടസ്സമായിട്ട് നിന്നാണല്ലോ. ഈ പ്രാവശ്യം നിർത്തി, അടുത്ത പ്രാവശ്യം കയറ്റി ഇറക്കി കൊണ്ടുപോകും ഞാൻ. ബോസേ, അപ്പൊ സത്യമായിട്ടും പ്രേമിക്കുന്നില്ലല്ലേ? താനാണ് സത്യം, ഞാൻ പ്രേമിക്കുന്നില്ല. സൂപ്പർ ബോസ്. ഇനി ഒരു മിനിറ്റ് പോലും ഞാൻ വെയിറ്റ് ചെയ്യില്ല. പിന്നെ ഒരു കാര്യം, ഈ അടുത്ത സ്ട്രീറ്റിൽ എവിടെയോ മരുതെന്ന് ഒരുത്തൻ അഞ്ജലിയുടെ പുറകെ വായി നോക്കി നടക്കുക. അവനെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് പിന്നെ ഞാൻ പോയി പെണ്ണ് ചോദിച്ചോളാം. ഓക്കെ? ആരടാ അവൻ? ഒരു കോഴിയെ വിൽക്കുന്നവന്. ഒരു കോഴിയായാലും മുട്ട കോഴിയായാലും വാടാ ഇങ്ങോട്ട്. ഇവനൊക്കെ കിട്ടിയാലുള്ള അവസ്ഥ. എടോ ഉഗ്രപാണ്ടി, അഞ്ജലി വേറെ ആർക്കെല്ലാം കെട്ടിച്ചു കൊടുക്കപ്പ കാണിച്ചു തരാം. ബോസ്, നിങ്ങളെന്താ ഇങ്ങനെ റായൽ കുടിക്കുന്നേ? രാത്രി അഞ്ജലിയുടെ അച്ഛൻ എന്നെ അടിച്ചടാ. അയാളെ അടിക്കാൻ കഴിയാത്തോണ്ടാ ഞാൻ റോയായിട്ട് അടിക്കുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? എന്താ നീ എന്താ ഈ ഗൂർഖയെ പോലെ വെളിയിൽ നിൽക്കുന്നേ? നോ കമന്റ്സ്. എന്താ നിനക്ക് വേവാത്ത കരിമീൻ വേണം? അതൊക്കെ ചേച്ചിയോട് റെഡിയാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അഞ്ജലിയെ വേണം. കബോർഡിൽ DVD ഇരിപ്പുണ്ട്. ചേച്ചിയോട് പറഞ്ഞ പോരായിരുന്നോ? അഞ്ജലി സിനിമയല്ല എനിക്ക് വേണ്ടത്. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മോൾ അഞ്ജലിയെ. വന്ന് 4 ദിവസം താമസിച്ച് ഭക്ഷണവും കഴിച്ച് തിരിച്ചു പോകണമെന്നില്ലേ നിനക്ക്? എന്റെ മോളെ നീ എന്നോട് തന്നെ ചോദിക്കും. ശരി, നിങ്ങളോട് ചോദിക്കാതെ പിന്നെ നാട്ടുകാരോട് ചോദിക്കാൻ പറ്റുമോ? ഇനി പെണ്ണിനെ എങ്ങനെ ചോദിച്ചു വന്നാലുണ്ടല്ലോ കൊന്നുകളയുന്നില്ല ഞാൻ. ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്ന തോക്ക് വെച്ച് എന്നെ പേടിപ്പിക്കല്ലേ. എനിക്ക് അഞ്ജലിയെ വേണം, ഇല്ലെങ്കിൽ ഞാൻ ഈ കോമ്പൗണ്ട് മുഴുവൻ കത്തിച്ചു കളയും. ഇനി നിന്നെ ഏരിയ കണ്ടു. അയ്യോ എന്റെ അമ്മോ, സമയം കൊള്ളാം, ജീവനോട് വിട്ടല്ലോ. എടാ, അഞ്ജലി എന്തായാലും എനിക്ക് കിട്ടില്ല. പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് വല്ല കാര്യമുണ്ടോ? അപ്പൊ മരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചല്ലേ? ബാസ്, കത്തിക്കണോ കുടിച്ചിടണോ ഇപ്പൊ തന്നെ പറഞ്ഞാ മതി. ചേട്ടൻ ഇപ്പോഴേ പൊരിഞ്ഞിരിക്കാം, നമുക്ക് കുഴിച്ചിടാം. എടാ മരമാക്രി, അടിച്ച് കരണം ഞാൻ പൊട്ടിക്കും. ഇതെങ്ങനെ ശരിയാക്കാന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴാ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ തന്നെ നോക്ക്. എത്ര പേര് പ്രേമിച്ച് പറ്റിച്ചത് തന്നെ. എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്ന് പോ ചേച്ചി, അഞ്ജലിയെ കൊണ്ട് ചേട്ടനെ കെട്ടിക്കുന്നതാ ഞങ്ങളുടെ ലക്ഷ്യം. പറ എങ്ങനെയാ ബോസ്? ചേച്ചിയുടെ എത്ര സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. നീ ആരുടെ കാര്യമാണ് പറയുന്നത്? ബോസ് അങ്ങനെയല്ല ബോസ്. അഞ്ജലിയെ പൊക്കിക്കൊണ്ട് ഞാൻ പമ്പ് സെറ്റിന്റെ അടുത്തേക്ക് വരാം. നിങ്ങൾ പോയി യോയോ ചെയ്തോ. നിങ്ങൾ ചെയ്യുന്ന യോയോയില് അഞ്ജലി അയ്യോ അയ്യോ എന്ന് വിളിച്ചാ എല്ലാരും കൂടെ കല്യാണം കഴിപ്പിച്ചു തരും. ഐഡിയ ഒക്കെ കൊള്ളാം. ഇത് എന്നെ കൊണ്ട് പറ്റുമോ? എന്താടാ ഇതെല്ലാം നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാനും കൂടെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, നീ നിക്കണ്ട. അതൊന്നും സാരല്ല ഏട്ടാ. ബദാമും പിസ്തയൊക്കെ കഴിച്ച് ചേട്ടന്റെ ബോഡി ഒന്ന് ഡെവലപ്പ് ചെയ്യേ. അങ്ങനെ നാളെ നിങ്ങൾ പമ്പ് സെറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യുക. അഞ്ജലി ഞങ്ങൾ പൊക്കിക്കൊണ്ടുവരാം. ബോസ്, അതിന് കാറ് വേണമല്ലോ. കാറോ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. എടോ വേണ്ട, ഇവര് പറയുന്ന കേൾക്കാൻ നിക്കല്ലേ. നിനക്ക് അകത്ത് പോയി കിടക്കേണ്ടി വരും. ഞാൻ അകത്ത് പോകുന്ന കാര്യം അവിടെ നിക്കട്ടെ. ആദ്യം നീ പോ. അകത്ത് പോ മോളെ. ബോസ്, ഇവളെ വിട്ടേക്ക് ബോസ്. അഞ്ജലിയെ പൊക്കുന്നു, നമ്മൾ എല്ലാരും കൂടി ചേർന്ന് യോയോ ചെയ്യുന്നു. എല്ലാരും കൂടോ? കൊന്നുകളയും ഞാൻ മാത്രം. നാളെ അഞ്ജലിയെ പൊക്കുന്നു പമ്പ് ഹൗസിൽ. യോ തിയേറ്റർ കാലിയാ. ഇവിടെ ഇരുന്ന് ഇയാൾ എന്ത് ചെയ്യുക? എന്തോ കാര്യമായിട്ട് എഴുതുകയാണല്ലോ. ബോസ്, വിശക്കുന്നു, സമയം ഇത്രയായി. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബോസ് കാര്യം ചോദിക്കും ബോസ്. ജെമിനി, 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാ. ബ്ലാങ്ക് പേപ്പറിൽ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നേ? അതൊന്നും ശരിയല്ല. എന്നെ കണ്ടു കഴിഞ്ഞില്ല, തിരിച്ചു നോക്കൂടെ? ബ്രോ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയി പെണ്ണ് ചോദിച്ചത്. അയാൾ എന്നെ അടിച്ചോടിച്ചു കളഞ്ഞു. അതിന് പിള്ളേരൊക്കെ പറയുന്നു അഞ്ജലിയെ പൊക്കിക്കൊണ്ടുപോയി റേപ്പ് ചെയ്താ. പിന്നെ എനിക്ക് തന്നെ അഞ്ജലിയെ കെട്ടിച്ചു. എന്താന്ന് വെച്ചാ അതിന് നിങ്ങൾ വേണം. ഞാൻ വന്ന് റേപ്പ് ചെയ്യണമെന്നാണോ? ബ്രോ, പറയുന്നത് മുഴുവൻ കേക്ക്. നിങ്ങളുടെ കാറൊന്ന് എനിക്ക് തന്നാ റേപ്പിലുണ്ടാവുന്ന കുഞ്ഞിന് നിങ്ങളുടെ പേരിട്ടേക്കാം. ബോസ്, നിങ്ങൾക്ക് പെൺകുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞമ്മയുടെ പേരിടും. വണ്ടി ഒന്നും തരാൻ പറ്റില്ല, പോവാൻ നോക്ക്. എന്താ ബ്രോ ഇത്? ഐഡിയ പറഞ്ഞു തന്ന നിങ്ങളാ. അപ്പൊ കാറ് നിങ്ങൾ തന്നെ തരണ്ടേ? അതല്ലേ ന്യായം. ഇതൊന്നും ശരിയാവില്ലെന്നല്ലേ പറഞ്ഞേ. പോവാൻ നോക്ക്. നിന്നോട് ഞാൻ മര്യാദക്ക് ചോദിക്കുക, കാർ തരാൻ പറ്റുമോ ഇല്ലേ? പറ്റില്ലെന്നല്ലേ പറഞ്ഞേ. അറ്റാക്ക് ചെയ്യ. നീ കൈ ചുരുട്ടിയാ?
എന്താ കാറ് തരൂല്ലേ? എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു ബ്രോ. എന്തായാലും കാറ് തന്നല്ലോ. ആ പെട്രോൾ കൂടെ അടിച്ചു തന്നിരുന്നെങ്കിൽ. എന്നാ പിന്നെ ഞാൻ വന്ന് ഓടിക്കുകയും ചെയ്യാം. ചുമ്മാ ഇടേ. ഇവൻ ചുമ്മാ പറഞ്ഞ നാളെ രാവിലെ വന്ന് ഞാൻ കാർ എടുത്തോളാം. എടുത്തോണ്ട് പോക്കോ. വണ്ടി കൊണ്ടുവരുമ്പോ വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുവരാൻ. കാറിനകത്ത് ഒരു വൃത്തിയോട് നടക്കില്ല. ഒള്ളിയ പമ്പോസിനടുത്ത് മാത്രം. ശരി ശരി പൊക്കോ പൊക്കോ. പഴം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ എല്ലാം പ്ലാസ്റ്റിക് പഴം വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നത്. ഈ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും. നോക്കാം. ഇത് ഒറിജിനല്ല. സമയം ഒരുപാടായല്ലോ, ഇതുവരെ കാണുന്നില്ല. ഫോൺ അടിക്കുന്നില്ല. ഇതാരാ? വണ്ടി ഓടിക്കുന്നാ? ഹലോ ചേച്ചി എപ്പോഴാ സ്കൂളിൽ നിന്ന് പുറപ്പെടുന്നേ? എന്തിനാ? ടിഫിൻ ബോക്സ് കൊണ്ട് കൊടുക്കാനോ? നിന്നെ അയച്ചിട്ട് എത്ര നേരമായെന്നറിയോ? ചേട്ടാ അതെല്ലാം ശരിയാ, ഞങ്ങള് റെഡിയാ. ചേട്ടൻ റെഡി ആയിരിക്കണോ? ഞാൻ ബദാമൊക്കെ തിന്ന് റെഡി ആയിരിക്കാം. വേഗം വാ. ചേട്ടാ പെർഫ്യൂം അടിക്കാൻ മറക്കല്ലേ? ഉണ്ട്, ഞാൻ അടിച്ചോളാം. വാ വേഗം വാ. പെട്ടെന്ന് വരാൻ ചേട്ടാ. കാർ എടുത്തുകൊണ്ട് പോയവന്മാരുടെ അവസ്ഥ എന്തായോ ആവോ. ഫോൺ വിളിച്ചു ചോദിക്കാം. സ്വിച്ച് ഓഫോ? ഹലോ, ആര്? ജമിനിയോ? അതെ, ഞാൻ ഹെഡ് കോൺസ്റ്റബിളാ സംസാരിക്കുന്നത്. ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ്റുമോ? എന്തിനാ സാറേ? നീ വാ, ഞാൻ പറയാം. സാർ, എന്തായിരിക്കും സംഭവം? ഞാൻ കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. സാർ എന്തിനാ വിളിപ്പിച്ചേ? പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റൂലേ? ഇപ്പൊ എന്താണ് സാർ പ്രശ്നം? അകത്ത് പോയി നോക്കാം, അപ്പൊ അറിയാം. എടോ ഉഗ്രപാണ്ടി, നിന്റെ മോളെ കിട്ടി സഹായിക്കാന്ന് വിചാരിച്ചപ്പോ നീ എന്നെ പഞ്ഞിക്കിട്ടല്ലേ? ഏയ് ആഫ്രിക്കൻ ചേർക്കാ, എന്താടാ നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നടന്നോ? എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്താ നടന്നേന്നറിയോ? പറയേ, അറിഞ്ഞല്ലേ പറ്റൂ. എന്റെ അല്ലേ കാറ്? വേഗം നോക്ക്. ഇതേത് സ്പ്രേയാ? ഇത് എവിടെ അടിക്കാനുള്ളതാ? കയ്യിലൊക്കെ അടിച്ചു നോക്കാം. ഓ ഓ, ഇതിന് ഇത്രയും പവറുണ്ടോ? ഇതുകൊണ്ട് ഉപയോഗമുണ്ട്. എന്തുവാണ് ഇത്? കയ്യിലടിച്ചു നോക്കി എന്തായാലും നന്നായി. അവിടെ എങ്ങനെ അടിച്ചിരുന്നെങ്കിൽ നാണം കെട്ട് പോയെന്നെ. കാറ് വരുന്ന ശബ്ദം കേൾക്കുന്നു. എടോ ഉഗ്രപാണ്ടി, തന്റെ മോൾക്കുള്ള താലി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാ ഈ തോട്ടത്തിൽ കാല് വെക്കുന്നത്. വലത് കാല് ചെറുക്കാൻ പറ. എന്താണ് ഇത്? നിരോധിച്ച 1000-500 നോട്ട് കെട്ട് വല്ലതും ആണോ ഇത്? ബോസ് ഒരുപാട് പിടിവാശി കാണിച്ചു, അതുകൊണ്ടാ ചാക്കി കെട്ടിക്കൊണ്ടുവന്നേടാ. കൈ എടുക്കടാ. കൈ തൊടാത്ത റോസാപ്പൂ അഴിക്കടാ. റോസാപ്പൂ മല്ലിപ്പൂ. ഇതെന്റെ ചേച്ചിയാടാ. ചേച്ചിയോ? കണ്ടപ്പോ അഞ്ചിലാണോ തോന്നി, അങ്ങനെ തോന്നി പോലും. കുറച്ച് വെള്ളം എടുക്ക്. ബോസ് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ, ഈ ഞാൻ വേണമെങ്കിൽ യോയോ ചെയ്തോട്ടെ. ഈ ചോദ്യം എന്നോട് തന്നെ ചോദിക്കണം. വെള്ളം ഒഴിക്കടാ. ചേച്ചി, ചേച്ചി, വെള്ളം ഒഴിക്കാനല്ലേ പറഞ്ഞേ? ചേച്ചി എണീക്ക്. ചേച്ചി, ചേച്ചി എഴുന്നേക്ക്. ഓ ചേച്ചി, ഇത് ഞാൻ ചേച്ചിയുടെ അനിയൻ. അതെ. ദൈവമേ, കലിപ്പാണോ? എന്നെ എന്തിനാ പൊക്കിക്കൊണ്ടുവന്നത്? പറയടാ. ചേച്ചിയല്ല പൊക്കാൻ പറഞ്ഞത്, അഞ്ജലിയെ പൊക്കാൻ പറഞ്ഞത്. ഇവന്മാര് മാറി പൊക്കിയത്. അവളെ എന്തിനാ പൊക്കിക്കൊണ്ട് വരണം? അവളെ റേപ്പ് ചെയ്ത എല്ലാരും ചേർന്ന് അവളെ എനിക്ക് കെട്ടിച്ചേരുന്ന ഇവന്മാരാ പറഞ്ഞത്. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? ഇതുവരെ എന്റെ ഭർത്താവാണ് നിന്നെ വീട്ടിൽ കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞത്. അതെ. ഇപ്പൊ ഞാൻ പറയുന്നു. എന്ത്? ഇനി നീ ആ ഏരിയയിൽ എങ്ങാനും വന്നാലുണ്ടല്ലോ, ഞാൻ തന്നെ നിന്നെ കൊല്ലു. ചേച്ചി ഒരു മിനിറ്റ്. ചേച്ചിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, പ്രായത്തിനനുസരിച്ച് ഡ്രസ് ചെയ്യ്, പ്രായത്തിനനുസരിച്ച് മേക്കപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് കേട്ടോ നീ? അതെ ചേട്ടാ, അതല്ലേ മാറിപ്പോയത്. കേട്ടല്ലോ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? രാവിലെ പത്രത്തിൽ വരുമായിരുന്നു. നീ എന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതെ ചേട്ടാ, 7 കിലോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? ചേച്ചി, ടാക്സി ഒന്ന് വിളിക്കാൻ നിൽക്കണ്ട. ഹലോ, ചേച്ചിയെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് അഞ്ചിലേക്ക് പൊക്കിക്കൊണ്ടുവാ. ചേച്ചിയെ ഞാൻ ഭദ്രമായിട്ട് കൊണ്ടുപോകാൻ ബോസ്. നിന്നോട് ഞാൻ പൂ കയ്യിൽ വെക്കാനല്ലേ പറഞ്ഞത്? കഴുത്തിലിടാനും പറഞ്ഞോടാ. പറഞ്ഞോ, നിന്നെ എന്ത് കൊല്ലൂടാ. ഇതാണ് ബ്രോ നടന്നത്. കണ്ടിട്ട് പോത്ത് പോലെ വളർന്നിരിക്കുക, എന്നിട്ടൊരു പെണ്ണിനെ പൊക്ക ഇതുവരെ അറിയില്ല, എന്നിട്ട് അവന്റെ ഒരു റേപ്പ്. ബ്രോ, ഈ ചാൻസ് മിസ്സായി പോയി. അടുത്ത ചാൻസ് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഒരു ജോലി നേരാവണ്ണം ചെയ്യാൻ അറിയില്ല, എന്നിട്ട് അവൻ കിടന്ന് തത്വങ്ങളൊക്കെ പറയുന്നത്. ഒന്ന് പോടാ. തത്വമൊന്നുമല്ല. അഞ്ജലിയെ കെട്ടാതെ ഞാൻ അടങ്ങില്ല. അനിയ, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പോവാ. നീ ഗസ്റ്റ് അല്ല, അക്യൂസ്ഡ്. DSP പോയി കാണും. എന്തിന് പോവാനല്ലേ പറഞ്ഞത്? നമസ്കാരം സാർ. ഇവളെന്താ ഇവിടെ? വരൂ മിസ്റ്റർ ജെമിനി ഗണേശൻ. എന്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ നിങ്ങളാണോ കാർ കൊടുത്തത്? ഹലോ, ഞാൻ നിന്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാർ കൊടുത്തത്. നിന്നെ തട്ടിക്കൊണ്ടുപോകാനാ കാർ കൊടുത്തത്. അനിയ, DSP ഇല്ലാത്ത സമയം നോക്കി പെണ്ണെ കടത്തി കല്യാണം കഴിക്കാന്ന് വിചാരിച്ചോ? സാർ, മാഡം,
മേഡം ഇപ്പൊ ഒരു കംപ്ലൈന്റ് ഇതാ, ഇവന്റെ കുടുംബത്തെ മുഴുവൻ തൂക്കി അകത്താക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അതൊന്നും വേണ്ട അങ്കിൾ. ഈ വെള്ള പേപ്പറിൽ ഒരു സൈൻ ഇടാൻ പറയും. എന്തിന്? നിന്റെ സ്വത്ത് എഴുതി വാങ്ങിക്കാൻ. അനിയ കാർ നിങ്ങളുടെ അല്ലേ? ആ അതെ. അപ്പൊ ഇതിലൊരു ഒപ്പിട്ടെ. ഇനി ഞാൻ എപ്പോ വിളിച്ചാലും നീ ഇവിടെ വരണം. നാളത്തെ പ്രോഗ്രാം ഞാൻ ഇന്നേ തീരുമാനിച്ചു. നാളെ മുരുകന്റെ അമ്പലത്തിൽ നമ്മൾ പോകുന്നു. എനിക്കൊന്നും വരാൻ പറ്റില്ല. ഹലോ, നോക്കി നടന്നോ? എന്തിന്? ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ടിരിക്കുന്നത് മനസ്സിലായോ? വരാം. എന്തിലാ വരുന്നേ? എന്തിലാ വരണ്ടേ? ബുള്ളറ്റില് വന്ന് തൊലയ്ക്കാം. ശകുനം മുടക്കി. ഏതിലാ വരുന്നേ? എന്തിലാ വരണ്ടേ? ബുള്ളറ്റില്. അതെ, നമ്മുടെ ബ്രഹ്മചാരിക്ക് പ്രേമരോഗം പിടിപെട്ടിരിക്കുന്നു. വന്നല്ലോ. എന്താ നോക്കുന്നേ? കേറി ഇരിക്ക്. പോ. ഏയ്, എന്റെ ദേഹത്ത് തൊടാതിരിക്കണം. പറഞ്ഞ് മനസ്സിലായല്ലോ. നീ ഇപ്പൊ കണ്ടോ? നിർത്ത് വണ്ടി നിർത്ത്. എന്താടാ? എന്താളിയാ, കുട്ടിക്കാലം തൊട്ട് ലവ് ചെയ്യുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടീച്ചറിനെ കൊണ്ട് കറങ്ങുകയാണല്ലോ. വിട്ടേക്ക്. ഇവരുടെ കുടുംബത്തിൽ ഇതൊന്നും പുതിയതല്ലോ. ഇപ്പോഴും ഞാൻ പറയാ, ഞാൻ പ്രേമിച്ചിട്ടില്ല. അപ്പൊ ഇവളെ കൊണ്ട് കറങ്ങുന്നുണ്ടല്ലോ, അതിന്റെ പേരെന്താ? നോക്ക്, ഞങ്ങൾ ഒരുമിച്ച് ബുള്ളറ്റിൽ പോവും, ഐസ്ക്രീമും കഴിക്കും, സിനിമയ്ക്കും പോവും, എവിടെ വേണമെങ്കിലും കറങ്ങും, എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നു വിചാരിക്കണ്ട. ആരെങ്കിലും പറഞ്ഞു വെച്ച സ്നേഹം ഉണ്ടാവില്ല, അവർക്ക് തന്നെ ഇഷ്ടം തോന്നണം. ഇവൻ എന്നെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളാരും എന്റെ പുറകെ നടന്ന് സ്നേഹിക്കാനൊന്നും ശ്രമിക്കണ്ട. കാരണം ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. എന്താ, ഞാൻ സത്യമല്ലേ പറഞ്ഞേ? മനസ്സിലായോ? വണ്ടി എടുക്ക്. എന്താണ് ഇത്? നാളെ നമ്മൾ പുറത്തു പോകുന്നുണ്ട്, പോയിട്ടോ. നീ കേരള വിട്. അവനെ ഞാനാ കൊല്ലുന്ന് പറഞ്ഞത്. വിടാൻ അവനെ ഞാൻ തന്നെ കൊല്ലും. കൊല്ലടാ അവനെ. ആ വടിവാളിക്ക് ഓടിക്കോ. താടാ വടിവാളോ, ഓടിക്കോ. താടാ.
ഓടിക്കോ 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 ഓട് 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 ഞാനും നിങ്ങളൊരു സാധാരണക്കാരനാണെന്നാ വിചാരിച്ചേ. പക്ഷേ 2 ദിവസം കൊണ്ട് നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളുടെ പവർ കാണിച്ചു കളഞ്ഞല്ലോ. എങ്ങനെയാ? അതോ രാവിലെ കോൺസ്റ്റബിളിന്റെ ടിഫിൻ കാണാതെ പോയി, ഉച്ചക്ക് റൈറ്ററുടെ ചോറ് കാണാതെ പോയി. അയ്യോ, വലിയ പ്രശ്നമായി കാണുമല്ലോ. രാത്രി അഞ്ജലിയുടെ അച്ഛന്റെ കൂടെ റൗണ്ട്സ് പോകുന്ന ആ വാവളത്തനുണ്ടല്ലോ, ആരാത്? അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിള്. അവൻ വാങ്ങി വെച്ച കൊത്തു പൊറോട്ട കാണാതെ പോയെന്നും പറഞ്ഞ് എല്ലാരും ഒന്ന് ചേർന്ന് അന്വേഷണം തുടങ്ങി. അവസാനം ഞാനാ കഴിച്ചെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെയാ അത് കണ്ടുപിടിച്ചേ? കഴിച്ചിട്ട് കൈ കഴുകാൻ എനിക്ക് പറ്റിയില്ല, കയ്യിലെ മണം വെച്ചാ പിടിച്ചത്. അന്ന് രാത്രി എല്ലാരും കൂടെ ചേർന്ന് എന്റെ പുറത്ത് പൊറോട്ട അടിച്ചതാ നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അതിലൊരുത്തം കയറി ചില്ലി ചിക്കനും ഉണ്ടാക്കി, കണ്ടില്ലേ? ചില്ലി ചിക്കനോ? ഇത് ഹാഫ് ബോയിലാ. അതാ ഹെഡ് കോൺസ്റ്റബിളിന്റെ വകയാ. അത് പോട്ടെ, എങ്ങനെയാ നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വന്നേ? ഗേറ്റ് വഴിയാ ഞാൻ പുറത്തേക്ക് വന്നത്. നീ മുന്നിലേക്ക് വാ. രാത്രി മുഴുവൻ എനിക്ക് അടി കിട്ടി. കാലക്കേടിന് അഞ്ജലിയുടെ അച്ഛന്റെ ടിഫിൻ ബോക്സ് പിറ്റേന്ന് രാവിലെ കാണാതായി. അയ്യോ, അയാൾ ഉടനെ തന്നെ തോക്കെടുത്ത് കാണുമല്ലോ. അങ്ങേർക്ക് അതല്ലാതെ വേറെ പണിയില്ലല്ലോ. പ്രശ്നം വലുതായിരുന്നെങ്കിൽ അങ്ങനെ വെടിവെച്ചേനെ. ഇത് ടിഫിന്റെ പ്രശ്നമല്ലേ. ദേഷ്യം വന്ന് ജഡ്ജിയോട് പോയി കംപ്ലൈന്റ് ചെയ്തു. ജഡ്ജി എന്താ പറഞ്ഞേ? എന്ത് പറയാനാ, ആഹാരം മോഷ്ടിക്കുന്നത് ദേശദ്രോഹം ഒന്നും അല്ലെന്നും പറഞ്ഞ് ആടിച്ച് പുറത്താക്കി കളഞ്ഞു. വിട്ട ഉടനെ താൻ വെറും കൈയോടെങ്ങി വന്നു അല്ലേ? ഒരു മനുഷ്യന് ചോറ് തരാൻ പോലും മനസ്സില്ലല്ലേ? മുഖത്ത് നോക്കി നല്ല 4 തെറി പറയാൻ പാടില്ലായിരുന്നോ? ചോദിച്ചല്ലോ, വൃത്തിക്ക് ചോദിച്ചല്ലോ. എന്താ ചോദിച്ചത്? മട്ടൻ ബിരിയാണി വേണോന്ന് ചോദിച്ചു. ബിരിയാണി എന്തിനാ? നിങ്ങളൊന്ന് സമ്മതം മൂളിയാ ഫുൾ മീൽസ് തരാൻ ഞാൻ തയ്യാറായിരിക്കുമല്ലേ? വെള്ളത്തിന്റെ ചൂട് പോയി, നിനക്ക് ചൂട് കേറിയും വരുന്നു. എണീറ്റ് പോ. അകത്ത് പോ മോളെ. പൊക്കോണ്ടിരിക്കുവല്ലേ? അകത്ത് പോവാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ചൂടുവെള്ളം എടുത്തോളം എന്റെ തലയെ കൂടെ ഒഴിച്ചേനെ. എന്റെ കാര്യം പോക്ക. ശങ്കർ, ജയശങ്കർ, ഡിറ്റക്റ്റീവ് ജയശങ്കർ. നേരത്തെ ജമിനി ഗണേശൻ വന്നു, ഇപ്പൊ ജയശങ്കറും വന്നു. ആളെ കണ്ടിട്ട് ആന്ധ്രക്കാരന്മാരെ പോലെ ഉണ്ടല്ലോ. നിങ്ങൾ DSP വരാൻ പറഞ്ഞു. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. താങ്ക് യു. ഹലോ സർ, ഐ എം ജയശങ്കർ, ഡിറ്റക്റ്റീവ്. താങ്ക് യു. നിങ്ങൾക്ക് ഒരാഴ്ച സമയം തരാം. ഈ പെണ്ണ് ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചില്ലേ? ഇനി പേടിക്കണ്ട സാർ. ഈ പെണ്ണ് നന്നായിട്ട് പ്രേമിച്ചാലും ശരി, മോശമായിട്ട് പ്രേമിച്ചാലും ശരി, ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് തരാം സാർ. എന്താ സാർ ഇങ്ങനെ നോക്കുന്നേ? ഡയാനയുടെ പ്രേമകഥ ചാനൽസിന് റിപ്പോർട്ട് കൊടുത്തത് എൻ്റെ അച്ഛനാ. ദിസ് ഈസ് ഇന്റർനാഷണൽ സീക്രട്ട് സാർ. ആരുടെ പറയില്ലെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് എ മൊമെന്റ്. ഇറ്റ്സ് ഓക്കെ. നമ്മുടെ അസൈൻമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെൽഫി എടുക്കാം. ബൈ. താങ്ക് യു. എന്താ സാർ ഇത്? സ്വന്തം മോളെ തന്നെ ഫോളോ ചെയ്യാൻ പറയുന്നു? അല്ലല്ല, എന്റെ മോൾ അവനെ ലവ് ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നു എന്ന് പറയുന്നു. എന്നാലും അവളുടെ കണ്ണില് ഒരു ചെറിയ കള്ളത്തരം കണ്ടു. അതുകൊണ്ട് ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ. പക്ഷെ ഇപ്പോഴും എന്റെ മോളെ ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ചെയ്യണം സാർ. പറയൂ അങ്കിൾ. മോളെ കുറിച്ച് അച്ഛനോട് സംശയം വന്നിട്ടുണ്ട്. നീ ജെമിനിയെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരുത്തനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു വിട്ടിരിക്കുക. ആൾ എങ്ങനെയിരിക്കും അങ്കിൾ? പഴയ തെലുങ്ക് പടത്തിലെ ഹീറോയെ പോലെ ഇരിക്കും. ഞാൻ കണ്ടു അങ്കിൾ, ഞാൻ നോക്കിക്കോളാം. പടയപ്പെട്ടല്ലേ? മാഡം, ഓർഡർ പ്ലീസ്. വെയിറ്റ് ചെയ്യ്. ഓക്കെ മാഡം. അഞ്ജലി ദേവി വന്നു, ജമിനി ഗണേശനെ കണ്ടില്ലല്ലോ. കഴിക്കാൻ വേറെ എന്തെങ്കിലും വേണം? ജമിനിയും വന്നിട്ടുണ്ട്. എന്താ ജമിനി ഇത്രയും ലേറ്റായേ? പെണ്ണിന് വേണ്ടിയിട്ടാണ് ചെക്കന്മാര് വെയിറ്റ് ചെയ്യണ്ടേ, അല്ലാതെ ചെക്കന്മാർക്ക് വേണ്ടി പെണ്ണ് വെയിറ്റ് ചെയ്യില്ല. നമ്മുടെ കാര്യത്തിലെല്ലാം തലതിരിഞ്ഞാണല്ലോ നടക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. മാഡം എന്താ കഴിക്കാൻ വേണ്ടേ? ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. സാറിന്? ഹലോ, ഞാൻ കഴിക്കുന്നതന്നെ അവനും കഴിക്കുന്നത്. 2 എടുത്തോ. സൂപ്പർ മാഡം. സാർ എന്താ സാർ ലേറ്റ് ആയിട്ട് വന്നാൽ മതിയോ? പെട്ടെന്ന് വരണം. പെട്ടെന്ന് വരണമെന്നോ? തിയേറ്ററിൽ പോകണം, ലേറ്റ് ആയി പോയി. ആ മിൽക്ക് ഷേക്ക് എടുക്ക്. എക്സ്ക്യൂസ് മീ. പറയൂ സാർ. ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല സാർ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണോ? ഇനി പറ. ഇപ്പൊ ചെയ്യാം സാർ. ഇതുവരെ വിളിച്ച കാര്യമല്ലോ. സീരിയസ് ആണോ? ജോലി ഉണ്ടെങ്കിൽ വരാം. എൻജോയ്.
ഏയ് എന്താ ചെയ്യുന്നേ? എന്താ ജമിനി, രാത്രി ഉറങ്ങില്ലെന്ന് തോന്നുന്നു. അതെ. കണ്ടോ, ഒരു ദിവസം എന്റെ കൂടെ ഇരുന്നപ്പോഴേ നിന്റെ ഉറക്കെല്ലാം പോയി. എന്റെ വീട്ടിൽ പവർ കട്ടായിരുന്നു, ഭയങ്കര കൊതുക് ശല്യം, അതാ ഉറങ്ങാതിരുന്നേ. എന്തെങ്കിലും റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കും വിചാരിച്ച പവർ കട്ട്, കൊതുകടി ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. കുടിക്ക്. വേണമെന്നില്ല. വലുതാ. എനിക്ക് തിയേറ്ററിൽ പോകാൻ സമയമായി, ഞാൻ പോവാ. നിക്ക് നിക്ക്, ഞാനും വരുന്നു. എന്താ സാർ? ആളാർ എവിഡൻസ്. സാറേ ഈ പൈസ ഞാൻ എടുത്തോട്ടെ. ഏയ് ഗോ മാൻ നൗ. ഇതാണ് പാർക്ക്. അപ്പൊ എവിടെയെങ്കിലും പോണ്ട ചേട്ടാ? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രേമം മാറി വേറെ റൂട്ടിലേക്ക് പോകും എന്നാണ്. റൊമാൻസ് മൂഡാണോ ചേട്ടാ? ഇതല്ല ഇത് മാത്രം ക്ലിയർ ആയിട്ട് ചോദിക്കും. പടാ, പെരുന്തച്ഛന. ബോസ് ഫോൺ അടിക്കുന്നു. ചെറുതോ വലുതോ? ചെറിയ ഫോണാ. അപ്പ അവളാ. എടുക്കണ്ട, വെരി ഡേഞ്ചർ. ഓപ്പറേഷൻ അഞ്ജലി. നമ്മൾ വളരെ അടുത്തെത്തി. ഇനി നമുക്ക് കുറച്ച് സ്ഥലം കൂടെ ബാക്കിയുള്ളൂ. അതും കൂടെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ DSPക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞ പേയ്മെന്റ് വാങ്ങി അടുത്ത ഓപ്പറേഷനിലേക്ക് പോകാം. അടുത്ത ഓപ്പറേഷൻ മുംബൈയിലാണ്. ഗെറ്റ് റെഡി, മൂവ്. മുതലാളി, എങ്ങനെ ഇരുന്ന സ്ഥലം എങ്ങനെ ആക്കിയെന്ന് കണ്ടോ? സിംഹത്തിനെ പോലെ ഇരുന്ന എന്നെ നാശിപ്പിച്ച് കളഞ്ഞില്ലേ ആ DSP. അവനെ എവിടെ അടിച്ചാ വേദനിക്കുവോ അവിടെ ഇട്ട് അടിക്കണവടാ. അങ്ങനെയാണെങ്കിൽ അവന്റെ ഭാര്യയെ പൊക്കി നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കണം ചേട്ടാ. ഭാര്യയെ പൊക്കിയാ അവൻ സന്തോഷപ്പെടുകയല്ലേ ചെയ്യും? ചേട്ടാ, അവനൊരു മകളുണ്ട്. അപ്പൊ അവളെ പൊക്കടാ. ഇതാ തിരുമേനി. ഇങ്ങ് തന്നോളൂ. എന്താ ലക്ഷ്മി, സുഖമാണോ? ആ, സുഖായിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമാണോ? സുഖായിരിക്കുന്നു. അവിടെ എല്ലാരും? അവിടെ എല്ലാരും സുഖായിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പേരുണ്ടായിരുന്നിട്ടും നിങ്ങളുടെ മോൻ അനാഥനെ പോലെ പെണ്ണന്വേഷിച്ച് നടക്കുന്ന കാണുമ്പോ എനിക്ക് വല്ലാണ്ട് സങ്കടം തോന്നുന്നു. മറ്റുള്ളവരുടെ കാര്യം വിട്, നിനക്കെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചൂടെ? എടോ, എന്താ കള്ളന്മാരെ പോലെ പോന്നേ? ഞാനും ജെവിനിയും കൂടെ പെണ്ണ് കാണാൻ പോവാ. പോവാനേ. ഒരു മിനിറ്റ് നിൽക്കുമോ? ഞാൻ നിങ്ങളൂടെ വരാ. അയ്യോ, എന്ത് ചെയ്യാനാ? നിക്ക് നോക്കട്ടെ. അമ്മായി മകനും എങ്ങോട്ടാ പോകുന്നത്? അമ്മാവാ, എന്താന്ന് ചോദിക്ക്. നീ എവിടെയാ പോകുന്നത്? ഇത് കൂടുതൽ എനിക്ക് മിണ്ടായിരിക്കാൻ കഴിയില്ല. എന്താടി പറയുന്നത്? ഇവൻ ആരെയും ലവ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇവന്റെ ഇഷ്ടപ്രകാരം ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ പോവാ. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് നിനക്ക് അറിയാമല്ലോ. എന്താ ഇത്ര വലിയ അന്തസ്? നിങ്ങളുടെ അന്തസ്സിനെ കാട്ടിയും എനിക്ക് എന്റെ മോന്റെ ജീവിതമാ വലുത്. നിന്റെ അമ്മായിയോട് പറ. അതുകൊണ്ട് ഇപ്പൊ കാണാൻ പോകുന്ന പെണ്ണിനെ പറഞ്ഞു ഉറപ്പിക്കാൻ തീരുമാനിച്ചു. ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്റെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. അതല്ലേ പറഞ്ഞത്, ഒരുത്തരും വരില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തന്നെ പോയി ഒരു നല്ല പെണ്ണിനെ കണ്ട് ഇവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പോവാ. നീയും കൂടെ പോയി നിർബന്ധിക്കും. ഇല്ലടി അമ്മാവ, അല്ലെങ്കിൽ വേണ്ട വേണ്ട അമ്മായി ഞാനും വരാം. എന്താ ഇത്? ഞാനും വരാന്ന് പറഞ്ഞില്ലേ? നിങ്ങളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം മരുമനെ. സാധാരണ നിങ്ങൾ അവിടെ പോയി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആരും വരണ്ട. ടെറസിൽ തുണി ഉണക്കായിട്ടുണ്ട്, പോയി എടുത്തുകൊണ്ട് വാ. ചെല്, നിങ്ങൾ വാ ചേട്ടാ. ഓരോ ശകനം മുടക്കിയാണ്. അച്ഛാ, ഈ അമ്മയെ ഡൈവോഴ്സ് ചെയ്തേക്കാം. അമ്മാവാ, ഈ കേസ് ശരിയായിട്ട് കൈകാര്യം ചെയ്യേണ്ട സമയം വന്നിരിക്കുക. നിങ്ങളെ ഭാര്യ പോകുന്ന പോക്ക് കണ്ടില്ലേ? ഇത് സെൽഫ് എടുക്കില്ല, ഞാൻ തിയേറ്ററിൽ പോവാ. 3 ദിവസം പഴക്കമുള്ള കറിയാ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതാ കഴിക്കേ. മതി. കഴിക്ക് ചേട്ടാ. മതി എന്നല്ലേ പറഞ്ഞേ? കഴിച്ചാലല്ലേ ശരീരം നന്നാവൂ. അപ്പോഴല്ലേ. നീ അകത്ത് പോ. എന്താ കാര്യം പറ. മുണ്ടും വേഷ്ടിയും ധരിച്ചിരിക്കുന്ന ചേട്ടനെ ഒന്ന് നോക്കടാ. ചേട്ടൻ ഇവിടെ ഇരുന്ന് മീനും കറിയും തിന്നോണ്ടിരുന്നു. അവിടെ ഒരു അഞ്ജലിയെ കല്യാണം കഴിക്കാൻ റെഡിയായി. ആരടാ അത്? അവൻ ആധാർ കാർഡ് ഉണ്ടോ?
ചേട്ടാ ഞങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ലെന്നറിയാം. അതാ ഞങ്ങൾ ഫോട്ടോ കൊണ്ട് വന്നേ. എന്നാ നോക്ക്. എവിടെ? അവൻ നിങ്ങളെക്കാളെ സുന്ദരനാണ് ചേട്ടാ. നല്ല വെളുത്തിട്ടാണ് ചേട്ടാ. അതേടാ, എന്നെക്കാള് സുന്ദരനാ. ഒരു നാട്ടിൽ ഒരു സുന്ദരം മതി, രണ്ടുപേര് വേണ്ട. അവനെ അടിച്ച് കൈയും കാലും കെട്ടിക്കൊണ്ട് പോടാ. അടിച്ച് തൂക്കിക്കൊണ്ട് വരാനുള്ള ആരോഗ്യമൊന്നും ഇല്ല ബോസ്. എങ്കിൽ സംസാരിച്ച് നടത്തിയെങ്കിലും കൊണ്ടുപോവാ. ഓട്ടോയുടെ കാച്ചെങ്കിലും തരണം ബോസ്. അടിച്ച് പല്ല് തെറിപ്പിക്കാൻ ഞാൻ പോടാ. ചേട്ടാ നിങ്ങൾ ഈ മീൻതല തിന്നു തീരുന്ന മുമ്പ് അവന്റെ തല ഇവിടെ കാണും. പോടാ. വേലിയിൽ മുള്ളു വെക്കാത്തത് തെറ്റായിപ്പോയി. കണ്ട കാവറുകളൊക്കെ ആത്തു വരുന്നു. നോക്കാം, ഇവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചു. ആ ഫോട്ടോ എവിടെ പോയി? ഇവള് എന്ത് ചെയ്യാ? സ്വീറ്റ് ബോയ്. സ്വീറ്റ് ബോയ് പാടത്ത് കോലം കുത്തിയതുപോലെ ഉണ്ട്. സ്വീറ്റ് ബോയ് പോലും വന്നു വന്ന് നമ്മുടെ സിസ്റ്റമേ ശരിയല്ല. അങ്ങനെ പെണ്ണ് കണ്ടു. എന്താ കളിയാ? ആരും വരില്ലെന്നല്ലേ പറഞ്ഞേ. എന്റെ മോനെ മഹാലക്ഷ്മിയെ പോലെ ഒരു പെണ്ണിനെ കണ്ടിട്ടാ വരുന്നത്. അതെ, നാളെ പെണ്ണിന്റെ വീട്ടുകാർ വരുമ്പോ കൂടെ പൂജാരിയോടും വരാൻ പറ. നല്ല ദിവസം നോക്കി കല്യാണം ഉറപ്പിക്കാം. അത് മാത്രമല്ല, നാട് മുഴുവൻ അറിയുന്ന വിധത്തില് ഈ കല്യാണം ഗ്രാൻഡായി നടത്താൻ പോവാ. എല്ലാരും കല്യാണത്തിനെങ്കിലും വരാൻ നോക്ക്. എല്ലാരും നന്നായിട്ട് സദ്യ കഴിച്ചിട്ടൊക്കെ വേണം പോവാൻ. ആഹാ, വാ മോളെ, വാ മോളെ. കണ്ടില്ലേ എങ്ങനെയുള്ള പെണ്ണിനെയാ കിട്ടിയതെന്ന്? എന്താ മോളെ, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞയച്ചോ? ഇല്ല ആന്റി, ഞാൻ അങ്കിളിനെ കാണാൻ വന്നതാ. അങ്കിളിനെയോ? അങ്കിളിനെ കാണാനോ? എന്തിനാ? ഡേയ് അങ്ങോട്ട് മാറ്. ഇനി വാ മോളെ. എന്തടാ പറയൂ മോളെ. അങ്കിൾ, അവിടെ അങ്കിളിന്റെ മോനെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാ ഞാൻ ഇപ്പൊ പറയാ, അങ്കിളിന്റെ മോനെ എനിക്ക് ഇഷ്ടമല്ല. എന്താ മോളെ പറയുന്നത്? അതെ അങ്കിൾ, ഇതുപോലെ അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞിട്ട് അങ്കിളിന്റെ മോന് പ്രേമിക്കാൻ അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഒരു പെണ്ണിനെ പ്രേമിക്കാൻ അറിയാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? കല്യാണത്തിന് ശേഷം ഇയാൾ എങ്ങനെ എന്നോട് സ്നേഹത്തോട് പെരുമാറുക? ഇത് അയാളോട് പറയാനാ തനിച്ച് വിളിച്ചത്. വന്നില്ല. എന്റെ അച്ഛനോട് ഞാൻ ഫോൺ നമ്പർ ചോദിച്ചു, അതും തന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്ന് കാര്യം പറയാന്ന് വെച്ചത്. പിന്നെ അങ്കിൾ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. പറയൂ മോളെ. കുമാർ, ആരിത്? കണ്ടിട്ടൊരു പാവത്താനെ പോലെ ഉണ്ടല്ലോ. ഇദ്ദേഹത്തെയാണ് ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ അന്തസ്സ് പോരാന്ന് പറഞ്ഞ് ഞങ്ങളെ പിരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്കിളാണ് ഞങ്ങളെ ഒരുമിപ്പിക്കേണ്ടത്. എനിക്കൊന്നും അറിയത്തില്ല. നന്നായിരിക്കട്ടെ, എഴുന്നേക്ക്. നീയേ ഈ വീട്ടിൽ ജനിക്കേണ്ട പെൺകുട്ടിയാ. നിങ്ങളെ പ്രേമത്തിന് ആരെതിർത്താലും, നിന്റെ അച്ഛൻ ആരായിരുന്നാലും, നിങ്ങളെ ഈ പ്രേമ വിവാഹത്തെ ഞാൻ മുന്നിൽ നിന്ന് നടത്തി തരും. നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വാ. താങ്ക് യു അങ്കിൾ. പോയിട്ട് വാ മോളെ. ആശംസകൾ അനിയ, നന്നായി വാ. പോയിട്ട് വാ. ശരി. കണ്ടോടി, മോന് പെണ്ണ് നോക്കാൻ പോയില്ലേ? ഇപ്പൊ എന്തായി? എന്റെ മോനെ കന്നിരാശിയാ. ലവ് ചെയ്താലേ കല്യാണം നടക്കൂ. അത് ആദ്യം മനസ്സിലാക്ക്. ഈ പെണ്ണിന് എന്താടി കുറവ്? ഈ പെൺകൊച്ചിനെ കളഞ്ഞിട്ട് വേറെ പെണ്ണിനെ നോക്കുന്ന. അവ എവിടെ പോയി പെണ്ണിനെ കണ്ടാലും ഇതേ നടക്കൂ. ഡോണ്ട് വറി മോളെ. ഞാനെന്തിനാ അങ്കിള് വറീഡാവുന്നെ? ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളപ്പോ ഞാൻ അൺഅപ്പോസ്ഡ് ആയിട്ട് ജയിക്കും. പാവം ജെമിനിക്കാണ് ഡെപ്പോസിറ്റ് പോലും കാലിയാവാൻ പോകുന്ന. ആലപ്പുഴയിലെ പെണ്ണ് റെഡി. എല്ലാം റെഡി ആയിട്ടുണ്ടോ? നോക്കിയേ, എല്ലാരും നന്നായിട്ട് കേട്ടോ. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇതിലും നല്ലൊരു പെണ്ണിനെ പോയി കണ്ട് നാട്ടുകാരെ കൂട്ടി ഞാൻ കല്യാണം നടത്തിയില്ലെങ്കിൽ എന്റെ പേര് ജെമിനി എന്നല്ല. ചേട്ടാ, അവൻ പെണ്ണിനെ പൊക്കാൻ പോകുന്നോണ്ട് ഒരുത്തനെ എസ്കോർട്ട് വിട്ടിട്ടുണ്ട്. ആദ്യം അവനെ പൊക്ക്, അടുത്തത് ആ പെണ്ണിനെ പൊക്ക്. ആര് കുറുക്ക വന്നാലും അവനെ തീർത്തേക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി ചേട്ടാ. പതുക്കെ പതുക്കെ ആരെ കാണാനില്ലല്ലോ. പോയോ? പഞ്ചറോ? ഇനിയിപ്പോ എന്താ ചെയ്യാ?
സ്വാമിയുടെ വിഗ്രഹത്തിനടുത്ത് നിന്ന സ്വാമി നിന്നെ രക്ഷിക്കും അല്ലേ? ദാ അടിക്കടാ അവളെ. സ്വാമി ഒന്ന് രക്ഷിക്കുന്നു വിചാരിച്ചോ നീ? ആ സ്വാമി വരോളടാ. ഇവരൊക്കെ ആരടി? അതൊന്നും എനിക്കറിയില്ല. അന്നൊരു ഗ്രൂപ്പ് ഇതേപോലെ അടിക്കാൻ വേണ്ടി വന്നു. ഇന്നിപ്പോ യുവമാര് നീ വന്നപ്പോ തുടങ്ങിയുള്ള പ്രശ്നം. ഏയ് എന്നൊന്ന് ഡ്രോപ്പ് ചെയ്യ്. എന്റെ വണ്ടി അവിടെ ഇരിക്കുക. നടന്നു വന്നാ മതി, എങ്കിലേ ബുദ്ധി വരൂ. നീ വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നിന്നോ അവിടെ തന്നെ നിന്നോ. നീ വരുമെന്ന് എനിക്കറിയാം. അധികം സംസാരിക്കണ്ട, വന്നു കയറി ഇരിക്കാൻ നോക്ക്. തൊടാൻ പാടില്ല. തൊടില്ല. Assignment is going to end now. എന്താ മോളെ, ലവ് ഫീൽഡിൽ വളരെ ഹാപ്പി ആയിട്ട് കഴിയാണല്ലോ. അതെ, പക്ഷേ നീ നാളെ കരയും. എന്താണെന്നറിയോ? നിന്നെ പ്രേമിക്കുന്നില്ല ഒരുത്തൻ, അവനെ കൊന്നുകളയും. നിങ്ങൾക്ക് ആരാ? എന്തിനാ അവനെ കൊല്ലാൻ നടക്കുന്നേ? എന്റെ അച്ഛന്റെ സഹോദരിയുടെ പ്രേമം ഇല്ലാതാക്കി, അതുകൊണ്ട് അവളുടെ കാമുകൻ ചത്തു. ആ ദുഃഖം സഹിക്കാൻ വയ്യാതെ എന്റെ സഹോദരിയും ആത്മഹത്യ ചെയ്തു. ഇന്ന് എന്റെ കുടുംബം സമാധാനമില്ലാതെ കഴിയാ. ഇപ്പൊ ഞാൻ അവനെ കൊന്നാൽ ആ ദുഃഖത്തിൽ നീയും മരിക്കും. അത് കണ്ട് നിന്റെ അച്ഛൻ ഇഞ്ചിഞ്ചായി മരിക്കും. നിങ്ങൾക്ക് എന്താ വട്ടാണോ? അവനെ കൊന്നാ എന്റെ അച്ഛൻ വിഷമിക്കില്ല. ഞാൻ വേണമെങ്കിൽ മരിക്കാം. കാരണം ഞാനാണ് അവനെ സ്നേഹിക്കുന്നത്. ചേട്ടാ, അവൻ എന്നെ സ്നേഹിക്കുന്നില്ല. എന്തായിട്ടാ ഇത്? ചേട്ടാ, ചേട്ടാ, നിങ്ങളുടെ സഹോദരി മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? എന്നെ വേണമെങ്കിൽ നിങ്ങളുടെ സഹോദരിയായിട്ട് കണ്ടൂടെ? പ്രേമനൈരാശ്യം കൊണ്ടാണ് അവർ മരിക്കേണ്ടി വന്നത്. ഈ സഹോദരിയെങ്കിലും നിങ്ങൾ വെറുതെ വിട്ടൂടെ? അനിയ ചേട്ടാ, നമ്മുടെ സഹോദരി മരിച്ചിട്ടില്ല. അതെ ചേട്ടാ, ഇനി ഇവളാണ് നമ്മുടെ സഹോദരി. എന്റെ അച്ഛൻ മാറണമെങ്കിൽ എന്റെ പ്രേമം ജയിക്കണം. നീ വിഷമിക്കേണ്ട മോളെ. നിന്റെ പ്രേമത്തിനെതിരായി ആര് നിന്നാലും അവന്റെ തല വെട്ടിയെടുത്തിട്ടാണെങ്കിലും നിന്റെ പ്രേമത്തെ ഞാൻ ചേർത്ത് വെക്കും. ഞങ്ങളും മധുരയിലുള്ളവരാ. താങ്ക്സ് ഏട്ടാ. പേയ്മെന്റ് കിട്ടിയ ആദ്യത്തെ ജോലി നിന്റെ തല മുട്ടയടിക്കല. ബോസ്, സൈഡ് സ്റ്റാൻഡ് ആരോ അടിച്ചോണ്ട് പോയി. എന്താടാ സൈഡ് സ്റ്റാൻഡ് അടിച്ചോണ്ട് പോയോ? അതെ ബോസ്. എന്താടാ എത്ര കേസാ ഞാൻ ഡീൽ ചെയ്യണ്ടേ? കം. ഔട്ട്. എന്താ ഇതൊക്കെ? ആൾ എവിഡൻസ് വിത്ത് ഫിംഗർ പ്രിന്റ്സ്. റിപ്പോർട്ട്സ് റെഡിയാണോ? ഓർഡർ ചെയ്ത മസാല ദോശ പോലും 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരും. എന്നാൽ ജയശങ്കറിന്റെ റിപ്പോർട്ട് വെടിയുണ്ട പോലെ കറക്റ്റ് ആയിട്ട് വരും സാർ. എന്താടോ സീലൊക്കെ വെച്ചിരിക്കുന്നത്? ഫസ്റ്റ് നൈറ്റ് ആണെങ്കിൽ പാല് വേണം, സീക്രട്ട് എന്ന സീൽ വേണം. അതാണ് സാർ ഫാക്ട്. മോള് സ്നേഹിക്കുന്നുണ്ടോ? എന്താ സാർ സ്നേഹിക്കുന്നുണ്ടോ എന്നോ? സാഹചര്യം വന്നാൽ പയ്യനെ നടുറോഡിട്ട് റേപ്പ് വരെ ചെയ്യും. എന്താടോ പറയുന്നേ? അതെ സാർ, അവരുടെ പ്രേമമൂത്ത് കാറ്റാട് തോട്ടത്തിൽ വരെ എത്തി. ബൈ ദ ബൈ, ആ പെണ്ണ് തോട്ടത്തിൽ കയറുന്ന സ്പീഡ് കണ്ടപ്പോൾ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, അവളുടെ അമ്മ, അവളുടെ കുടുംബം ഇങ്ങനെയാണെന്ന് സാർ എൻ്റെ റിപ്പോർട്ട് പറയുന്നത് സാർ. ഓക്കെ സാർ, എൻ്റെ അസൈൻമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത ഓപ്പറേഷൻ മുംബൈയിലെ ആലിയ ഭട്ട് എന്നോട് രൺബീർ കപൂറിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ സാർ പ്ലീസ് ഗിവ് മീ മൈ പേയ്മെന്റ്. എവിടെ വന്ന് എന്താ സംസാരിക്കുന്നേ? നിന്നെ സാറേ വെടിക്കല്ലേ സാറേ. ഡോ വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ. എന്താ സാർ ഗണ്ണ് പോലെ പേയ്മെന്റ് തരാന്ന് പറഞ്ഞിട്ട് ഗണ്ണെടുത്ത് ചൂണ്ട് കാണല്ലോ. ആ പെണ്ണാരെന്നറിയോ? ആരാ? അദ്ദേഹത്തിന്റെ മോളാ. ഇതുപോലും നിന്നെ കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടാ. നീ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, നിന്റെ പേര് ജയശങ്കർ, നിനക്കൊരു അസിസ്റ്റന്റും വേറെ. സാർ
എന്താന്ന് വെച്ചാ എന്താടാ പേയ്മെന്റ് വേണോ? അയ്യോ വാ, അയ്യോ വാടാ. സാർ പേയ്മെന്റ് ഒന്നും വേണ്ട, എനിക്ക് വരാൻ. ജീവൻ കിട്ടിയാ മതി. ദാ. എടാ, വാ, വാ, വണ്ടി എടുക്ക്. വാ, വാ. ഡേയ് ആദ്യം നിന്റെ പേര് മാറ്റ്. ഇവനൊക്കെ ഒരു ഡിറ്റക്റ്റീവ് ആണ് പോലും. ജെമിനി, ഞാൻ നിന്റെ പുറകെ നടക്കുക. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ് അഞ്ജലി, പക്ഷെ ഈ പ്രേമിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാന്നും അറിയില്ല. മനസ്സിലാക്ക്. നീ ഇവളും കൂടെ കറങ്ങി നടന്നിട്ട് എന്നെ മണ്ടനാക്കിയല്ലേ? ഡാഡി, കൈ എടുക്ക. ഞാനാണ് അവനെ സ്നേഹിക്കുന്നത്. എന്താ അഞ്ജലി ഇത്? സാർ വരൂ സാറേ. ഞാൻ തോറ്റുപോയിടോ. എന്താ സാർ പറയുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ മോള് നിങ്ങളുടെ മോനെ ലവ് ചെയ്യുന്നെന്ന് എന്നോട് തന്നെ പറഞ്ഞു. ഞാൻ തോറ്റുപോയി. സാർ, തോറ്റത് നിങ്ങളുമല്ല, ജയിച്ചത് ഞാനുമല്ല. ജയിച്ചത് പ്രേമമാ. എന്റെ കുടുംബം ഒരു ലൈബ്രറിയാണ് സാറേ. ലൈബ്രറിയിൽ മാത്രമേ ഖുറാൻ, ബൈബിൾ, ഭഗവത്ഗീത എല്ലാം ഉണ്ടാവൂ. അതിനുശേഷം എന്റെ വീട്ടിൽ എല്ലാം ഒന്നായി കാണും. കണ്ടില്ലേ സാറേ? നിങ്ങളെ മോള് എന്റെ മോനെ കണ്ടല്ല ഇഷ്ടപ്പെട്ടത്, എന്റെ കുടുംബത്തെ കണ്ടാ സ്നേഹിച്ചത്. നിങ്ങളെ മോളെ എന്റെ വീട്ടോട്ടയക്ക്. എന്റെ മോളെ പോലെ നോക്കും. നിങ്ങളുടെ മോനെ തിരുത്താൻ പറഞ്ഞപ്പോ എന്റെ മോളെ തന്നെ ചോദിക്കുന്നോ? ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. വരുന്ന ഞായറാഴ്ച എന്റെ മോളുടെ കല്യാണോ. ആദ്യത്തെ ക്ഷണക്കത്ത് തനിക്ക. മുഴുവൻ കുടുംബമായിട്ട് വന്നേക്കണം. ഇവൻ ശരിയാവില്ല, ഇവനും ശരിയാവത്തില്ല. എടി അഞ്ജലി, നീ എന്തിനാ കുക്കർ ഓഫ് ചെയ്തത്? ആ മട്ടൻ വെന്ത് കാണില്ല. വേഗാത്ത മട്ടൻ കഴിക്കാൻ നിന്റെ മാമൻ ഇവിടെ ഉണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അഞ്ജലി എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഈ കോമ്പൗണ്ട് ഞാൻ കത്തിക്കും. എടി ജ്യോതി, നിന്റെ അനിയനെ വരാൻ പറ. എന്തിന്? മട്ടൻ കഴിക്കാനാണോ? അവനെ എന്റെ മരുമകനാക്കാൻ പോവാ. അഞ്ജലി, ഏയ് എന്താ ഇത്? ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? ഞാൻ നിന്നെ സ്നേഹിച്ചത് നിനക്ക് തമാശയായിട്ട് തോന്നിയല്ലേ? നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുത്ത തീരുമാനം എടുക്കും. അത് അഞ്ജലി, അഞ്ജലി, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? സാർ, നിങ്ങൾ ദേഷ്യത്തിൽ തെറ്റായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അഞ്ജലിക്ക് ജമിനി എന്ന് പറഞ്ഞ ജീവനാണ് സാർ. ഇത് പ്രേമ വിവാഹമാണെന്ന് കരുതണ്ട. നിങ്ങൾ ഓക്കെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ കുടുംബത്തിലെ ലക്ഷ്യമൊക്കെ മറന്നിട്ട് നാളെ തന്നെ മുറപ്രകാരം വന്ന് പെണ്ണി ചോദിക്കാം. നിങ്ങളുടെ ആഗ്രഹം പോലെ അറേഞ്ച്ഡ് മാരേജ് തന്നെ നടത്താം. നമ്മുടെ കുട്ടികളുടെ ജീവിതമല്ലേ സാറേ? നിങ്ങൾ പറ. നിങ്ങളൊക്കെ എന്നോട് എന്ത് സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി, വരുന്ന ഞായറാഴ്ച എന്റെ മോളുടെ കല്യാണം നടക്കും. വന്ന് പങ്കെടുക്ക്. വണ്ടി എടുക്ക്. എന്താ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നേ? അയാൾ പലതും പറയും. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതിനൊരു വഴി കണ്ടുപിടിക്കണം. എന്താ അച്ഛാ പറയുന്നേ? ചെറുക്കനെ ഉണ്ടെങ്കിലല്ലേ കല്യാണം നടക്കുള്ളൂ. അവൻ ആദ്യം പൊക്കടാ. അവന് ഭയങ്കര വെയിറ്റ് അല്ലേ അച്ഛാ? ഏയ് അച്ഛാ, അവൻ എത്ര വലിയവനാണെങ്കിലും പൊക്കണം. അതാണ്. നീ ആ കാളിയപ്പനെ വിളിക്കടാ. ഞാൻ പറയുന്ന പോലെ നീ ചെന്ന് പറയണം. കേട്ടല്ലോ? ശരി ഏട്ടാ, പറഞ്ഞേക്കാം. ഏയ് മെഷീൻ ഓഫ് ചെയ്യടാ. പറയട്ടാ. ശരി ഏട്ടാ, ഞാൻ പൊക്കാന്ന് പറഞ്ഞില്ലേ? ദേ ഇവിടെ ഉണ്ടോടാ അവൻ. ഡാ അളിയാ, നീ ഇവിടെ എന്തെടുക്ക? വാടാ. ഡാ എന്താടാ? എന്താടാ അളിയാ തനിച്ചിരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുന്നത്? വേറെ എന്ത് ചെയ്യാനാടാ? അഞ്ജലിയുടെ കല്യാണമാണെങ്കിൽ പെട്ടെന്ന് ഉറപ്പിച്ചു. എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. നമ്മുടെ ജമിനി ഗണേശൻ സ്ട്രീറ്റിലെ ഒരു ലവ് പോലും തോക്കാൻ പാടില്ല അളിയാ. ഞാൻ പറയുന്നത് കേക്കളിയാ. നിനക്ക് വേണ്ടി എന്ന് ഞങ്ങൾ ചെയ്യും. പറയളിയാ, പറയളിയാ. പെണ്ണിനെ പൊക്കണം. അഞ്ജലിയെ പൊക്കുന്നു. അതേ മണ്ഡപത്തിൽ ക്ഷണക്കത്തെല്ലാം അടിച്ച് നമ്മുടെ ബന്ധുക്കളെല്ലാം ക്ഷണിച്ചു വരുത്തി അഞ്ജലിയുടെ കഴുത്തിൽ ഞാൻ താലിയിട്ടു. അവളുടെ സ്നേഹവും എന്റെ ലക്ഷ്യവും രണ്ടും നിറവേറ്റിയിരിക്കും. അങ്ങോട്ട് ഒഴിക്കടോ.
ഒഴിക്കാൻ പറഞ്ഞപ്പോ ചേട്ടാ ഇത് ഇവിടെ ഉണ്ടാക്കിയതല്ല ചേട്ടാ, ഇത് കാശ് കൊടുത്ത് വാങ്ങിയതാ ചേട്ടാ. ചേട്ടാ അവനെ വെറുതെ വിടാൻ പാടില്ല. നിങ്ങളെ വിശ്വസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കടത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങിക്കൊള്ളാം. കല്യാണ പെണ്ണിനെ പൊക്കിയിരിക്കും. അയ്യോ, ഇത്രയും മനോഹരമായിട്ട് കാപ്പി ഇടാൻ ഞാൻ തന്നെ വിചാരിക്കണം. ഓ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നടാ. എന്നെ കുറിച്ച് അറിഞ്ഞ ഹൈവേയിൽ കോഫി ഷോപ്പ് നടത്തുന്ന എല്ലാവരും കട അടച്ചിട്ട് എന്നെ തേടി വരും. എന്നെ അങ്ങ് സമ്മതിക്കണം. നമസ്കാരം മാമ. അനിയ, ആരാ നിങ്ങളൊക്കെ? മണിയയ്യരാ ഞങ്ങൾ അയച്ചത്. ചുറുചുറുക്കോടെ ജോലി ചെയ്യാൻ 4 പേരെ അയക്കാൻ പറഞ്ഞപ്പോ ഇതുപോലെ തടിയന്മാരെ പറഞ്ഞയച്ചിരിക്കുന്ന. നിന്നെയൊക്കെ കണ്ട പാചകക്കാരനും തോന്നുന്നില്ല. പാചകം ചെയ്ത് വെച്ചാ നല്ല മൂക്കൂട്ട അടിച്ചു കയറ്റാൻ വരുന്നവരുണ്ട്. ഇതെന്തോന്ന് വാട്ടർ ടാങ്ക് പോലെ ഉണ്ട്. നിങ്ങളെ കണ്ട ഈ ചട്ടുകത്തിന് ചട്ടിയുടെ പോലെയാണല്ലോ ഇരിക്കുന്നത്. നിങ്ങളെ ചീഫ് പാചകക്കാരനാണ് ഞങ്ങൾ സമ്മതിക്കുന്നില്ലേ? എടാ ഇത് നോക്ക്, ഇതുപോലെ 5 ഡയലോഗ് പറഞ്ഞതും പാകം വായിലിട്ട് ചുപ്പത്തതും ഈ ആമ്പൂർ രാമയോട് ഇങ്ങോട്ട് എടുക്കരുത് കേട്ടോ. വന്നതും ഓരോരുത്തരും ഓരോ ജോലി പിരിച്ചു ചെയ്യണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലേ ഞാൻ നിന്നൊക്കെ പിഴിഞ്ഞെടുക്കും. മനസ്സിലായി? അമ്മ നിന്നെ പിന്നെ കൊണ്ടോളാം. നമസ്കാരം. ആഞ്ചലിയുടെ കൂടെ ഒരു പെരിച്ചാഴി, വിവരമില്ലാത്തൊരു DSP. ആട്ടി ആട്ടി കൊണ്ടു കിടന്ന് അകത്തോളെന്ന് വിളി കളയരുത്. ഇത് കാലിയായ തൊട്ടിയാ ചേട്ടാ. അപ്പൊ നേരത്തെ അതെടുത്ത് കളഞ്ഞ ഇല്ല. എന്തെന്ന് പോടാ. ഇവന്റെ ഈ നടപ്പ് കണ്ടിട്ട് പാചകത്തിനാണ് വന്നത് തോന്നില്ലല്ലോ. ഈ തടിയും വെച്ച് ഇവിടെ എന്ത് ജോലി ചെയ്യാനാ? രാജ്യമുത്ത്, സാമ്പാറിന്റെ തൊട്ടി എവിടെയാടാ? അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടാ? വെരി ഗുഡ്. ഈ രാമയുടെ സാമ്പാറിന്റെ വല്ല ലോകത്തിന് വേറെ സാമ്പാറുണ്ടാ? ആദ്യം തന്നെ ഇതിനൊരു കോപ്പി റൈറ്റ് ഉണ്ടാകണം. അയ്യോ, എരിവ് കൂടുതലിട്ട് വെച്ചിരിക്കുകയാണല്ലോ. വെള്ളം എവിടെ? വെള്ളം എവിടെ? ഇതിൽ പുളിവെള്ളാണല്ലോ. അയ്യോ, ഇതെവിടെ കൊണ്ട് വെച്ച് മഹാഭാവികള്. എന്നെ ചെവി പിടിച്ച് കിഴുക്കിയിട്ട് സംസാരിച്ചവൻ. പെണ്ണിനെ പൊക്കുന്നതിന് മുമ്പ് ആദ്യം പെരിച്ചാഴിയെ പൊക്കണോടാ. ചേട്ടാ ടെൻഷൻ ആവാതെ ചേട്ടാ, ആദ്യം 2 അടിക്ക് ചേട്ടാ. എന്തൊരു ആമ്പൂർ രാമയുടെ പേര് കളയാൻ വേണ്ടിട്ടാണല്ലോ ഉമ്മാര് വന്നത്. എന്താണ് വെള്ളത്തിനൊരു വൃത്തികെട്ട ചവ? എന്താണ് നിങ്ങൾ എല്ലാം കൂടെ കൂടിയൊരു ഡിസ്കഷൻ? എനിക്കെതിരായിട്ട് എന്തെങ്കിലും വട്ടം കൂട്ടുകയാണോ? പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, ഈ രാമയ്യരെ എതിർക്കാൻ പറ്റിയ ഒരു പയ്യന് ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. ജനിച്ചവൻ ജീവിക്കാനും പോകുന്നില്ല. ആരാടാ അവിടെ കൊച്ചുകൊച്ചുക്കുന്നേ? എന്താടാ ഇലവെട്ടായിരിക്കുന്ന പോലെ ഇരിക്കുന്നേ? ഓരോരുത്തർ അവരുടെ സാധനങ്ങൾ കയ്യിലെടുത്ത് ജോലിയൊക്കെ നോക്ക. ഈ വെള്ളത്തിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് സാമ്പാറിന് എരി കൂടിയിരിക്കുന്നത്. ആ സാമ്പാറിന് എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. നിങ്ങൾ എന്താ ഈ ധൃതിയൊക്കെ കാണിക്കുന്നത്? എടി, അവരെല്ലാവരെയും കൊണ്ടുപോയി ആദ്യത്തെ റോയിലിരുത്ത്. താലി കെട്ടുന്നത് നല്ലതുപോലെ കണ്ട് രസിക്കട്ടെ. ശരി. എന്താണ് കല്യാണത്തിനൊക്കെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് വരവ്? കൊള്ളാം കേട്ടോ. സാറെന്താ ഒന്നും അറിയാത്തോടെ സംസാരിക്കുന്നത്? എല്ലാം കൂടെ നിന്ന് ചെയ്തു തന്നിട്ട് പോ കാണിച്ചു കൊടുക്കല്ലേ. നമസ്കാരമാവാ. നമസ്കാരമായി. അതെ, മറക്കാതെ ആഹാരം കഴിച്ചിട്ട് പോകാനാ പറഞ്ഞത്. അവന്റെ അഹങ്കാരം. നമസ്കാരം. എല്ലാം റെഡിയല്ലേ? റെഡിയാച്ചാ. കഴിച്ചായിരുന്നോ? ചെറുതായിട്ട് കഴിച്ചെന്നല്ലേ പറഞ്ഞു. അളിയാ, വണ്ടി സ്റ്റാർട്ടാവുന്ന പോലുണ്ട്. നീ ഒന്ന് സമ്മതം മൂടിയാ DSPയുടെ അടുത്ത് പോയി ഞാൻ തന്നെ എല്ലാം റെഡിയാക്കാം. എന്നാലല്ലേ എന്റെ വണ്ടി സ്റ്റാർട്ടാവൂ. അളിയാ ഒന്ന് പോയേ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്റെ വഴി എന്താണെന്ന് ഞാൻ തന്നെ നോക്കിക്കോളാം. അല്ലാതെ നടക്കില്ല. നമസ്കാരം മാവാ. വെരി ബ്യൂട്ടി.
ഡാ അളിയനാടാ എന്താന്ന് ചോദിക്കേ പറ അളിയാ. പെണ്ണിപ്പോഴും കല്യാണ മണ്ഡപത്തിലുണ്ട്. നീയൊക്കെ എപ്പോഴാണ് അവളെ പൊക്കുന്നേ? അതൊന്നും ആലോചിച്ച് അളിയ മറിയിടാവണ്ട. അവളെ ചുറ്റും 1000 പേരുണ്ടെങ്കിലും അവളെ പൊക്കാനുള്ള വഴി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ ടെൻഷൻ അടിക്കാതിരിക്കേ. ഓക്കെ, പെട്ടെന്നാവട്ടെ കാര്യങ്ങൾ. വച്ചേക്കളിയാ. ഡാ എന്താടാ ചെയ്തോണ്ടിരിക്കുന്നേ? ശങ്കറിന്റെ പടത്തിലേക്ക് വേണ്ടിയാണോ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നേ? എടാ പെട്ടെന്നാവട്ടെടാ. നമസ്കാരം സാർ. വരൂ. എടോ, ഇവരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചതാരാ? എനിക്കെങ്ങനെ അറിയാം? ഹലോ, നിങ്ങളൊക്കെ ആരാ ക്ഷണിച്ചത്? എന്തിനാടി നിന്റെ അനിയ ഇവരെയൊക്കെ വരാൻ പറഞ്ഞത്? ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ആയിരിക്കും. വിട്ടേക്ക്. വരൂ. വരൂ. നമസ്കാരം. ഇതെന്താ ക്രിസ്ത്യൻ മിഷണറി മുഴുവനുണ്ടല്ലോ. ഫാദർ, നിങ്ങൾ ആരാ വരാൻ പറഞ്ഞത്? വരൂ. പയ്യനാ വരാൻ പറഞ്ഞത്. പോണം. എടി, ഇവരൊക്കെ ആരാ? നിന്റെ അനിയന്റെ ട്വിറ്റർ ഫോളോവേഴ്സ് ആണോ? വരൂ. അടുത്ത അഗ്രഹാരോ? നിങ്ങളൊക്കെ ആരാ വരാൻ പറഞ്ഞത്? അകത്തേക്ക് വെക്കോ, നല്ലോണം കഴിച്ചോ. ഇനി എത്ര പേരെ ക്ഷണിച്ചിട്ടുണ്ടോന്ന് അറിയോ നിന്റെ അനിയൻ? ആനോ? ഇപ്പൊ നിങ്ങൾ വെള്ളം ഇറക്കി നോക്കിയില്ലേ? ആ ആളിന്റെ ഭർത്താവായി നിൽക്കുന്നേ. പാചകക്കാർ ഇവിടെ ജോലി? വയറം പോലീസ് 500 പേരിൽ കൂടുതൽ വരില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 1000-ന് മുകളിൽ പോയിരിക്കുക. ഞാൻ എത്രയെന്ന് പറഞ്ഞു വെള്ളം ഒഴിച്ച് ശരിയാക്കും. സാമ്പാർ ഇപ്പൊ രസമായി. രസം ഇപ്പൊ ചൂടുള്ളായി. അതൊന്നും സാരമില്ല. ഏതോ ഒരുത്തൻ കള്ളും കുടിച്ചോണ്ട് ഈ മണ്ഡപം മുഴുവൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക. അതാരാണെന്ന് എനിക്കറിയണം. കല്യാണ വീടാകുമ്പോ ആരെങ്കിലും അടിച്ചോണ്ടൊക്കെ വരും. തനിക്കറിയില്ലേ? താൻ പോയി തന്റെ പണി നോക്ക്. ഇനി 2 ലോറിയിൽ ആൾക്കാർ വന്നോണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വെള്ളം വണ്ടി കൂടെ വരാൻ പറ. അതൊഴിച്ച് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. ഇവരെന്തിനാ കിടന്ന് കറങ്ങുന്നത്? ഇതുവഴിയല്ലേ ഞാൻ കഷ്ടം. എടാ പോയി നോക്കിട്ടോ. ശരി അച്ഛാ. എടാ വാ. ഏതൊരു വണ്ടി വരുന്നുണ്ട്. ബിരിയാണി വണ്ടിയാണോ? ഭായി കറക്റ്റ് സമയത്ത് എത്തിയല്ലോ. വാടാ, നമുക്ക് അച്ഛനോട് പറയാം. വരൂ. എന്താടോ ഇതൊക്കെ? ബിരിയാണി. ആരാ ഓർഡർ ചെയ്തത്? കല്യാണ ചെക്കനാ. കല്യാണ ചെറുക്കനോ? എന്താടി നിന്റെ അനിയന് ഒരു ദിവസം പോലും മട്ടൺ കഴിക്കാതിരിക്കാൻ പറ്റില്ലേ? വിട്ടേക്ക്. ഇത് ആഗ്രഹിച്ച് വാങ്ങിച്ചതല്ലേ. കാശും കൂടെ കൊടുത്തയക്കേ. എന്തായി? എത്തിയിട്ടുണ്ട് അച്ഛാ. കല്യാണം ഒന്ന് കഴിയട്ടെ. ദിവസവും നിന്റെ അനിയന് ഞാൻ കറി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താടോ ഇത്? ബിരിയാണിയോ? ആരും പറഞ്ഞില്ലല്ലോ. ഈ DSPയുടെ ഒരു കാര്യം. എന്താടോ ഇത്? എനിക്കൊരു സ്മോൾ ഡൗട്ട്. എന്തോന്ന്? ഒരു ഉറക്കകത്ത് ഒരു കത്തി വെക്കാം. 2 കത്തി വെച്ചാലുണ്ടല്ലോ അത് കീറിപ്പോവും. ചുറ്റി വളച്ച് പറയാൻ നേരെ പറ. കല്യാണത്തിന് കോൺട്രാക്ട് എനിക്ക് തരും. പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരുവോ? ഇതെന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? സോ വാട്ട്? ഞാൻ നോൺ വെജിറ്റേറിയനും പാചകം ചെയ്യില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ? ഞാൻ കോഴിമുട്ടയെന്ന് ആരംഭിച്ച് പ്ലാൻ കോഴിയുടെ ബിരിയാണി വരെ ഈസി ആയിട്ട് ഞാൻ വെക്കും. അടുത്ത കല്യാണത്തിന് എല്ലാ കോൺട്രാക്ടും തനിക്കിനെ തരാം. നിങ്ങൾ കൊടുത്തായില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പോകുന്നിടത്തല്ല ആരോ കുടിച്ചോണ്ട് എന്റെ പുറകെ വരുന്നുണ്ട്. അവൻ ആരാന്ന് ആദ്യം കണ്ടുപിടിച്ച് അവനെ അകത്താക്കണം. നിങ്ങൾ കണ്ടുപിടിക്കുന്നു, അതാ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് DSPയോടെ പോയിട്ട് ഡീൽ ചെയ്യണോ? അയാൾക്ക് വരുന്ന ദേഷ്യത്തിന് നേരിട്ടങ്ങ് വെടിവെക്കും. അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചോ? നിങ്ങൾ കണ്ടുപിടിച്ചോ? ഓഹോ, കണ്ടുപിടിച്ച് കഴിഞ്ഞു. കല്യാണം കഴിയട്ടെ, അവനെ വെടിവെക്കാം. അങ്ങനെ പറ. എന്റെ വക ഒരു സ്പെഷ്യൽ പായസം. ഇവന്റെ ഒരു കാര്യം. തിരുമേനി അവരെല്ലാം വരാൻ പറഞ്ഞോളൂ. വധൂവരന്മാരെ വന്നോളൂ. എന്താ പറ്റിയത്? അനിയനെ കാണാനില്ല. അടുക്കളയിൽ പോയി നോക്ക്. ബിരിയാണി കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഞാൻ അവിടെ പോയി നോക്കിയത്. പിന്നെ മണ്ഡപത്തിൽ നോക്കി എവിടെയും കാണുന്നില്ല. മുഹൂർത്തത്തിന് സമയമായി, അവരോട് വരാൻ പറയാ. മുഹൂർത്തത്തിന് സമയമായി, പെട്ടെന്ന് വരിക. ചെറുക്കനെ കാണാനില്ല. താനെന്തിനെ വിളിച്ച് പോകുന്നേ? ചെറുക്കനെ കാണാനില്ല. വാ, നമുക്ക് പോയി കഴിക്കാം. വരിക. അനിയൻ വന്നല്ലോ. അവിടെ നിൽക്കേ. എവിടെയാടാ പോയത്? ബ്യൂട്ടി പാർലറിലോ? ശരി വാ, ലേറ്റ് ആയി. ചേച്ചി 1 മിനിറ്റ്. മോളെ ഇറങ്ങി വരാൻ കുറച്ച് താമസിക്കും. വെയിറ്റ് ചെയ്യ്. എടാ, എന്താ തുറച്ചു നോക്കുന്നേ? എന്താ ഇതൊക്കെ? കണ്ടിട്ട് മനസ്സിലായില്ലേ? താലി കെട്ടിയോളാ. എന്തോന്നുണ്ടാ?
ചെറുപ്പം മുതലേ അഞ്ജലിയാടന്റെ ജീവിതസഖി എന്ന് വിചാരിച്ച് ആഫ്രിക്കന്ന് കള്ള പാസ്പോർട്ടിൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഈ മോന്തയ്ക്ക് അഞ്ജലി ചേരുവോന്ന് ചോദിച്ച് നിങ്ങൾ എന്നെ അടിച്ച് നടു റോഡിൽ ഇറക്കി വിട്ടില്ലേ? നടു റോഡിൽ ഞാൻ അനാഥനായി നിന്നപ്പോ എനിക്ക് ചോറ് തന്നത് ഇവളാ, എല്ലാം താങ്ങുന്ന ഹൃദയം തന്നതും ഇവളാ. ഒരു കാര്യം കൂടി, ഇവളെ ജീവിതത്തിൽ പലരും പ്രേമിച്ച് പറ്റിച്ചിട്ട് കടന്നുപോയി. ഇതിന്റെയൊക്കെ ഫീലിങ്സ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവളെ എനിക്കൊരു അഭയം തന്നു, ഞാൻ അവൾക്കൊരു ജീവിതമാണ് കൊടുത്തത്. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ അപ്പോഴും നീ ആയിരിക്കും എന്റെ ഭാര്യ. തോക്കെടുക്കുന്ന ഈ ശീലം നിർത്തിയില്ലേ? അദ്ദേഹത്തിന്റെ ദേഹത്തിൽ ഒരു തരി മണ്ണ് വീണമെങ്കിൽ പോലും അത് എന്നെ ഇല്ലാതാക്കിയിട്ടേ നടക്കൂ. എന്ത് പേടിച്ചു പോയോ? ഇവളെ കല്യാണം കഴിക്കാൻ നീ എന്തിനാ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തിയത്? ബിരിയാണി അത് കൊള്ളാം. ഇത്രയും പേരെ നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ കുറ്റം പറയുന്നോ? ആരാ നിങ്ങളെല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞാനല്ല ഇവരെ ക്ഷണിച്ചത്. ഉണങ്ങിയ കരിവേപ്പില പോലിരിക്കുന്ന ഇവനാണോ കല്യാണ ചെറുക്കൻ? പൂമ്പഴം പോലല്ലേ? നിങ്ങളെയൊക്കെ വിളിച്ചത് ആരാന്ന്? ആരാ നിങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കൊടുക്ക്. ആരാണെങ്കിലും പെട്ടെന്ന് പാടാ. ആഹാ, ഇത് ജെമിനി ഗണേശനല്ലേ? ഹലോ, നിങ്ങളൊക്കെ എന്തോന്ന് പോലീസാ? കൂട്ടത്തിലുണ്ടായിട്ട് ഇവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഹലോ പോലീസുകാരാ, ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഇവരെന്തോ പ്ലാൻ ചെയ്ത് വന്നിരിക്കുക. ആദ്യം മോളുണ്ടോ നോക്ക്. എന്റെ ചേച്ചിയുടെ മോളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് പോയി കഴിച്ചാലോ? അപ്പോഴേ ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. വാ, സമയം കളണ്ട, പോവാം. അതെ അതെ, അഞ്ജലി കാണുന്നില്ല. എന്താണ് പറയുന്നത്? എവിടെയാടാ എന്റെ മോള്? എന്നോട് ചോദിച്ചാ? നിന്നോട് ചോദിക്കാതെ. അത് ശരി, പോ സാറേ. DSP സാർ, എന്നോട് ചോദിക്ക്. തെങ്കാശി മുഴുവൻ കൈ വെച്ചിരുന്ന എന്നെ അകത്താക്കിയില്ലേ? അതുകൊണ്ടാ തന്റെ മോളെ പൊക്കിയെ. എന്താ ചെയ്യാൻ പോകുന്നത്? താനായിട്ട് റിസൈൻ ചെയ്തിട്ട് പോകുന്നോ അതല്ല ട്രാൻസ്ഫർ മേടിച്ചിട്ട് പോകുന്നു? ആദ്യം തന്റെ മോളോട് സംസാരിക്കും. എടാ, ആ പെണ്ണിന്റെ കൈ കൊടുക്കടാ. ചേട്ടാ, പെണ്ണിനെ പൊക്കും മുമ്പ് അവന്മാരെ എന്നെ പൊക്കി ചേട്ടാ. ആരാടാ പൊക്കിയത്? അവിടെ ഇരിക്കടാ. സാർ സാർ ഇരിക്കവിടെ. നിങ്ങളെ മോളെയല്ലേ നിങ്ങൾക്ക് വേണ്ടേ? ജെമിനി, ഇദ്ദേഹത്തിന്റെ മോളെ 10 നിമിഷത്തിനുള്ളിൽ എവിടെ ഇരുന്നാലും കൊണ്ടുപോവാ. അച്ഛാ, ഞങ്ങള് അന്യന്റെ കൂടെ പോയി. വേണ്ട, അവൻ നോക്കിക്കോളൂ. നല്ലപോലെ വാഗോണ്ട് ഊതടാ. നീ ഒന്ന് മിണ്ടാതിരിക്കേ. എടാ, കല്യാണ ചെറുക്കൻ വിളിക്ക. ഹലോ, എന്തായി? എടാ, അടിപൊളി. നമ്മൾ വിചാരിച്ച പോലെ കല്യാണം മുടങ്ങി. പെട്ടെന്ന് അഞ്ജലി കൂട്ടിക്കൊണ്ടുപോവാ. അതെ, ഞങ്ങൾ ഇതുവരെ അഞ്ജലി പൊക്കിയില്ല. എന്തോടാ ഈ പറയുന്നേ? സത്യ പറയുന്നേ. ഇതിനൊക്കെ വലിയ എന്തോ സ്കെച്ചൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്? അതെ, സ്കെച്ചൊക്കെ ഇട്ടതാ, പക്ഷെ ഡീസൽ അടിക്കാൻ മറന്നുപോയി. നീ എന്തോന്നാണ് പറയുന്നേ? അപ്പൊ അഞ്ജലി നിങ്ങളല്ലേ പൊക്കിയേ? ഇല്ല, ഞങ്ങൾ പൊക്കിയില്ലെന്ന് പറഞ്ഞില്ലേ? വെക്കട ഫോൺ. ഹലോ, ഒരു 300 രൂപയ്ക്ക് ഡീസൽ. ഇനി എങ്ങനെ പോകും? അപ്പോഴേക്കും ഫോണും വെച്ചു. അഞ്ജലിയുടെ സ്കൂട്ടറാണല്ലോ. ഇതെന്താ ബാറിന്റെ അടുത്ത്? ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? മാറാൻ. നീ ഇവിടെ എന്തെടുക്കോ? കണ്ടറിയില്ലേ, ലവ് ഫെയിലിയർ. വെള്ളമടിക്കാൻ പോവാ. വാ പോവാം. താലി കെട്ടാന്ന് പറ, നിന്റെ കൂടെ വരാം. അതിനുവേണ്ടി തന്നെ വിളിക്കുന്നേ. അതെ, വാ. അപ്പൊ എല്ലാരും കള്ളുടിച്ചിട്ടങ്ങ് എത്തിയേക്ക്. വേഗം വാ. നല്ല കാര്യം, പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ. എന്നെ വിട്ടേക്ക് സാറേ, ഞാൻ തൂത്തുക്കുടി പോയി ഉപ്പ് വിറ്റ് ജീവിച്ചോളാം. അവിടെ പോയി ജീവിക്കോ. അഞ്ജലി, ഹലോ, എന്താ അവനെ കൊല്ലാൻ പോവാണോ? പോടാ കുട്ടിക്കാരി, വായൊന്നും കേൾക്കരുത്. വരൂ മരുമോനെ, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് താലി കെട്ട്. വന്നാട്ടെ. വരൂ അളിയാ, വരൂ. പോടോ, പെട്ടെന്ന് പോ. എന്താ തിരുമേനി, കല്യാണ ചെറുക്കൻ മാറിയല്ലോ. ചെറുക്കൻ മാറിയാ നമുക്കെന്താ, പെണ്ണ് മാറിയാ നമുക്കെന്താ? കല്യാണം നടന്നാ പോരെ? അപ്പൊ പിന്നെ താലി കൊടുക്കുക. താലി വാങ്ങിച്ചോളൂ. കെട്ടിമേളം മാംഗല്യം എന്താടാ ഇത്? ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? പറഞ്ഞു തൊലക്കേ. ഞാൻ പറയാം, എന്റെ മോൻ ആഗ്രഹിച്ചതുപോലെ ഇത് അറേഞ്ച്ഡ് മാരേജ് തന്നെ. ഇല്ലളിയാ, എന്റെ മോൾ ആഗ്രഹിച്ചതുപോലെ ഇത് ലവ് മാരേജ് തന്നെയാ. എന്താ പറയുന്നേ? അല്ലടി, ഞാൻ അന്വേഷിച്ച പോലും ഇതുപോലൊരു നല്ല ബന്ധം നമുക്ക് കിട്ടില്ലായിരുന്നു. വേഗം കെട്ടിക്കോ. പറഞ്ഞിട്ട് താലി കെട്ടാളിയാ, ഒന്ന് പറയളിയാ. ഐ ലവ് യു. ഇന്നത്തെ സിനിമയുടെ ഓപ്പറേറ്റർ ഞാനാടാ. ലൈറ്റ് ഓഫ് ആക്കാതെ. അയ്യോ, ലൈറ്റ് ഓഫ് ചെയ്ത് ഞാനല്ല. നടക്കട്ടെ. ബാക്കി നടക്കട്ടെ.
കൈവയ്ക്കാൻ നിനക്ക് വേറെ ഇലയുണ്ടല്ലോ. കയ്യും വെച്ചോണ്ട് വെറുതെ ഇരുന്നാ അത് മന്മഥനല്ല. ഓ അങ്ങനെയാണോ? തന്റെ ഭാര്യയുടെ മുഖത്ത് ഞാൻ ഓങ്ങി ഒന്ന് കൈവച്ചാ നീ എന്ത് ചെയ്യും? നീ വെറുതെ ഇരിക്കുവോ? നന്ദി, നമസ്കാരം, ഗുഡ് ലക്ക്. നമസ്കാരം സാർ. ക്വാർട്ടേഴ്സ് ഒന്നും ശരിയാവില്ല. നല്ല വീടും എല്ലാം കിട്ടുമോ? കിട്ടും സാർ. രാമസ്വാമി സ്ട്രീറ്റിൽ നല്ല വീട് കിട്ടും. ഇപ്പോഴാ നീ കറക്റ്റ് കാര്യം പറഞ്ഞത്. സാറിന് മകളുണ്ടോ? ഉണ്ടല്ലോ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തുടങ്ങിയല്ലോ നമ്മുടെ വീട്ടിലെ ന്യൂ ജനറേഷൻ.